സഹായിക്കുക എന്നതിൽ NGOസിൻ്റെ പങ്ക് നിസ്തുലമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ റെപ്രസെൻ്റ് ചെയ്ത് അവർക്കിവിടെ ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളായ റൊട്ടേറിയൻ വിനു വർഗീസ്, അസിസ്റ്റൻറ്റ് ഗവർണർ, റോട്ടറി ക്ലബ്, ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റൊട്ടേറിയൻ അരുൺ മധുസൂദനൻ, പ്രസിഡന്റ് ഓഫ് റോട്ടറി ക്ലബ് കൊച്ചി യുണൈറ്റഡ്, സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ സജി ചന്ദ്രൻ, ജോയിൻറ്റ് സെക്രട്ടറി ക്യാൻ ക്യൂർ ഫൗണ്ടേഷൻ, സർ. ഈ വേദിയിലേക്ക് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മൻസൂർ കെ, ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ, മിസ്റ്റർ അസനുൽ ബന്ന, ഹോപ്പ് ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ, ഇവരെയും ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വിജയമാക്കി തീർക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സദസ്യർക്കും, വിദ്യാർത്ഥികൾക്കും, എൻ്റെ ബാക്കിയുള്ള സഹപ്രവർത്തകർക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. ഓവർ ടു യു, സർ. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥികൾ ശ്രീ ടിനി ടോം, ശ്രീ സേതു, ഇതുകൂടാതെ നമ്മുടെ ഡോക്ടർ വിജയകുമാർ, റൊട്ടേറിയൻ വിനു വർഗീസ്, റൊട്ടേറിയൻ അരുൺ മധുസൂദനൻ, മിസ്റ്റർ സജി ചന്ദ്രൻ, മിസ്റ്റർ ഡോക്ടർ മൻസൂർ ആൻഡ് മിസ്റ്റർ അസനുൽ ബന്ന. ഇന്നത്തെ ഈ യോഗത്തിൽ ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ പ്രബലമായിട്ട് നിന്നിരുന്നത് ഒന്ന് ജീവിതത്തിൻ്റെ വിജയങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ പണക്കൊഴുപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹം, ഇതൊക്കെയാണെന്നായിരുന്നു അന്നത്തെ മുന്തി നിൽക്കുന്ന സിദ്ധാന്തങ്ങൾ. പക്ഷേ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്ന വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞു, ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ആശയാണ്, ഹോപ്പ്. ആശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു ന്യൂറോളജിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ ചിന്തകളും ചെന്ന് നിൽക്കുന്നത് ഒരാഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു ഭയത്തിലോ ആണ്. ഓൾ ഹ്യൂമൻ തോട്ട്സ് ക്യാൻ ബി ഡിസെക്റ്റഡ് ഡൗൺ ടു എ ഡിസയർ ഓർ ഫിയർ. ഈ ലോകം മുഴുവൻ നടക്കുന്നത് ഇത് രണ്ടിലുമാണ്. ഒന്നുകിൽ ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു ഭയം. ഒരാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആശ കൊടുക്കുക, അല്ലെങ്കിൽ ആഗ്രഹിപ്പിക്കുക, അല്ലെങ്കിൽ റിവാർഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുക. ഇത് രണ്ടുമാണ്. ഇത് രണ്ടിലുമാണ് നമ്മുടെ ലോകം മുഴുവൻ നിൽക്കുന്നത്. അപ്പം ഈ ആശ ആണ് മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്നതെന്നുള്ളതായിരുന്നു വിക്ടർ ഫ്രാങ്കിളിൻ്റെ ആശയം. അപ്പോൾ അത് വളരെയധികം പ്രബലമാവുകയും എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ളൊരു ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ചികിത്സാ രീതിയുമൊക്കെ പൊങ്ങി വന്നു. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡോക്ടർമാർ പാശ്ചാത്യ സംസ്കാരം അനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രോഗികൾക്ക് ഇല്ലാത്ത ആശ കൊടുക്കരുത്, എല്ലാം തുറന്ന് പറയണം എന്നാണ്. ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല. ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ആശ മെനഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. അതായത് എല്ലാ മനുഷ്യരുടെ അവസ്ഥ എങ്ങനെയാണ്, എന്നും നന്നായിരിക്കില്ല. ജീവിതത്തിനൊരു താളമുണ്ട്. ചിലപ്പോൾ സന്തോഷം, പിന്നെ അതിനുശേഷം ദുഃഖം. ദിസ് ഓൾസോ ഷെൽ പാസ് ആണ്. ഇതും കടന്നു പോകും. സന്തോഷമാണെങ്കിലും കടന്നു പോകും, സന്താപമാണെന്നുണ്ടെങ്കിലും കടന്നു പോകും. അപ്പോൾ ആ ദുഃഖാവസ്ഥയിൽ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ്, ഹോപ്പ് അല്ലെങ്കിൽ ആശ എന്നുള്ളത്. വെളിയിലൊക്കെ ഹോപ്പ് ക്ലിനിക്സ് ഉണ്ട്. ഈ പീഡിയാട്രിക് ഓങ്കോളജിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ആശുപത്രിയുണ്ട് കാലിഫോർണിയയിൽ, സിറ്റി ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടർമാർ വരുന്നത് സ്റ്റെതസ്കോപ്പും കോട്ടും ഒന്നും ഇട്ടല്ല. വളരെ സാധാരണ രീതിയിലുള്ള ആൾക്കാരെ പോലെയാണ് ഡോക്ടർമാർ വരുന്നത്. അവരുടെ സുഹൃത്തുക്കളെ പോലെ പെരുമാറും.
ആശുപത്രിയുടെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ പാർക്ക് പോലെയാണ്, അരുവികൾ, ഫൗണ്ടൻസ്. അപ്പോൾ കുട്ടികൾക്ക് കീമോതെറാപ്പി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും വന്ന് കട്ടിലിൽ കിടക്കണ്ട, അവർക്ക് അവിടെയൊക്കെ പോയിരിക്കാം, കളിക്കാം. അവരുടെ റിസൾട്ട്സ് ബാക്കി ആശുപത്രികളിലെക്കാളും വളരെ ഉയർന്നാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരാൻ കാരണം ഉള്ളിൽ നിന്നുള്ള ആശയും നമ്മുടെ സാഹചര്യങ്ങളും രോഗിയുടെ മരുന്നിനോടുള്ള പ്രതികരണത്തിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു കാര്യത്തിനെക്കുറിച്ച് കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ താമസിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി വളരെയധികം പേര് എന്നെക്കാളും വളരെ പ്രശസ്തരായവരും വളരെയധികം കഴിവുറ്റ ആൾക്കാരും പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കൂട്ടായ്മയെക്കുറിച്ചും അല്ലെങ്കിൽ കണക്ടിവിറ്റിയെക്കുറിച്ചായിരുന്നു. അത് വേറൊരവസ്ഥയിലാണ്. അപ്പോൾ ആശയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഏത് രോഗാവസ്ഥ, ഇപ്പോൾ ക്യാൻസർ ആകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ കൈകാല് തളർന്നു കിടക്കുന്ന ആൾക്കാരാകട്ടെ, എന്തായാലും നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ആശയുടെ കിരണം നമ്മളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നമ്മളെ മുന്നോട്ട് നയിക്കും. അപ്പം അങ്ങനെ ആശയുടെ കിരണങ്ങൾ നിങ്ങളിലെല്ലാം ഇവിടെ ഇങ്ങനെ ഉദ്ദീപിച്ച ഡോക്ടർ പവിത്രനും അദ്ദേഹത്തിൻ്റെ ടീമിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. Thank you, sir. One of the highlights of today's formal function is the message that World Cancer Day has to communicate to everyone. I request Dr. D.K. Vijaykumar, sir, Professor and Head of the Amrita Center for Breast Diseases, to deliver the same. Respected members on the dais and my dear friends. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു മിക്സ്ചറായിരിക്കും, കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളത്തിലും. കാരണം എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. സോ എന്നോട് ക്യാൻസർ കെയർ വേൾഡ് ക്യാൻസർ ഡേയുടെ മെസ്സേജ് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് മാക്സിമം ഈ തീമിനെ പറ്റിയിട്ട് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പഠനം ചെയ്യാൻ ഒരു ആവശ്യമുണ്ട്. ക്ലോസ് ദ ക്യാൻസർ കെയർ ഗ്യാപ്പ്. നമുക്ക് ദാറ്റ് മീൻസ് ദർ ഈസ് എ ഗ്യാപ്പ് ഇൻ കെയർ. ക്യാൻസറിൻ്റെ ചികിത്സയിലും ക്യാൻസറിൻ്റെ കണ്ടുപിടുത്തത്തിലും ക്യാൻസറിൻ്റെ എല്ലാ വശത്തിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. ദർ ഈസ് എ ലോട്ട് ഓഫ് ഇനിക്വിറ്റീസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ഓഫ് ക്യാൻസർ. ദാറ്റ് ഈസ് എല്ലാവർക്കും ഒരേപോലെ ചികിത്സ കിട്ടുന്നില്ല, എല്ലാവരും വളരെ ലേറ്റായിട്ട് വരുന്നുണ്ട്, കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ, ഇതൊരു 3-year തീമാണ്. നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ചെയ്യുമ്പം ഈ ഡിഫറൻസസ് ഉള്ളതുകൊണ്ടാണ് കുറേ പേര് ക്യാൻസർ രോഗം കൊണ്ട് മരിച്ചു പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, എല്ലാവരും നേരത്തെ വരാൻ സാധിക്കുന്നില്ല. ട്രീറ്റ്മെൻറ്റിൻ്റെ സാമ്പത്തിക വശം കൊണ്ടാവാം, അല്ലാതെ അറിവില്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ അനാസ്ഥ കൊണ്ടാവാം. കുറേ കാരണങ്ങളുണ്ട് ഈ ക്യാൻസർ കെയറിന് ഒരു ഈക്വൽ എല്ലാവർക്കും കിട്ടാത്തത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു തീമിനെ പറ്റി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഫാക്ട്സ് അറിയണം. എന്തുവാണ് ഈ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള നമ്മളെ അറിവുകൾ. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2020 ഒരു 10 million ഡെത്ത്സ്, ഓൾമോസ്റ്റ് 10 million ഡെത്ത്സ് occurred due to cancer. That is the single largest cause of deaths in cancer. So ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മരണത്തിൻ്റെ കാരണം ക്യാൻസറാണ് ലോകത്തിലെ എല്ലാ ദിക്കിലും നോക്കിക്കഴിഞ്ഞാൽ. ഇതിൽ കുറേ കാരണങ്ങളുണ്ട് ഈ ഡെത്ത്സിനെ നമ്മൾ കൂടുതലാക്കുന്നത്. വൺ ഓഫ് ദിസ് അമിതവണ്ണം വരുന്നത്, അല്ലെങ്കിൽ പുകവലി, ചാരായം പോലെയുള്ള ദുശ്ശീലങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇനാക്ടിവിറ്റി, വളരെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അധികം കഴിക്കാത്തത്, ഇതെല്ലാം കുറച്ച് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സും ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരം ഇന്ത്യയിൽ ക്യാൻസർ വളരെ ഹൈ ആണെന്ന്. പക്ഷേ നമ്മൾ ആക്ച്വൽ നോക്കിക്കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യത്തിൽ ക്യാൻസറിൻ്റെ അളവ്, നമ്മൾ ഒരു ക്യാൻസറിൻ്റെ കണക്ക് പറയുമ്പം per 100,000 പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. സോ നോർമലി വി ഹാവ് ഒരു പാശ്ചാത്യ രാജ്യത്തിലൊക്കെ, ഹംഗറി, UK, US പോയാൽ 300 per 100,000 അതാണ് ക്യാൻസറിൻ്റെ റേറ്റ്. ഇന്ത്യയിലെ റേറ്റ് 100 താഴെ, 90 per 100,000 ഉള്ളൂ. സോ വി ആർ മച്ച് ലോവർ
ആസ് എ കൺട്രി നമ്മൾ അത്ര ഹൈ ഇൻസിഡൻസ് നേഷൻ അല്ല. പക്ഷേ നമ്മളെ പോപ്പുലേഷൻ ഇസ് വെരി ലാർജ്. നമുക്ക് ഓൾമോസ്റ്റ് ഇത്ര ലാർജ് പോപ്പുലേഷൻ ആയതുകൊണ്ട് അതിൽ നമുക്ക് നമ്പേഴ്സ് നോക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ ഇപ്പോൾ 2020 കണക്കെടുത്താൽ നമ്മൾ ഒരു വർഷത്തിൽ പുതിയ ക്യാൻസർ കേസസ് ഓൾമോസ്റ്റ് ഒരു 13 ലക്ഷം ഉണ്ട്. ഈ 13 ലക്ഷം ഒരു വലിയ നമ്പർ ആണെങ്കിലും അതിനേക്കാളും കൺസേൺ ഉള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 8 lakhs ഓൾമോസ്റ്റ് 60% 60% ആൾക്കാർ മരിക്കുന്നു ഈ അസുഖം കൊണ്ട്. നമ്മൾ അതേപോലെ ഇപ്പോൾ അമേരിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പോലെ ഒരു രോഗം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻസിഡൻസ് 90 per 100,000 ആണ്. നമ്മളിവിടെ 25 per 100,000 ഉള്ളൂ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ്. പക്ഷേ അവരെ 90 per 100,000 മരിക്കുന്ന എണ്ണം 12, ഒരു 15% പോലും മരിക്കുന്നില്ല ക്യാൻസർ കൊണ്ട്. നമ്മളെ 25 per 100,000 മരിക്കുന്ന എണ്ണം 13 ഓൾമോസ്റ്റ് 60% മരിക്കുന്നു ക്യാൻസർ കൊണ്ട്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻഇക്വാലിറ്റീസ്. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖം ആയാലും എത്രയോ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു വ്യത്യാസം കണ്ടുവരുന്നു. അതാണ് ഈ ക്ലോസ് ദ ക്യാൻസർ ഗ്യാപ്പ് നമ്മൾ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഗ്യാപ്പ് എങ്ങനെ നമ്മൾക്ക് കുറക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഏറ്റവും അധികം നോക്കുന്ന കാരണങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ഇവിടെ അധികം മരണങ്ങൾ സംഭവിക്കുന്നത്, പാശ്ചാത്യത്തിൽ അത്ര അധികം മരണം സംഭവിക്കുന്നില്ല ക്യാൻസർ കൊണ്ട്. ആൻഡ് വൺ ഓഫ് ദ തിങ്സ് വി ഫൈൻഡ് ഇസ് വെൻ വി ലുക്ക് അറ്റ് നമ്മളെ അടുത്ത് വരുന്ന ക്യാൻസർ കേസസിൻ്റെ എണ്ണ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്യാൻസർ ഓരോ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ക്യാൻസേഴ്സ് ഹു കം ഇൻ ഏർലി സ്റ്റേജ്, നമ്മൾ ഒരു ഏർലി സ്റ്റേജിൽ വരുന്ന ക്യാൻസർ ഇസ് ഹാർഡ്ലി 30%. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പോലെ എടുത്താൽ ഒരു 30% ഏർലി സ്റ്റേജിൽ വരുന്നുള്ളൂ. വേറെസ് കുറേ അധികം ക്യാൻസറിൽ 10%, 20% ഉള്ളൂ. വേറെസ് ഇൻ മെജോറിറ്റി ഓഫ് ദ അതർ കൺട്രീസ് ഒരു 60-70% ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കും. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ, ക്യൂർ ചെയ്യേണ്ട സാധ്യത കൂടി പോകുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കും? നമുക്ക് മാറ്റിയെടുക്കുന്നത് ഇതിനെയാണ് നമുക്ക് സെക്കൻഡ് മെയിൻ തീം ഈ ഈ യുണൈറ്റിംഗ് അവർ വോയിസസ്. ദാറ്റ് മീൻസ് നമ്മളെല്ലാവരും കൂടി ഒരുമിക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പം ചേർന്നിരിക്കുന്ന കുറേ കൂട്ടായ്മകളുണ്ട്. ക്യാൻസർവ് ഉണ്ട്, ക്യാൻ ക്യൂർ ഫൗണ്ടേഷൻ ഉണ്ട്, റോട്ടറി ഉണ്ട്, ഹോപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്, ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഉണ്ട്. ഇവരെല്ലാവരും നമ്മൾ അമൃത ഹോസ്പിറ്റലിലും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പം നമുക്ക് എല്ലാവരും കോൺട്രിബ്യൂട്ട്സ്. ഇപ്പം ക്യാൻ ക്യൂറും റോട്ടറിയും ബട്ടർഫ്ലൈയും ഇവരെല്ലാവരും കുറേ പേഷ്യൻസിന് ഫ്രീ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പോലെ ഒരു രോഗത്തിന്, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ, അല്ലെങ്കിൽ വേറെ ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സിന് എല്ലാവരും പേഷ്യൻസിനെ സഹായിക്കുന്നു. കാരണം സാമ്പത്തിക വശം ഒരു വലിയ ഘടകമാണ് ഇതിൻ്റെ അകത്ത്. ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ട്രീറ്റ്മെൻറ്റ് എന്തുകൊണ്ട് വൈകിക്കുന്നു, കാരണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഇതില്ല. പക്ഷേ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു അറിവ് ആക്ച്വലി കുറേ പേർക്ക് ഇല്ല. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇങ്ങനത്തെ ഫണ്ടിങ് സോഴ്സസ് ഉണ്ട്, നമ്മളെ നാട്ടിലും ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് ക്യാൻസറിൻ്റെ അളവ് കുറക്കണമെങ്കിൽ തന്നെ കുറേ കാരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ടൊബാക്കോ കുറക്കാം, ബോഡി വെയിറ്റ് നമ്മൾ കുറക്കാൻ നോക്കണം, ഹെൽത്തി ഡയറ്റ് കഴിക്കണം, നമ്മൾ കുറേ ദുശ്ശീലങ്ങൾ കുറക്കാൻ നോക്കണം, പുകവലി, ചാരായം പോലെ ദുശ്ശീലങ്ങൾ. പിന്നെ ഈ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ ഏറ്റവും കോമൺ ഒരു 30% ഓഫ് ദ ക്യാൻസേഴ്സ് സംഭവിക്കുന്ന കുറച്ച് ഇൻഫെക്ഷൻസ് കൊണ്ടാണ്. വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. HPV പോലെ ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്, കാർസിനോമ സെർവിക്സ്, അല്ലെങ്കിൽ ഓറോഫാരഞ്ചൽ ക്യാൻസർ, നമ്മളെ തൊണ്ടയിലുള്ള ക്യാൻസേഴ്സ്. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് കൊണ്ട് വരുന്ന ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ. ഇതൊരു 30% ക്യാൻസേഴ്സ് ഇതുകൊണ്ട് തന്നെ വരുന്നത്. ഇതെല്ലാം ഓൾമോസ്റ്റ് 90 to 100% പ്രിവെൻറ്റബിൾ ആണ്. ഒരു വാക്സിൻ കൊണ്ട് നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ സാധിക്കുന്നൊരു ഇതാണ്. ഇതിനെപ്പറ്റിയുള്ള അറിവ് ആൾക്കാരെ തന്നെ എത്തിക്കാനും ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ രോഗത്തിൽ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതിനെപ്പറ്റി ഈ അറിവ് ആൾക്കാരെ തമ്മിൽ എത്തിക്കാൻ. അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഇങ്ങനത്തെ പോലെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് പോലെയുള്ള വെരി പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ഹു ക്യാൻ ക്യാരി ദിസ് മെസ്സേജ്. കാരണം അവർ പറഞ്ഞ ആൾക്കാർ കേൾക്കും. സോ അത് കേട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചികിത്സ പോസിബിൾ ആണ്. നേരത്തെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യണം. അതേപോലെ നമുക്ക് ചികിത്സിക്കാൻ സഹായിക്കാൻ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ മെസ്സേജ് നമുക്ക് എത്തിക്കാൻ എല്ലാ പേഴ്സണാലിറ്റീസും കൂടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഡിസീസിൻ്റെ മേലെ നമുക്കൊരു വിജയം നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. ഈ ക്യാൻസർ ദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കണം ക്യാൻസർ ഒരു രോഗമാണെങ്കിലും നമുക്ക് കുറേയേറെ 70 to 80% നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക, നമ്മളതിനെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുക. ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ അതിനെ സഹായിക്കാനുള്ള കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണം. ഇപ്പോൾ ആ സ്റ്റിഗ്മ നമ്മുടെ നാട്ടിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ആൾക്കാർ
പറയാൻ മടിക്കും. നമുക്ക് ക്യാൻസർ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ബി പി ഉണ്ട്, ഷുഗർ ഉണ്ട് പറയാൻ ആർക്കും മടിയില്ല. പക്ഷേ ക്യാൻസർ ആയിരുന്നു എന്ന് പറയാൻ ഇപ്പോൾ ഒരു സ്റ്റിഗ്മ ഉണ്ട്. അയ്യോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ കല്യാണം നടക്കില്ല, എൻ്റെ കുട്ടികളെ പഠിത്തം ബാധിക്കും. ഇങ്ങനത്തെ കുറേ ചിന്ത മനസ്സിൽ വരുന്നതുകൊണ്ട് ആൾക്കാർ പുറത്ത് വരില്ല. എത്രയോ പേര് എനിക്കറിയാം, ഞാനിപ്പം ട്രീറ്റ് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസേഴ്സ് രോഗങ്ങൾ ഡിലേ ചെയ്യും. കാരണം എൻ്റെ മോൻ്റെ പരീക്ഷയായിരുന്നു, 10ാം ക്ലാസ് ആയിരുന്നു, 12ാം ക്ലാസ് ആയിരുന്നു, മോളെ കല്യാണമാണ്. അതുകൊണ്ട് 1 വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്യും, എന്നിട്ടേ വരുള്ളൂ മുന്നോട്ട്. പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ സുഖമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ. ഓൾമോസ്റ്റ് 90% നമുക്കിപ്പം ക്യൂർ ചെയ്യാൻ പറ്റും ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ. അപ്പോൾ അത് ആ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ പകുതി നമുക്ക് ഈ ഒരു അസുഖത്തിൽ വിജയം കിട്ടാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. There appears to be no better way to communicate with the masses than through the media. We are fortunate to have among us 2 prominent personalities whose works need no introduction, as we are all familiar with them on the screens of our televisions, Shri Tini Tom and Shri Setu. I request our chief guests of honor, along with everyone seated on the dais, to lead everyone in the inaugural lighting of the lamp ceremony. Lord.
Sri Tini Tom is an actor, comedian, and mimicry artist. He started his career as an impressionist and has worked with famous troupes such as Seven Arts, Cochin Guinness, and Kalabhavan, which saw him going places. He made his big screen debut with Pancha Pandavar in 1998 and has starred in other famous movies such as Pranjiyettan and the Saint, Indian Rupee, Annan Thambi, E Pattanathil Bhudam, and many more. He has also hosted a number of reality comedy programs on Malayalam television, including Comedy Masters on Amrita TV, Veendum Chila Veeta Visheshangal on Asianet television, and Savari Girigiri on Surya TV. It is with great honor that I invite you, sir, to deliver the inaugural address. Thank you. മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? അത് ആദ്യം വന്നപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. രണ്ട് ഭാഷയിലും സംസാരിക്കുന്നുണ്ട്, ചിലപ്പോൾ രണ്ട് ലാംഗ്വേജിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. എൻ്റെ ഇംഗ്ലീഷ് ലണ്ടൻ ഇംഗ്ലീഷാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. വേദിയിരിക്കുന്ന അത്യന്തരായ ബഹുമാന്യരെ പ്രോട്ടോക്കോൾ തെറ്റിക്കുന്നതല്ല, ഞാൻ പ്രോട്ടോക്കോൾ തെറ്റിക്കാത്തവനാണ് കണ്ട മാസ്ക് വെച്ച് വന്നത്. ഇവിടെ പലരും തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഷയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. കാരണം ഇതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ തന്നെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ 3 പേര് ജപ്പാനിൽ നിന്നുള്ള കുട്ടികളാണ്, ഇൻ്റർനാഷണൽ സ്കൂളാണ്. 4 പേര് കൊറിയയിൽ നിന്നുണ്ട്, 3-4 പേര് ആഫ്രിക്കയിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഒരാളാണ്, അത് നോർത്ത് ഇന്ത്യനാണ്. എന്നെ കണ്ടിട്ടൊന്നും അവർക്ക് മനസ്സിലായില്ല. എന്നെ എന്തിനാണ് ക്ഷണിച്ചതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അന്ന് വേദിയിലുണ്ടായിരുന്ന KV തോമസ് മാഷൊക്കെയാണ്, അദ്ദേഹം പ്രൊഫസറാണ്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, എനിക്ക് പറ്റുകയൊക്കെ ചെയ്യും, വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ എൻ്റെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ മലയാളത്തിൽ തന്നെ പറയാം, മനസ്സിലായില്ലെങ്കിൽ അപ്പം നിർത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 4 പേജ് വന്നിട്ട് പറഞ്ഞു ഇതങ്ങോട്ട് നോക്കി വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ബൈഹാർട്ടായിട്ട് പരീക്ഷ പോലും പോകാറില്ല, മനസ്സിൽ ഏകദേശം ഒരു കഥ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 പേജിൽ ആദ്യത്തെ പേജ് വായിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു, രണ്ടാമത്തെ പേജ് ആയപ്പോൾ കുറച്ച് ഇറിറ്റേറ്റഡായി, മൂന്നാമത്തെ പേജ് ആയപ്പോഴേക്കും ജപ്പാനിൽ നിന്നുള്ള 3 കുട്ടികൾ ഇറങ്ങിപ്പോയി, 4ാമത്തെ പേജ് ആയപ്പോഴേക്കും ഇന്ത്യക്കാരൻ വരെ ഇറങ്ങിപ്പോയി. സംഭവം വേറൊന്നുമില്ല, ആദ്യത്തെ പേജിൻ്റെ ഫോട്ടോസ്റ്റാറ്റായിരുന്നു, മറ്റു 3 സെറോക്സ് കോപ്പി ആയിരുന്നു എൻ്റെ. അപ്പോൾ എനിക്ക് കാണാപ്പാടം പഠിച്ചോ അല്ലെങ്കിൽ ഈ പ്രിൻ്റഡ് മെറ്റീരിയൽ പറയുന്നതിൽ താല്പര്യമില്ല. അവിടുത്തെ അവസ്ഥകൾ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കാറ്. യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയാണ് ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. വാരഫലമാണ് വായിച്ചത്, അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും കേട്ടോ. അമ്മക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് വരാൻ ഇഷ്ടമില്ലാത്ത സ്ഥലമാണിത്, വേറൊന്നും വിചാരിക്കരുത്, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ പിറ്റേ ദിവസം തന്നെ രഹനാജി സന്യാസിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമൃതയിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. എനിക്കൊരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു, പക്ഷേ എനിക്ക് ഒരുപാട് ബന്ധമുണ്ട് അമൃതയായിട്ട്, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഓടി തൊടുപുഴയിൽ എത്തണം, ഇന്നവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് നേരത്തെ ഏറ്റിട്ടുള്ളതാണ്. പിന്നെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വന്ന പോലെയാണ്, എല്ലാവരും മൂകതയായിരിക്കും, സീരിയസ് ആയിരിക്കും. അത് ഒരു എൻ്റർടൈനറായി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഇവിടെ ഇരിക്കുമ്പോൾ ഇവരുടെ അവയർനെസ് കൊടുക്കുമ്പോൾ ക്യാൻസർ വരുന്നു, ഇത്ര പേര് മരിക്കും ഇതെന്ന് പറഞ്ഞിട്ട് നമ്മളാകെ മൂഡ് ഓഫായി പോകും. കാരണം ഇതിനെ ഏറ്റവും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒന്ന് എൻ്റെ ഗ്രാൻഡ് മദർ ക്യാൻസർ രോഗിയായിരുന്നു, എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ ബ്രസ്റ്റ് ക്യാൻസറാണ്, ഇപ്പോൾ സർവൈവ് ആയിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ ഫാദറിന് ക്യാൻസറായിരുന്നു, 1.5 വർഷത്തോളം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കോവിഡിന് മുമ്പായിരുന്നു, അന്ന് മാസ്ക് വെച്ചിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ സാറ് പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് വാക്കാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, 90% ഇത് ക്യൂർ ആവാൻ പറ്റുമെന്ന്. അത് ഞാൻ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ വേറൊരു അസുഖം വന്നിട്ടാണ് എൻ്റെ ഫാദർ മരിച്ചത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ രസകരമായൊരു സംഭവം ഉണ്ടായി. ഒന്ന്, ആദ്യം തന്നെ മരുന്ന് തന്ന കൂട്ടത്തിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു പുസ്തകം കൂടിയാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് അഭിമാനം തോന്നി, ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തിൻ്റെ, ഒരു ചിരിപ്പിക്കുന്ന ഒരാളുടെ പുസ്തകം മരുന്നായിട്ട് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ ഫാദർ ഇന്നസെൻ്റ് ഏട്ടൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ചിരി, അതിൻ്റെ ഒരു ഡോക്ടറാണ് ഞാനും. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടായ രസം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് ആരോ കണ്ടിട്ട് എന്നെ വിളിച്ചു, ഓണമായപ്പോൾ എന്നെ വിളിച്ചു, ടിനി ഞാൻ ഇന്ന പത്രത്തിൽ നിന്നാണ്. എന്താണ്? അല്ല നമ്മളൊരു റൈറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇന്നസെൻ്റ് ഏട്ടനെയും ടിനീനെയും വെച്ച്. ഞാൻ പറഞ്ഞു എന്താണ് അത്? നിങ്ങൾക്ക് ഞാൻ എന്താണ്? അല്ല നിങ്ങൾക്ക് ക്യാൻസർ അല്ലേ? ആ സമയത്ത് ഞാൻ കുറച്ച് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, താടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ രോഗബാധിതനാണ്. എനിക്ക് അറിയാവുന്ന ചില ഭാഷകളിൽ ചീത്ത വിളിച്ച്, നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വിളിക്കുന്നത്, നിങ്ങൾക്ക് കച്ചവടമാണിത്,
ഇതെൻ്റെ ജീവിതമാണ്. ഇവിടെ ഇപ്പോൾ ക്യാൻസർ വന്നാൽ പറയാറുണ്ട് കാശും പോവും ആൾ പോകുന്നു. എനിക്ക് കാശും പോയിട്ടില്ല, കാശ് പോയിട്ടുണ്ട്. പക്ഷെ മാക്സിമം എനിക്ക് അമൃതയിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ മാത്രം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ആളെയും കിട്ടി. ഫാദർ ഫുൾ മദ്യപാനായിരുന്നു, അതിന് ശേഷം പുള്ളി അടിക്കുമായിരുന്നു. അപ്പോൾ ഇത് കുടിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അടിക്കുന്നവർ അടിക്കുന്നത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടിച്ചിട്ട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ഇനി നിങ്ങളും നിർത്തിക്കൂടെ ഇത്. പുള്ളി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ധീരനായിട്ടുള്ളൊരു പോരാളിയായിരുന്നു. ജീവിതത്തെ ഒരിക്കലും പേടിച്ചിട്ടില്ല. എന്തായാലും പുള്ളി പറയുന്ന വാക്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്തായാലും ഒരു ദിവസം മരിക്കും, രോഗം വന്നാലും മരിക്കും, രോഗം വന്നില്ലെങ്കിലും മരിക്കും. പിന്നെ എന്തിനീ പേടിച്ച് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതം ഓരോ ദിവസം, ചിലപ്പോൾ ഞാൻ പറയുന്നത് റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും, ഓരോ ദിവസവും ആഘോഷിക്കുക എന്ന് വിചാരിച്ച് വെള്ളം അടിച്ച് വലിച്ച് അതല്ല കേട്ടോ ഞാൻ പറയണത്. ഈ നിമിഷം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തരുന്ന ഏറ്റവും വലിയൊരു ഇതാണ് നിങ്ങൾ സന്തോഷിക്കുക. അതിന് ഏറ്റവും നല്ലൊരു ഉപാധി എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ കാണുക. ഈ സച്ചി സേതു എന്ന് പറയുന്ന 2 പേരായിരുന്നു മലയാള സിനിമയിൽ വന്നത്. സേതുവിൻ്റെ കഥയിലൂടെയാണ് ഞാൻ പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞു, അത് എഴുതിയത് അദ്ദേഹമാണ്. ഇത് വിക്കിപീഡിയ എന്നാണ് വായിച്ചത് കേട്ടോ. ഒരിക്കലും വാട്സപ്പിനെയും വിക്കിപീഡിയനെയും വിശ്വസിക്കരുത്. ഇതിപ്പോൾ വിശ്വസിച്ചോ, വാട്സപ്പിലൂടെയുള്ള മെഡിസിൻ, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷനാണ് നമ്മുടെ രോഗത്തിന് ഏറ്റവും പ്രധാന കാരണം. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ചികിത്സിക്കുക, ഒരു ഡോക്ടറെ പോയി കാണില്ല. ഞാനിപ്പോൾ പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് പാലിക്കുന്ന ആളാണ്. കോവിഡ് വന്നതിന് ശേഷം ഈ മാസ്ക് വെക്കും കൃത്യമായിട്ട് എല്ലാം. എനിക്ക് 3 തവണ കോവിഡ് വന്നു. കാരണം എന്താണെന്ന് വെച്ചപ്പോഴെനിക്ക് മനസ്സിലായി. ഞാൻ ഡോക്ടറെ ഇതെന്താ എനിക്ക് മാത്രം വന്നത്? RT-PCR 64 ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ചാനലിൽ പോകണമെങ്കിൽ ഏഷ്യാനെറ്റിൽ എൻട്രി വേണമെങ്കിൽ 64 പ്രാവശ്യം മൂക്കിൽ ഇട്ടിട്ടുള്ളത്. എൻ്റെ മൂക്കൊക്കെ ലൂസായി ഇട്ടിട്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നം, ഇതിൽ നിന്നാണ് പിടിക്കുന്നത്. ഇപ്പം ഞാൻ എന്ത് പ്രൊട്ടക്ഷൻ എടുത്തിട്ടും കാര്യമില്ല, മാസ്ക് വെച്ചത് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ചാനലിൽ പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്കിൽ നിന്നാണ്. അങ്ങനെ സ്വന്തമായിട്ടൊരു മൈക്ക് മേടിച്ചു. ഈ ചെത്തുകാരൊക്കെ കത്തി കൊണ്ട് കിടക്കുന്ന പോലെ ഞാനിത് കൊണ്ടു കിടക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് മാറ്റ് മൈക്കോ, എൻ്റെ മൈക്കോ എന്ന് പറയാൻ പറ്റില്ല. വരാനുള്ളത് വരും എന്നുള്ളത് ഞാനത് ആഘോഷമായിട്ട് എടുത്തിരിക്കുകയായിരുന്നു. 3 പ്രാവശ്യം വന്നപ്പോഴും അതിനതിജീവിച്ചു. യഥാർത്ഥത്തിൽ കോവിഡിനെ ഇപ്പോഴും കിതപ്പുണ്ട് സംസാരിക്കുമ്പോൾ, അത് ഞാൻ മാറ്റിക്കൊണ്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളപ്പൊക്കത്തിന് പൂർണ്ണമായിട്ട് ആവാഹിച്ചവനാണ് ഞാൻ. പൂർണ്ണമായിട്ട് എൻ്റെ കുടുംബം തകർന്നു പോയത്. ഫുള്ള് എൻ്റെ വാഹനം പോയി. അവിടെ നിന്ന് 0 നിന്നും വീണ്ടും തുടങ്ങി. ഞാനാരും ഉപദ്രവിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ നമ്മുടെ സന്തോഷം. നമ്മൾ ആരും ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ സന്തോഷമായിട്ട് ഈ രോഗങ്ങളെ നേരിടുക എന്ന് പറയാനുള്ളൂ. പിന്നെ കത്തി വെക്കാത്തൊരു വൈദ്യൻ മുകളിലിരിപ്പുണ്ട്, അൾട്ടിമേറ്റ് ഗോഡ് എന്ന് പറയുന്നത്. അതിൽ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് ഭയന്ന് ജീവിക്കാതെ ഓരോ ദിവസം നല്ല സിനിമകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ നല്ല ചിരിയുടെ കാര്യങ്ങൾ കണ്ടിട്ടോ നിങ്ങളുടെ ജീവിതം ആഘോഷമാക്കുക. റൂൾസ് ബ്രേക്ക് ചെയ്യാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഞാനത് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. രോഗിയല്ല അനുഭവിക്കുന്നത്, രോഗിയുടെ കൂടെ നിൽക്കുന്നവരാണ്. രോഗി എൻ്റെ അപ്പൻ ആഘോഷമായിരുന്നു, എൻ്റെ അമ്മയാണ് അനുഭവിച്ചത്. അപ്പന് കൂളായിട്ട് ഇവിടെയൊക്കെ കുഴലൊക്കെ വെച്ച് നടക്കുമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ലൈഫ് എന്താണെന്ന് അറിയുന്നത്. പക്ഷേ എൻ്റെ അപ്പൻ്റെ ഒരു പുസ്തകമാണ് ഞാൻ എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബൈപ്പാസ് സർജറി ചെയ്തു. അപ്പോഴും കൂളായിട്ട് എൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, സർജറിക്ക് പോകുമ്പോൾ തട്ടിപ്പോയാൽ താടിയൊന്ന് വടിച്ച് കളയണ, കാരണം ഈ നരച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് എന്തും മനുഷ്യനാണ്. ഞാൻ ഇതുപോലെ ധീരതയുള്ള ഒരാളെ കണ്ടല്ലോ തിലകൻ ചേട്ടനാണ്. ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുമ്പോൾ 12 ഗുളികയൊക്കെയാണ് ഒറ്റയടിക്ക് കഴിക്കുന്നത്, കപ്പൽ തീരണമല്ല. അപ്പോൾ എനിക്ക് പനി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് താൻ തളർന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു പനി വന്നിട്ട് നാണക്കേട് അല്ല, ക്യാൻസറോ ഹാർട്ട് അറ്റാക്കും എന്നൊക്കെ പറയടോ, ഞാനൊക്കെ അങ്ങനെയല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ഇതുപോലുള്ള അവയർനെസ് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് വിക്കിപീഡിയ എന്ന് വായിക്കരുത് കേട്ടോ മോനെന്തി. വാട്സപ്പും വിക്കിപീഡിയയും ഒരിക്കലും വിശ്വസിക്കരുത്. അപ്പം വിക്കിപീഡിയയിൽ എഴുതി പകർത്തരുത് കേട്ടോ. സംഭവം ഇപ്പം അത് കറക്റ്റാണ്. ഒരു സ്ഥലത്ത് നിന്നപ്പോൾ, കാരണം ഇവരെ ഞാൻ കുറ്റം പറയണല്ലോ കേട്ടോ, ഇവരാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത്. കാരണം ഓരോരുത്തരെ ഏറ്റവും അവരുടെ പ്ലസ് പോയിൻറ്റ്സ് മാത്രം പറയുന്നത്, നമ്മുടെ നെഗറ്റീവ് ഒന്നും പറയില്ല. ഏറ്റവും മികച്ച നടനായിട്ടുള്ള എൻ്റെ ഒരു ബ്ലാക്ക് ഇതും പറയില്ല. ഞാൻ ഒരു സ്ഥലത്ത് മസ്കറ്റിൽ ഇതുപോലെ പരിപാടിക്ക് വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്വാഗത പ്രസംഗൻ പറയുകയാണ്, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത് കലാഭവമണിയാണ്, അതിനുശേഷം കൽപ്പന ചേച്ചിയായിരുന്നു, ഇത്തവണ ടിനി ടോമാണെന്ന്. പുള്ളി തെറ്റൊന്നും ചെയ്തില്ല, അവിടെ വന്ന ആൾക്കാരുടെ പേരാണ് പറഞ്ഞത്. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ കറക്റ്റ് ഇൻഫോർമേഷനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ ഇരുന്നു അതുപോലെ പോയി ഞാൻ. അപ്പോൾ നിങ്ങൾ ചിരിക്കുക. ഈ ചിരിയാണ് നമ്മുടെ എല്ലാ രോഗങ്ങളും എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ പറ്റുന്നത്. മാക്സിമം നിങ്ങൾ സന്തോഷം അന്വേഷിച്ചു പോവുക. സാറിന് പറയണത് കേൾക്കണമെന്ന് കേൾക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവയർനെസ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ
ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയമായിരുന്നു. കാരണം എന്ത് ഞാൻ പറയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ചിരിയല്ലാതെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് വേദനകളുണ്ട്. എൻ്റെ ഫാദർ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക. കാരണം ഇനി ഏത് ജന്മത്തിൽ എൻ്റെ പിതാവിനെ കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സൗണ്ട് സിസ്റ്റം വെച്ച ഒരാൾ മതിലിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇയാളെ ഞാൻ പിടിച്ചിറക്കണ്ട, അല്ലെങ്കിൽ അയാളെ മരിക്കും. ഒരാവശ്യമില്ലാണ്ട് സ്പീക്കർ മുകളിൽ കയറ്റാൻ പോയപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കരയാണോ ചിരിക്കുകയാണോ എന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. ഞാൻ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് വിഷമങ്ങളും വരും നമ്മൾ കുറച്ച് പേരെ അല്ലാതെ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ ക്യാൻസറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പലർക്കും മടിയാണ്. അതും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളാരും ഉപദ്രവിച്ചിട്ടുമില്ല, ആരും കൊലപാതകം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ ജീവിക്കുന്ന ഒരു നാടാണിത്. നല്ല മനുഷ്യനാണെന്ന് പേരെടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. നല്ല മന്ത്രിയാണെന്നോ നല്ല നടനാണെന്നൊന്നും പേരെടുത്തിട്ട് കാര്യമില്ല. നല്ല മനുഷ്യനാണെന്ന് നമുക്ക് പേരെടുക്കാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ സക്സസ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നല്ല മനുഷ്യരാവാൻ, പ്രത്യേകിച്ച് കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ സക്സസ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഒരിക്കലും വിജയിക്കില്ല. നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് പതുക്കെയാണ്. ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ജീവിതത്തിൽ ഞാൻ ഡിപ്രസ്ഡ് ആവാറുണ്ട്. ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. കോമഡി ഉത്സവം നിങ്ങൾ കാണാറില്ലേ? അതിൽ ഫുൾ ഡിപ്രഷനാണ് കാലത്ത് മുതൽ വൈകിട്ട് വരെ. നിങ്ങൾ കാണുന്നത് 1 മണിക്കൂർ 2 മണിക്കൂറാണ് ഞാൻ കാലത്ത് മുതൽ കാണുകാറ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ കലയുടെ ഒരു അംശം നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. എല്ലാവർക്കും ഒരു ടാലൻറ്റോ ഉണ്ടോ. നിങ്ങൾ സൂപ്പർ സ്റ്റാർസോ ടി വിയിലെ താരങ്ങളോ സിനിമാ നടന്മാരോ അവനല്ല. വരയ്ക്കാനോ പ്രസംഗിക്കാനോ കഴിവുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക. അത് വേറൊരു എനർജി ഉണ്ടാക്കും. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കിതേ പറയാനുള്ളൂ. കാരണം ഇന്ന് ഒരു കുടുംബത്തിൽ 1-2 കുട്ടികളൊക്കെ ഉള്ളൂ. മോളുടെ വീട്ടിൽ എത്ര മക്കളാണ്? 3? ആ, നല്ല പ്രൊഡക്ഷൻ കമ്പനി അത്. കുഴപ്പമില്ല. അല്ല, എനിക്കൊക്കെ ഒരു മോനുള്ളേ. ആ മൂഡ് ഓഫ് ആയിട്ടിരിക്കണ മോനെ വീട്ടിൽ എത്ര പേരുണ്ട്? മാസ്ക് ഒന്ന് മാറ്റി മുഖം ഒന്ന് കാണട്ടെ. ഞാനിവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക കൊറോണയായിട്ട്. എത്ര? 2. അപ്പോൾ ഞാൻ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത് വളരെ ജനകീയമായ സിനിമ. 4 മക്കളാണ്. അപ്പോൾ ഇതുപോലൊരു ഹോസ്പിറ്റൽ എവിടെയെന്ന് പറഞ്ഞാൽ അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീ പറഞ്ഞു, സിനിമയൊന്നും കാണാറില്ല, പക്ഷേ ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സിനിമ കാണുന്ന പാപമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാപമൊന്നുമില്ല, അത് ഞങ്ങളൊക്കെ വന്നാൽ പിന്നെ നരകത്തിലല്ലേ പോകുള്ളൂ. സേതുവിനെയൊക്കെ ചുട്ടിരിക്കും. അത്ര സിനിമകൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞ ആ സിനിമ കണ്ടിട്ടുണ്ട്. മോന് 4 മക്കളാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് അഭിനയമാണ്. അഭിനയം അങ്ങനെയാണെങ്കിൽ ഒറിജിനലായിട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു. എനിക്ക് ആകെ ഒരു കുഞ്ഞുള്ളൂ. അപ്പോൾ ഈ വീടുകളെന്ന് പറയുന്നത് 1 or 2. അപ്പുറത്തെ കുട്ടി നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? എത്ര? 3. ഇത് നല്ല ഏറ്റവും കൂടുതൽ നടക്കുന്ന അമൃതയിലാണെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൽ? അല്ല, ഞാൻ പറഞ്ഞത് അത് ഭാഗ്യമാണ്, അത് ബ്ലസ്ഡാണ്. നമുക്ക് സിബ്ലിങ്സ് ഉണ്ടാവുക, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുക. ഒരു കുഞ്ഞിനെ കിട്ടാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഭാഗ്യമാണ്. അവരുടെ ഈ 3 പിള്ളേരിൽ ഒരു ടാലൻ്റ് ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അത് ഡെവലപ്പ് ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന രോഗികളുണ്ടെങ്കിൽ അവരൊരു ടാലൻ്റ് ഉണ്ടാവും. ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ അവിടെ കാണാറുണ്ട് നമ്മുടെ കോമഡി ഉത്സവത്തിൽ ആസ്വദിക്കാൻ പറ്റാത്തവർ, എന്താണെന്ന് ചെയ്യുന്നതെന്നോ എന്താണ് കാണുമ്പോൾ ആസ്വദിക്കാൻ പറ്റാത്തവർ, ഒരു സ്ഥലം കാണുമ്പോൾ ആസ്വദിക്കാൻ പറ്റാത്തവർ. ഏറ്റവും വലിയ ഞാൻ ഭീകരമായിട്ടുള്ള കണ്ട ഈ ഡിംനേഷ്യ, അല്ലെങ്കിൽ ഈ ഓർമ്മകൾ നഷ്ടപ്പെടുന്നത്. ഇന്നലെ ഞാൻ എന്തായിരുന്നു സ്പൂണിങ്ങനെ വായിൽ വെക്കുന്ന നേരത്ത് ഈ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നത്. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള തന്നതിന് നന്ദി പറയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നിന്ന് പിടിച്ചു പറിക്കാനുള്ളതല്ല. എനിക്ക് അത് വേണം ഇത് വേണമെന്നല്ല. ഇന്ന് എനിക്ക് ജീവിതം തന്നല്ലോ, അതിന് താങ്ക്സ് പറയുക എന്നുള്ളതാണ് പ്രയർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ എനിക്ക് നാളെ മറ്റത് വേണം, നാളെ ഇതിൽ ഹിറ്റാവണം, എനിക്ക് സൂപ്പർ സ്റ്റാർ ആവണം. ഞാൻ പറഞ്ഞു ഞാൻ അമിതാഭ് ബച്ചൻ്റെ അത്ര ആയില്ലല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞാൽ എന്നും ഡിപ്രസ്ഡായിട്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഉള്ളതിൽ സന്തോഷിക്കുക എന്ന് മാത്രം ഒരു ചെറിയ വാക്ക്. ചിരിക്കുക, ചിരിപ്പിക്കുക, അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാമെന്ന് പറയാനുള്ള ടൈം സാധാരണ പറഞ്ഞു വീണ്ടും നമുക്ക് കാണാമെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ 1.5 വർഷം ഇവിടെ കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. എൻ്റെ മാതാവും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ. കാരണം കൂടെ നിൽക്കുന്ന രോഗികളുടെ കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും അനുഭവിക്കുന്നതും. അപ്പോൾ അതൊന്നും ഇപ്പോൾ തന്നത് ദൈവത്തിന് നന്ദി, ഇനി തരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. അപ്പോൾ വീണ്ടും കാണാം. വളരെ സന്തോഷമുണ്ട്. ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞതിനൊന്നും ഞാൻ ഇത് പറഞ്ഞല്ല കേട്ടോ. അല്ല, ചാരായം കുടിക്കരുത് മറ്റു അതൊക്കെ കറക്റ്റ് തന്നെയാണ്, അതിൽ യാതൊരു സംശയം. ചാരായമൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി സാറേ. ഇപ്പം വേറെ സാധനമാണ് എന്ന് പറയും, അറിയൂല. പിള്ളേരുടെ വായിൽ പേപ്പർ, നീ ഇത്രയും പ്രായമായിട്ട് വായിൽ പേപ്പർ എന്താണെന്ന് ചോദിക്കും. വേറെ ഒന്നുമല്ല, സ്റ്റാമ്പ് എന്ന് പറഞ്ഞ സാധനമാണ് സാറേ. അപ്പോൾ അതുപോലത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ചുറ്റും മയക്കുമരുന്നും ഏറ്റവും കൂടുതൽ ഡ്രഗിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് കൊച്ചിയാണ്, പ്രത്യേകിച്ച് എടപ്പള്ളി
ഈ കാക്കനാട് ഏരിയയിൽ. ഞാനിതിനെതിരെ കേരള പോലീസിൻ്റെ യോദ്ധാവ് എന്ന് പറയുന്ന അംബാസഡറാണ് ഞാൻ, മയക്കുമരുന്നിനെതിരെ പ്രസംഗിക്കുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ എന്ന് പറഞ്ഞത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇതിൻ്റെ ഡീലറാണ്, മിണ്ടാണ്ടിരിക്കുന്നത്. പറയാൻ പറ്റില്ല ഇവിടെ എനിക്ക് ശത്രുക്കളുണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എയർലാവും അല്ലെങ്കിൽ വയറിലാവും. നിങ്ങൾക്കറിയാമല്ലോ. ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അനൂപ് മേനോൻ പുറത്തരാജ് എന്ന് പറഞ്ഞിട്ട് ആ ബെൽറ്റും പൊളിഞ്ഞ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഒന്നിലിടരുത് കേട്ടോ. കാരണം പിന്നെ ഇതിനും ഞാൻ തിരിച്ച് ചീത്ത വിളിക്കാൻ നടക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഭയക്കാതെ, കാരണം ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ജീവിതത്തിനെ ഭയമില്ല, ഒരാളെ പേടിയില്ല. അതിനെല്ലാം പ്രാപ്തനാക്കിയത് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഫേസ് ചെയ്ത രോഗങ്ങളും ഞാൻ എടുത്ത സ്ട്രഗിളും എൻ്റെ ലൈഫിൻ്റെ സ്ട്രഗിളും തന്നെയാണ്. പക്ഷെ ഞാൻ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഉപദ്രവിക്കാറില്ല, ആരും വേദനിപ്പിക്കാറില്ല. ഇത് അബദ്ധത്തിന് പറഞ്ഞ വേദമാണ്. അത് കയറി അങ്ങ് വൈറലായിട്ട് ആദ്യം അവൻ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു. ബാല എന്ന് പറഞ്ഞാൽ തോക്കൊക്കെ മേടിച്ച് വെച്ചേക്കാം എന്നെ വെടിവെക്കാൻ. അപ്പം കൊല്ലും എന്ന് പറഞ്ഞത് വേറെ മന്നമല്ല, നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുമെന്നാക്കിയതാണ്. അപ്പോൾ നമ്മൾ സ്നേഹിച്ച് കൊല്ലുക, പരസ്പരം സന്തോഷിക്കുക, ആരും വേദനിപ്പിക്കാതിരിക്കുക, സമാധാനം കിട്ടും. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ്. Thank you, sir. I request Dr. Pavitran, sir, Professor and HOD of Medical Oncology, to bestow upon Sri Tini Tom a token of our appreciation. മൊമെൻ്റ് ആണ്, സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ച ഒരു പാക്കറ്റ് മരുന്നായിരിക്കുന്നത്. സാധാരണ ഇവിടുത്തെ ഡോക്ടേഴ്സാണ് കേട്ടോ. ഞാൻ ഇതായിട്ട് പറയണല്ലോ, ഞാൻ പറയുമ്പോൾ പറയലെന്ന് വിചാരിച്ചത്. ഇവിടെ നിന്നുള്ള പോയ 2 ഡോക്ടേഴ്സാണ് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അവരുടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ചാക്കിൽ നിറച്ച് കുടിക്കും. ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇത്? മറ്റതിനാണ്, എന്താണ്, ആൻറ്റി ഏജിങ്ങിനുള്ളതാണ്. ഇതൊന്നും കഴിക്കാണ്ട് ജീവിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൊമെൻ്റോ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ. 1999 പഞ്ചപാണ്ഡവർ എന്ന സിനിമയിൽ കഥ എഴുതി രംഗത്തു കടന്നു. തുടർന്ന് ലോ പഠിച്ച് അഭിഭാഷകനായി കേരള ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് തുടങ്ങി. അവിടെ നിന്നാണ് സച്ചിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് അവർ ഒരുമിച്ച് പ്രാക്ടീസ് തുടങ്ങി. അപ്പോഴും അവരുടെ മനസ്സിൽ സിനിമ മാത്രമായിരുന്നു. അങ്ങനെയാണ് സച്ചി സേതു കൂട്ടുകെട്ട് ആരംഭിക്കുന്നത്. റോബിൻഹുഡ് എന്ന ചിത്രമാണ് ആദ്യമായി തിരക്കഥയിൽ പുറത്തു വരുന്നത്. പിന്നീട് വന്ന സീനിയേഴ്സ്, മേക്കപ്പ് മാൻ, ഡബിൾസ്, ഐലോമി എന്ന സിനിമകൾക്ക് ശേഷം സച്ചിയും സേതുവും താൽക്കാലികമായി സ്വതന്ത്രരായി രംഗത്തിറങ്ങി. ഉണ്ണി മുകുന്ദനെ നായകനാക്കി അവതരിപ്പിച്ച മല്ലു സിംഗ് ആയിരുന്നു സേതുവിൻ്റെ ആദ്യ സിനിമ. സലാം കാശ്മീർ, കുട്ടനാടൻ ബ്ലോഗ് എന്നീ സിനിമകൾക്ക് തിരക്കഥയും സംവിധാനവും രചിച്ചു. മണിയൻ പിള്ള രാജു നിർമ്മിച്ച് സേതു കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്യുന്ന മഹേഷും മാരുതിയും എന്ന സിനിമയാണ് ഈ മാസത്തിൻ്റെ ഒടുക്കത്തോടെ റിലീസിന് ഒരുങ്ങുന്നത്. ഈ സിനിമയിലൂടെ സേതുവിൻ്റെ ഈ വർഷത്തെ ആദ്യ സൂപ്പർ ഹിറ്റ് പിറക്കട്ടെ എന്ന ഈ വേളയിൽ ഞാൻ ആശംസിക്കുന്നു. ഐ ഇൻവൈറ്റ് സർ ടു ഡെലിവർ ദ ഇനോഗ്രൽ അഡ്രസ്. ഓവർ ടു യു സർ. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അല്പം മുമ്പ് ഇവിടെ നിന്ന് പോയ എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ടിനി ടോം, സ്നേഹമുള്ളവരെ, ഒരു കാര്യം ടിനി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വിക്കിപീഡിയ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഫസ്റ്റ് സിനിമ, ഞാനും സച്ചിയും കൂടി എഴുതിയ ആദ്യ സിനിമ എന്ന് പറയുന്നത് ചോക്ലേറ്റാണ്. 2007 ഇറങ്ങിയ ചോക്ലേറ്റ്. റോബിൻഹുഡ് അതിന് ശേഷം സംഭവിച്ചൊരു സിനിമയാണ്, ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയായിരുന്നു. അപ്പോൾ വിക്കിപീഡിയയിൽ അത് തെറ്റാണ്. അപ്പോൾ ടിനി പറഞ്ഞത് ശരിയാണ്. എന്തായാലും എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ വിഷമത്തോടു കൂടിയും അല്ലെങ്കിൽ ഒരു ഭയത്തോടു കൂടിയൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ
ഇന്ന് അതിൽ നിന്ന് മാറി സന്തോഷത്തോടെ എന്ന് തന്നെ പറയാം. കാരണം ലോകത്തിന് വലിയൊരു സന്ദേശം കൊടുക്കുന്ന, വലിയൊരു അറിവ് പകർന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ദിവസത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ദിവസമാണെന്ന് വേൾഡ് ക്യാൻസർ ഡേ. അന്നിവിടെ വന്ന് നിങ്ങളെ ഇതുപോലെ അഭിമുഖീകരിക്കാൻ പറ്റുന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് ഇപ്പോൾ മഹേഷ് മാരുതി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞു. അതിൽ മമത മോഹൻദാസ് ആണ് നായിക. ആസിഫ് അലി മമത മോഹൻദാസുമാണ്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അതിൻ്റെ ചിത്രീകരണം എല്ലാം പൂർത്തിയായി. പക്ഷേ മമത മോഹൻദാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനെ അതിജീവിച്ച ഒരു വ്യക്തിത്വമാണ്. അവരുടെ അടുത്ത് നമ്മുടെ ഇടപഴകി സംസാരിക്കുമ്പോഴാണ് അവരെത്രത്തോളം ധൈര്യത്തോടെയും ചങ്കൂറ്റത്തോടെയും ഇച്ഛാശക്തിയോടെയാണ് ഈ ഒരു അസുഖത്തിനെ കീഴടക്കിയതെന്ന്. നമ്മൾ കൂടുതൽ സമയം അവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂസിലുമൊക്കെ മമത ഇതിനെ അതിജീവിച്ചതിനെക്കുറിച്ചും അവരുടെ ചികിത്സാ രീതിയെക്കുറിച്ചും എല്ലാം വായിച്ചിട്ടുണ്ടാവും. അവരുമായി സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഇത് അത്ര വലിയ രോഗമൊന്നുമല്ല, വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നാണ് അവർ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ അതിനെ അതിജീവിച്ച്, ക്യാൻസറിനെ അതിജീവിച്ച് ഇന്ന് സജീവമായി മലയാള സിനിമയിലുള്ളത്. എനിക്ക് തോന്നുന്നു ഈ കോവിഡിൻ്റെ സമയത്ത് പോലും ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ഒരു നായികയാണ് മമത മോഹൻദാസ്. യാത്രകൾ ചെയ്യുകയും അമേരിക്കയിൽ നിന്നൊക്കെ വന്ന് ലോസ് ആഞ്ചൽസിലാണ് അവർ ഈ ചികിത്സയായിട്ട് പോകുന്നത്. അവിടെ നിന്ന് വന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിൽ വന്നിട്ട് ഷൂട്ടിങ്ങിന് വന്ന് ചെയ്തിട്ടുണ്ട്. ഒരു ക്ഷീണവുമില്ലാതെ വളരെ പ്രസരിപ്പോടു കൂടിയാണ് അവർ ഓരോ ദിവസവും ഈ ഷൂട്ടിംഗ് ഇതിലൊക്കെ ഇടപെടുന്നതും അവർ പ്രവർത്തിക്കുന്നതും. അതുപോലെ തന്നെ എനിക്കിവിടെ ഇപ്പോൾ ഓർമ്മയുള്ളത്, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഹോപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആശ, നാളത്തെ പ്രതീക്ഷ, ഇതെല്ലാം കാണുന്ന ഒരു സിനിമയുണ്ട്, ദസ് വിധാനിയ എന്ന് പറയുന്നത്. ദസ് വിധാനിയ ഇതുപോലെയാണ്. ഒരു രോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെക്കുറിച്ചും അവരുടെ അനുഭവിക്കേണ്ടിയിരുന്ന സന്തോഷങ്ങളുമൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരാളുടെ ഒരു ദുഃഖമാണ്. ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ 10 ലിസ്റ്റ് ഇട്ടിട്ട് ആ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു നായക കഥാപാത്രത്തിൻ്റെ സിനിമയാണ് ദസ് വിധാനിയ. എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്താണ് ഹോപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം ആ ഒരൊറ്റ സിനിമയിൽ നിന്നും മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ പലപ്പോഴും നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരാണ്. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ജീവിതാനുഭവങ്ങളും എല്ലാം നമുക്ക് നാളെ, ഒരുപാട് നാളുകളുണ്ട് എന്ന് വിചാരിച്ച് ഇന്ന് സന്തോഷിക്കേണ്ട സന്തോഷങ്ങൾ നമ്മൾ മാറ്റിവെക്കപ്പെടുന്നു. അത് ശരിയല്ല. ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കേണ്ടതാണ്, നമ്മൾ ജീവിച്ചു തീർക്കേണ്ടതാണ്, എന്തു വന്നാലും നേരിടേണ്ടതാണ്. പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും തള്ളി നീക്കുമ്പോഴാണ് മനുഷ്യനാവുന്നത്, സ്നേഹിക്കുന്നത്, ചുറ്റും നോക്കുന്നത്, കൈപിടിച്ച് ചേർത്ത് നിർത്തുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു അവസരത്തിൽ ഈ മഹത്തായ സന്ദേശം കൊടുക്കുന്ന, പ്രത്യാശയുടെ സന്ദേശം കൊടുക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ വന്ന് നിങ്ങളെ കാണുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I would like to invite Dr. Vijayakumar, sir, to present the memento to Setu, sir. Thank you, sir. By now, one would be well aware of the marvelous simplicity of the manner that the Cancer Center at Amrita functions. Wouldn't it be lovely to visualize the same? Well, now is the time. Sit back, relax, and allow us to walk you through our center, which continues to grow under the guidance of esteemed faculty, namely Dr. Pavitran K., Professor in HOD, Medical Oncology,
Dr. Devnarayan Datta, Professor and HOD, Radiation Oncology, Dr. D.K. Vijayakumar, Professor and HOD, Amrita Center for Breast Diseases, Dr. Priya Bharti, Assistant Professor, Department of Gynecological Oncology, Dr. Neeraj Siddharthan, Professor and HOD, Clinical Hematology, and Dr. Shobha Nair, Professor and HOD, Department of Pain and Palliative Medicine. We will now present a video of our center to all present here. I request those seated on the dais to be seated in the front row of the hall. Thank you. ക്യാൻസർ ജീവിതത്തിൻ്റെ അവസാനമല്ല. നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖം തന്നെയാണ്. അതിന് നമുക്ക് അനിവാര്യമായത് നൂതന ചികിത്സാ രീതികളും ആധുനിക സാങ്കേതിക വിദ്യയുമാണ്. അതുകൊണ്ട് തന്നെയാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓങ്കോളജി വിഭാഗം ഏറെ പ്രശസ്തി നേടിയത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ക്യാൻസർ രംഗത്ത് മുഖമുദ്രയായി തന്നെയാണ് നാം ഈ വിഭാഗത്തെ കാണുന്നത്. ഓങ്കോളജി എന്നത് വിവിധ അർബുദ വിഭാഗങ്ങളുടെ സംയോജനം തന്നെയാണ്. മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ഹെമറ്റോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, മേൽപ്പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 20ലേറെ ഡിപ്പാർട്ട്മെന്റുകൾ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി സജ്ജമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ മാമോഗ്രഫി, CT സ്കാൻ, PET സ്കാൻ, MRI പോലെയുള്ള ആധുനിക സാങ്കേതിക ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. ജനിതക പരിശോധനയിലൂടെ അർബുദത്തിൻ്റെ ഘടകം കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി മോളിക്കുലർ ഓങ്കോളജി, ഓങ്കോപത്തോളജി ലാബുകൾ ഈ ഹോസ്പിറ്റലിൻ്റെ സവിശേഷതയാണ്. ക്യാൻസർ എന്ന പദം പോലെ നാം ഭയക്കുന്ന ഒരു വാക്കാണ് കീമോതെറാപ്പി എന്നത്. എന്നാൽ ഇന്ന് കീമോതെറാപ്പി മാത്രമല്ല, ചില മരുന്നുകൾ വഴി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ തന്നെ ക്യാൻസറിനെതിരെ പയറ്റുവാൻ സഹായിക്കുന്ന ഇമ്മ്യൂണോതെറാപ്പിയും അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെ ലക്ഷ്യം വെച്ച് നശിപ്പിക്കാൻ സഹായിക്കുന്ന ടാർഗറ്റഡ് തെറാപ്പിയും ഇന്ന് ലഭ്യമാണ്. രക്തകോശങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ രോഗങ്ങളായ ലുക്കീമിയ, ലിംഫോമ, മൈലോമ തുടങ്ങിയ വിവിധ തരം അസുഖം ചികിത്സിക്കുന്നതിന് വളരെ നൂതനമായ ചികിത്സാ രീതികൾ ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗത്തിൽ ലഭ്യമാണ്. കേരളത്തിലെ സ്വകാര്യ ചികിത്സാ മേഖലയിലെ ആദ്യ മജ്ജ മാറ്റിവെക്കൽ ചികിത്സ നടന്നത് അമൃത ഹോസ്പിറ്റലിലാണ്. നിലവിൽ 200ഓളം രോഗികൾക്ക് ഈ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. ട്യൂമർ കോശങ്ങളെ നശിപ്പിച്ച് അവയുടെ വളർച്ചയെയും വിഭജനത്തെയും തടയുന്നതിന് ഉയർന്ന ഊർജ രശ്മികളും റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെയും ഉപയോഗത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ തെറാപ്പി. ഇന്നത്തെ ആധുനിക യുഗത്തിൽ റേഡിയേഷൻ തെറാപ്പി വിവിധ തരത്തിലുള്ള ക്യാൻസർ ചികിത്സയുടെ ഒരു പ്രധാന ഉപകരണമായി കണക്കാക്കപ്പെടുന്നു. മുഴകളെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും ചികിത്സിക്കാൻ റേഡിയേഷന് ഒരു വലിയ പങ്കുണ്ട്. ലോകത്തിലെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് സൈബർ നൈഫ്. കേരളത്തിലെ ആദ്യ സൈബർ നൈഫും റേഡിസാക്ട് മെഷീനും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സ്ഥാപിതമായത്. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ 500ലേറെ സൈബർ നൈഫ് ചികിത്സ ഇവിടെ നടന്നു കഴിഞ്ഞു. ക്യാൻസർ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിരവധി രീതികളിൽ ഒന്നാണ് സർജിക്കൽ ഓങ്കോളജി. നൂതന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേദന കുറയുകയും പൂർവ്വസ്ഥിതിയിലേക്ക് വരാനുള്ള സമയം കുറയ്ക്കുവാനും സാധിക്കുന്നു. റോബോട്ടിൻ്റെ പിന്തുണയോട് കൂടിയുള്ള സർജറി കൂടുതൽ സൗകര്യപ്രദവും സമയനിയന്ത്രിതവുമാണ്.
വളരെ ചെറിയ മുറിവുകളോടെ സങ്കീർണമായ ശസ്ത്രക്രിയ ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർജിക്കൽ ഓങ്കോളജി യൂണിറ്റുകൾ. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജറി, യൂറോ ഓങ്കോളജി, ബ്രസ്റ്റ് ക്ലിനിക്, ഗൈനക്കോളജിക്കൽ ഓങ്കോളജി, ഹെഡ് ആൻഡ് നെക്ക് സർജറി, പ്ലാസ്റ്റിക് സർജറി, തൊറാക്സിക് സർജറി എന്നിവയാണ് മേൽപ്പറഞ്ഞ യൂണിറ്റുകൾ. റോബോട്ടിക് സർജിക്കൽ അസിസ്റ്റന്റ് അഥവാ റോസ ക്യാൻസർ സർജറി രംഗത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു സാങ്കേതിക വിദ്യയാണ്. ഈ റോബോട്ടിക് അസിസ്റ്റന്റ് സർജറിയും ഡാവിൻസി പോലെയുള്ള റോബോട്ടുകൾ ഉപയോഗിക്കുന്ന ചുരുക്കം ചില സെൻറ്ററുകളിലൊന്നാണ് അമൃത. സാന്ത്വന ചികിത്സാ പരിചരണത്തിൻ്റെ ഭാഗമായി ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ അനേകം രോഗികൾക്ക് ആശ്വാസം നൽകുന്നതിൽ അമൃതയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. ഒരു ക്യാൻസർ രോഗിയുടെ ചികിത്സ ആരംഭിക്കുന്നതിനു മുന്നേ ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡിൽ എല്ലാ കേസുകളും ചർച്ച ചെയ്യുകയും ഡോക്ടറുടെ വിലപ്പെട്ട അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള ചികിത്സകൾ നിശ്ചയിക്കുന്നത്. ഈ രീതിയിലാണ് ഓരോ ക്യാൻസർ രോഗിയുടെയും ചികിത്സ ആരംഭിക്കുന്നതും. ക്യാൻസർ എന്ന രോഗം രോഗികളെ ശാരീരികമായി മാത്രമല്ല മാനസികമായും സാമ്പത്തികമായും ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേക കൗൺസിലിംഗ് സേവനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അമൃത ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് അമൃത ക്യാൻസർ രജിസ്ട്രി. ചിട്ടയായ വിവരശേഖരണത്തിലും വിശകലനത്തിലും ക്യാൻസർ രജിസ്ട്രിയുടെ പങ്ക് വലുതാണ്. ദേശീയവും അന്തർദേശീയവുമായി നടത്തപ്പെടുന്ന ക്ലിനിക്കൽ ട്രയലിൽ ലോകമെങ്ങും നടക്കുന്നുണ്ട്. ക്യാൻസർ ചികിത്സയിലും അത്തരം പഠനങ്ങളുണ്ട്. അമൃത ഹോസ്പിറ്റലിലെ ക്യാൻസർ ചികിത്സാ വിഭാഗവും വർഷങ്ങളായി ഇതിൻ്റെ ഭാഗമാണ്. ഇത്തരം പരീക്ഷണ പഠനങ്ങളാണ് നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച ചികിത്സയുടെ അടിസ്ഥാനം. ഇത്തരം ചികിത്സാ രീതികൾ കൊണ്ട് രോഗം ഭേദമായി മടങ്ങുന്ന രോഗികളുടെ സംതൃപ്തിയും സന്തോഷവും തന്നെയാണ് ഈ ചികിത്സാ രംഗത്ത് സേവകരായ ഞങ്ങൾക്ക് ലഭിക്കുന്ന മനഃശാന്തി. We now break for tea and snacks, which are being served in the hall outside, and we would reconvene at 11:15 a.m. in this hall. Thank you.
Thank you all for joining us again. We would now like to offer our felicitations to two of the many admired and well-regarded individuals who have contributed to the field of cancer care. I first invite Rotarian Vinu Varghese, Assistant Governor, District 3201, and also the Vice President of the Can Cure Foundation. Sir, it would be an honor for you to speak a few words. Thank you. Thank you. I think a good morning to everyone. I think നമ്മുടെ ടിനി ടോമിൻ്റെ വർത്തമാനം കഴിഞ്ഞിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തന്നെ അല്ലേ? ബട്ട് പുള്ളി പറഞ്ഞ മെയിൻ മെസ്സേജ് എന്തുവാ? അത് നിങ്ങൾ ഡോക്ടേഴ്സും ആസ്പയറിംഗ് ഡോക്ടേഴ്സിന് ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ, വിച്ച് ഇസ് സോ ട്രൂ. ഇറ്റ് ഇസ് സോ ട്രൂ. അപ്പം ഞാൻ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലല്ല, ഞാനൊരു ഡോക്ടറുമല്ല. ഞാൻ ബേസിക്കലി ഐ എം എ സിറ്റിസൺ ഓഫ് ദിസ് സ്റ്റേറ്റ് ഇൻ എറണാകുളം. സോ നമ്മളൊരു സംഘടന റോട്ടറി എന്ന് പറഞ്ഞൊരു സർവീസ് ഒരു ഓർഗനൈസേഷനിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന റോട്ടറിയിൽ. അതിനകത്ത് ഇപ്പം ഞാനൊരു അസിസ്റ്റൻറ്റ് ഗവർണറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് റോട്ടറി അബൌട്ട്? See, Rotary is also about meeting people of like-minded people and seeing how we can make a change to the society around us. അപ്പോൾ ഒരു 30 വർഷം മുമ്പേ റോട്ടറി നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്ന US അവർ ഒരു എടുത്ത പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രൊജക്റ്റ് എടുത്തു. പോളിയോ പ്ലസ് എന്ന് പറഞ്ഞൊരു ഡ്രൈവ് എടുത്തിട്ട് അങ്ങനെ ഒരു 30 വർഷം കൊണ്ട് വർക്ക് ചെയ്തിട്ട് വി ഹാവ് ഓൾമോസ്റ്റ് കം ടു ദ ലാസ്റ്റ് സ്റ്റേജ് of this polio campaign. കഴിഞ്ഞ 20 വർഷം കൊണ്ട്, especially last 20 years, a lot of effort is going into the cancer. അപ്പോൾ ഡോക്ടർ വിജയകുമാർ പറഞ്ഞ മാതിരി നമ്മൾ റിയലൈസ് ചെയ്തു ക്യാൻസർ ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ടുഡേ. ഇറ്റ് ഇസ് ടേണിംഗ് ഔട്ട് ടു ബി. ആൻഡ് ഡോക്ടർ പറഞ്ഞ മാതിരി നമ്മൾ മനസ്സിലാക്കിയത് in India, because we are still not such developed like abroad, the mortality rate is much higher, and only because we are not knowing much about the disease or even preventing it. But നമ്മൾ കുറേ ആൾക്കാർ, we had formed an NGO called Can Cure Foundation, in which many of us, including Dr. Vijay Kumar, is a governing council member. കഴിഞ്ഞ ആഴ്ച we had a meeting also. So basically Can Cure Foundation in which I'm working as a vice president now. അവിടെ ബേസിക്കലി നമ്മൾ ദ എയിം എന്ന് വെച്ചാൽ there are 4 things on cancer care which is working. First is prevention. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കെല്ലാം ചെയ്യുമ്പോഴും ഒരു ടൈപ്പ് വേണം ലോക്കലായിട്ട്. നമ്മൾ പ്രിവെൻഷന് വേണ്ടി നമ്മൾ ടൈപ്പ് ജനറൽ ഹോസ്പിറ്റലായിരുന്നു. സോ വി യൂസ് ടു ഗോ ടു ഓൾ റൂറൽ പ്ലേസസ് ആൻഡ് ഹാവ് ലോട്ട് ഓഫ് അവയർനെസ് ഡ്രൈവ് അബൌട്ട് cancer, and we used to have a small center to find out a little bit about how to make much more the understanding of the cancer. അതിനകത്ത് നമുക്ക് മനസ്സിലായത് one of the largest causes of cancer in our society today here is breast cancer. അപ്പം അതിനകത്ത് we went to the next stage of what is called the prevention. So detection. Prevention is detection. So that is where നമ്മൾ റോട്ടറി ആയിട്ട് നമ്മൾ ടൈ അപ്പ് ചെയ്ത് ഒരു മാമോഗ്രാം യൂണിറ്റ്, വി കോൾ എ പ്രോഗ്രാം കോൾഡ് റോട്ടറി ഫോർ ഹെർ കെയർ. അപ്പോൾ അതിനകത്തൊരു മാമോഗ്രാം യൂണിറ്റ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുമായിരിക്കും, ഇവിടെ പാർക്കിംഗ് ബേയിൽ ഞാൻ കണ്ടായിരുന്നു. ദിസ് ഇസ് യൂസ്ഡ് ടു ഡു മാമോഗ്രാഫി ഫോർ ദ വിമൻ സോ ദാറ്റ് യു കൻ ഡിറ്റക്ട് breast cancer very early. Cancer, there's a lot of type, but we just took one area, which is of breast cancer, which we wouldn't work on. അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് we have already conducted about 3,000 patients. We have conducted about 77 ഇങ്ങനെ ക്യാമ്പ്സിനകത്ത്. അതിനകത്തുനിന്ന് basically who have turned out positive. പിന്നെ what do you do with it? നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും പ്രിവെൻഷനും കൊടുത്തു, ഡിറ്റക്ഷൻ കൊടുത്തു. Then what do we do about it? We have to go for treatment. നമ്മളാരും ഡോക്ടേഴ്സ്, നമ്മുടെ സംഘടനത്തിൽ കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, but you need to have an institution. And that's when we partnered with Amrita Institute of Medical Science, where we said, we have the arrangement, which is the Madhuryaksha program, which
the Rotary Club of Kochi United. This is a three-way process. There is Can Cure, who works as an NGO. Then there is Rotary, who comes to support us with a lot of funding and all that through the institution. And then there is a partner, who is the expert, the specialist, which is the Amrita Institute. With that, we are tied up for doing 100 surgeries, radiation, and the chemo and everything. In fact, a patient she came up, Geeta, lady. Just I saw her. She is going through radiation. After 2 weeks, she's come. Our aim is to see more such Geetas to come out happy and cured. Early stage, but this is the basic purpose for which we are doing. In cancer, we all know, if we are able to detect early, the mortality rate is nothing. You can laugh it out. But if it comes, if you reach the 4th stage, then I'm told the chances are very, very limited. That's my understanding, what I've been told. So the thing is, can we catch it early? And if you catch early, can we give the right treatment so that they can go ahead and with their life? Because we have to make cancer an everyday disease. Just like 3 years ago, we were so worried about COVID. I'm not putting the protocols, I'm not putting like Tiny Tom, the mask, maybe risk whatever. But the point is, we have to get to normal life. And disease is a part of life. But how do we overcome it? How do you get over it? That is the more important thing. And all you students, I'm so happy to see so many people who are in the medical fraternity. You will be playing a big role in that, a very big role in that. Dialogue, you can do it because you are the persons who will be able to get it done. But in course of time, awareness, detection, treatment, very clearly we will overcome that scare of cancer. Cancer, everyone's not so happy. If you talk about heart problem, that is considered to be very good, very status. But no, we have to get over it, and we have to make it a disease which is completely acceptable and managed. That's what the whole problem is. The point is. So I think I'm so happy to come here today and be with this Amrita Institute of Medical Science when they celebrate the Cancer Day on this specific day, 4th of September. And I only hope these sort of partnership becomes strong and much more fruitful to make a far better society in which we live. Thank you. Thank you so much, sir. I'd request Dr. Wesley Jose, Clinical Associate Professor, to hand over a token of our appreciation to Rotarian Vinu Varghese. Sorry, there's been a slight change. I'd request Dr. Pavitran K. to hand over a token of our appreciation to Rotarian Vinu Varghese. Thank you, sir. We next have Rotarian Arun Madhusudanan, the President of the Rotary Club of Kochi United. Sir, we invite you on the stage. Thank you. എല്ലാവർക്കും നമസ്കാരം. രാജഗോപാൽ പറഞ്ഞ മാതിരി ഞങ്ങളുടെ പേര് വിക്കിപീഡിയയിലൊന്നും ഇല്ലാത്തതുകൊണ്ടും മറ്റ് പ്രശ്നങ്ങൾ അപ്പോൾ തെറ്റ് പറയാനോ അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇല്ല. ഞാൻ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് റോട്ടറി കൊച്ചി യുണൈറ്റഡ് എന്നുള്ള ക്ലബിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ പദ്ധതിയായിട്ടുള്ള റോട്ടറി ഇൻ്റർനാഷണൽ സഹകരണത്തോടെ നടക്കുന്ന ഞങ്ങളുടെ പദ്ധതിയായിട്ടുള്ള മാതൃരക്ഷ എന്ന 100 ക്യാൻസർ രോഗികൾക്ക്, ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സ
സൗജന്യമായി നൽകുന്ന പദ്ധതി ഞങ്ങളുടെ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിന് കാൻക്യൂറിൻ്റെയും റോട്ടറി ഇൻ്റർനാഷണലിൻ്റെയും സഹായ സഹകരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കാൻ ഇതായത്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ള സംഘടനകൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് പരിചരണത്തിലെ വിടവ് നികത്തുക. ബാക്കി എനിക്ക് കൂടുതലായൊന്നും സംസാരിക്കാനില്ല. എല്ലാം റോട്ടറിയുടെ കാര്യങ്ങളെല്ലാം വിനു വിശദമായി ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ 24 പേഷ്യൻസിന് ഓൾറെഡി നമ്മൾ ഇപ്പോൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് പേർക്ക് കൂടി ഈ സൗജന്യമായ ചികിത്സ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ വിജയകുമാറിൻ്റെ ടീമിലൂടെ അത് ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. Thank you, sir. To offer a token of our appreciation, I invite Dr. Vidya Jha, Department of Cytogenetics. We'd offer a token of appreciation to Rotarian Madhusudanan. Thank you, sir. We'd like to offer our felicitation to one more person, Mr. Saji Chandran, Joint Secretary of the CanCure Foundation. Thank you, sir. Good morning, everyone. As you all just heard, I am the Joint Secretary of CanCure Foundation. I would like to speak in English because I'm born and brought up in Gujarat for 32 years, and then I was abroad. So I'm not that fluent in Malayalam, and that's why I'm continuing in English. Sorry for that. So today, it's the Cancer Day, World Cancer Day, and on World Cancer Day is a leading international awareness day of cancer. It is just more than another day giving exposure, engagement and opportunities to build a global awareness of cancer. Well, at CanCure Foundation, we support and help the people to diagnose and treat cancer and even the renal diseases, and also with the rehabilitation and palliative care of terminally ill and bedridden people. Early detection is the best protection. It increases the possibilities of successful treatment that we all know now, and it's also proven. And as Dr. Vijay Kumar and all are like always keep telling that it's very essential to have early detection of cancer. So basically, here in CanCure, we have a mammogram camps running around, and Rotary, with the help of Rotary and with the help of Amrita, we are able to do that, and we have completed around 77 camps today. And out of 77 camps, we have treated and screened around 3,038 patients till now. And out of 338 screened, we got only 690 cases, but out of that we could find only 42 cases. So it's nothing to worry. It's always good to have the test done, and it's always better to realize it at the early stage. If it is detected at the early stage, we can really cure it, and we don't have to worry about that. So at CanCure Foundation, not only this mammogram, we also have I'm just briefing what CanCure Foundation does, because we also have a dialysis center running at Vipin, where we have around 8 dialysis beds, where we are giving free dialysis at present to around 22 patients. And we are also trying to increase that to around 42 in the coming. So we are trying to run the second shift also, so that we can
give that. And also we are having 2 floors of palliative care unit where we are taking care of around 30 poor people who are really need support from us and who are totally ill and bedridden. So this is how CanCure Foundation is running, and we are trying our best to support each and every poor people and needy people, and even through mammograms we are trying to give the breast cancer awareness to the remote areas, even to the different villages, small villages. We reach out there using our mammogram vehicle and give awareness to the people. So currently, we have around 4,134 dialysis done in this Vipin CanCure Foundation Center, which is known as Shantuna Kendram. That is what we are doing. We, CanCure Foundation, take all the efforts to identify the needy and provide support when and where it's needed the most. I would end up saying that let's look forward and diagnose cancer at an early stage and get the earliest treatment and cure the disease. Cancer is curable. Thank you. Thank you, sir. I invite Dr. Anup R., Associate Professor of the Department of Radiation Oncology, to hand over a memento to Mr. Saji Chandran. Thank you, sir. It is now time for us to move on to further events of the day. Before we do so, allow me to thank each and every one of you who have joined us today, the respected personalities who were on the dais, and our Amrita family that consists of our dear patients, doctors, nursing, administrative, and supporting staff who constantly work together in order to bridge the gaps in offering cancer care, thereby creating an environment of warmth, peace, and joy for one and all. As I pray to Amma that we continue to work together as a beacon of hope and light for all of humanity, allow me to close the formal function of today's day-long programs and transition to the much-awaited question and answer session along with the heartfelt, inspirational experiences of our survivors. Once again, I bow down in gratitude to everyone present here. Om Amriteshwari Namaha. Next, we have a panel discussion. For the panel discussion, I would like to welcome Dr. Avni Pillai, Clinical Additional Professor, Amrita Fertility Center, Dr. Shobha Nair, Professor and HOD, Pain and Palliative Care. Forum for question and answer discussion is also open for virtual attendees. ക്യാൻസർ എന്ന അസുഖം വേദനാജനകമാണോ? അഡ്വാൻസ് സ്റ്റേജിൽ മാത്രമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ആശ്രയം നാം നേടുന്നത് എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മേധാവി ഡോക്ടർ ശോഭ മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഈ ഡയസിലിരിക്കുന്നവർക്ക് പ്രത്യേക നമസ്കാരം പറയാനിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും അത് പറയാൻ സാധിക്കില്ല. ഓങ്കോളജിയിലുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അനുമോദിക്കുന്നു. കാരണം കുറച്ചു നേരം നമ്മൾ എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്നു, ടിനി ടോം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ചികിത്സയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഞാനിവിടെ ഇരിക്കുന്നത് പാലിയേറ്റീവ് മെഡിസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്. എന്താണ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു അഭിപ്രായം, പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന ആ സമയത്തുള്ള ഒരു സംവിധാനമാണല്ലോ. പാലിയേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ ഭയം ജനിപ്പിക്കുന്നു എന്നാണ് സാധാരണ നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പാലിയേറ്റീവ് മെഡിസിൻ ഒരു സീരിയസ് ഇൽനെസ്, അതായത് നമുക്ക് ക്യൂർ ഇല്ലാത്ത ഒരു ഇൽനെസ്സിൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നവർ ക്യാൻസർ ക്യൂർ എന്തായാലും ഉണ്ടെന്നാണ് നമ്മൾ സംസാരിച്ചത്. അതായത് നേരത്തെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ ക്യൂറബിൾ ആണ് എന്നാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡയഗ്നോസിസ് വരുന്ന സമയത്ത് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളൊരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ബന്ധുക്കൾ കടന്നു പോകുന്ന വഴി ഇവിടെ ഇരിക്കുന്ന പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. അവർക്ക് അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേദന, ക്ഷീണം, ഛർദിൽ, തലവേദന, ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ടാവുന്നതിനൊപ്പം മാനസികമായിട്ടുള്ള ഒരു ആഘാതം ഈ ഒരു ഡയഗ്നോസിസ് വരുമ്പോഴത്തേക്കും ആ ആഘാതം പലപ്പോഴും ഓങ്കോളജിസ്റ്റ് തന്നെയാണ് അത് അഡ്രസ്സ് ചെയ്യാറുള്ളത്. പക്ഷേ അവർക്ക് കൂടുതലായിട്ടും അതിനെപ്പറ്റി സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ളൊരു വേദിയാണ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂസും ഫിസിക്കൽ ഇഷ്യൂസും മാത്രമല്ല, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ നമ്മളുടെ പേഷ്യൻസ് വരുന്നത്, എന്താണ് അവർ ജോലി ചെയ്യുന്നത്, അവർക്കുള്ള സാമ്പത്തിക സ്ഥിതി എന്താണ്, നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താവും ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത് കൂടി കണക്കാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ടീമിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഓങ്കോളജി ടീമിലുള്ളവർ. അതുകൂടാതെ ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലിരുന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം, സ്പിരിച്വൽ കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് പേഷ്യൻസ് നമ്മളോട് ചോദിക്കും, എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു, ഞാൻ ഒരിക്കലും ഒരു വേറൊരു ഹാബിറ്റ്സോ അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത, വിജയകുമാർ സാർ പറഞ്ഞ മാതിരി ചാരയൊന്നും കുടിക്കാത്ത ആൾക്കാരാണ് നമ്മൾ. പിന്നെ എനിക്കെങ്ങനെ ഈ അസുഖം വന്നു എന്നുള്ളൊരു സംശയം ആൾക്കാർക്ക് ഉണ്ടാവാം. ഒരിക്കലും ഒരു പേഷ്യൻ്റ് വന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്, ഡോക്ടർ ഞാൻ ആണ് എൻ്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും നോക്കുന്ന വ്യക്തി, എൻ്റെ ബ്രദറ് ആൽക്കഹോൾ എടുക്കും, സിഗരറ്റ് വലിക്കും, അദ്ദേഹത്തിന് ഒരു അസുഖവും ഇല്ല വേറെ, പക്ഷേ ഞാനിതൊന്നും ചെയ്യാറില്ല, എൻ്റെ അച്ഛനും അമ്മയും നോക്കുന്നത് ഞാനാണ്, എനിക്ക് പക്ഷേ ഈ അസുഖം വന്നു, എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യനാണത്. അതായത് നമ്മളുടെ ആത്മീയ തലത്തിലേക്ക് പോകുന്ന ഒരു ഇതാണ്. ആസ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമുക്ക് ഈ ആത്മീയ തലത്തിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസാന്നിധ്യം നമുക്കുണ്ടാവണം. ആ ആക്റ്റീവ് ലിസണിങ്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് കൊടുക്കാനുള്ള ഒരു മനസാന്നിധ്യം എന്തായാലും നമ്മളുടെ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് സാന്ത്വന ചികിത്സ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ഈ കെയർ എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് ആദ്യം ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് ഫ്രം ദ സെക്യൂരിറ്റി ഹു സ്റ്റാൻഡിങ് അറ്റ് ദ ഫ്രണ്ട് ഗേറ്റ് ആൻഡ് ദ പേഴ്സൺ സിറ്റിംഗ് ഓൺ ദ ഡെസ്ക്, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഇരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ. ഇപ്പോൾ ടിനി ടോം പറഞ്ഞതുപോലെ ഒന്നും കൂടി ഞാൻ ഊന്നി പറയുകയാണ്, ചിരിച്ചുകൊണ്ട് ആ പേഷ്യൻസ് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, ആരെയാണ് കാണേണ്ടത്, അത് രജിസ്റ്റർ ചെയ്യട്ടെ എന്നുള്ള അനുകമ്പയോട് കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. അതുപോലെ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. വലിയ വലിയ കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞു ഇവിടെ. അതായത് നേരത്തെ കണ്ടുപിടിക്കണം, സ്ക്രീൻ ചെയ്യണം, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, നേരത്തെ കണ്ടുപിടിച്ചാൽ ക്യൂർ ആക്കാം. പക്ഷേ ഈ വരുന്ന പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാൻ പറ്റും, ഒരു കമ്പാഷനേറ്റ് അപ്രോച്ചോട് കൂടി നമ്മളുടെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ, നമ്മളുടെ ഫാമിലി മെമ്പറാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പോയി എഴുതിയിട്ടുള്ള ഒരു പെയിൻ കില്ലർ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരമാണോ ആ പേഷ്യൻറ്റിന് കിട്ടുന്നത്, അത്
ഒഴിവാക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ആസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ട് എഴുതുന്ന മെഡിസിൻസ് അതുപോലെ തന്നെ കൊടുക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു മനസ്സാന്നിധ്യം അല്ലെങ്കിൽ ഒരു കമ്പാഷന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ക്ലോസിങ് ദ ഗ്യാപ്പ് വരുന്നത് കെയറിന്. കമ്പാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വേർഡ്സാണ് സിമ്പത്തി, എംപത്തി, കമ്പാഷൻ അല്ലേ? സിമ്പത്തി, എല്ലാവരും ആ പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായി, ഒന്നിന് പുറകെ ഒന്നായിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഇങ്ങനെ ഒരു അസുഖം വരികയാണ്, നമ്മൾ അവരുടെ കൂടെ പോയിരുന്ന് കരഞ്ഞു, സങ്കടമായി പേഷ്യൻ്റെ കാര്യം ആലോചിച്ചിട്ട്. എംപതി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കെല്ലാവർക്കും ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കാനുള്ള ഇതുണ്ട്, നമുക്കതിനുള്ള വിവരമുണ്ട്. ഓക്കെ, ഇവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുകയാണ്. ദാറ്റ് ഇസ് എംപതി. യു അണ്ടർസ്റ്റാൻഡ്. ഇൻ ഇംഗ്ലീഷ് ദേ സേ യു സ്റ്റാൻഡ് യുവർ സെൽഫ് ഇൻ ദെയർ ഷൂസ്. അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കൂ എന്നാണ് പറയുക നമ്മൾ എംപതി എന്ന് പറയുമ്പോൾ. പക്ഷെ നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പേഷ്യൻസിന് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. സോ ഫൈനലി വേണ്ടത് ആക്ച്വലി കമ്പാഷൻ. ഈ കമ്പാഷൻ എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് ആക്ച്വലി. ഈ പേഷ്യൻറ്റിന് ഇപ്പോൾ ഈ സ്ക്രീൻ അല്ലെങ്കിൽ ഈ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ICUലേക്ക് ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഡിലേ ആയി. നമ്മളുടെ സ്വന്തം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പറോ ആണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുമോ? ഇത് വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പേഷ്യൻറ്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു മര്യാദ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് തന്നെയാണ് കെയർ അല്ലെങ്കിൽ കമ്പാഷനേറ്റ് കെയർ നമ്മളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകുതി അസുഖം അതിലൂടെ തന്നെ മാറും. എത്ര പേര് നമ്മളിൽ അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ആരും ചെയ്യുന്നില്ല എന്നല്ല, ഒരുപാട് പേര് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേഷ്യൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതും. പക്ഷേ ഇനിയും നമുക്ക് അത് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും ഒരു ടീം എഫേർട്ടിലൂടെ. പിന്നെ പറയാനുള്ളത്, ഈ പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരിക്കലും ലാസ്റ്റ് സ്റ്റേജിലുള്ള അപ്രോച്ച് അല്ല എന്ന് ഞാൻ പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ. കാരണം ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ആദ്യം തന്നെ വേദന ഉണ്ടാവാം, വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവാം, എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഇതാണ് പാലിയേറ്റീവ് മെഡിസിൻ. ഡെഫിനറ്റ്ലി എൻഡ് ഓഫ് ലൈഫ് കെയറിൽ നമ്മൾ ബാക്കിയുള്ളവരെക്കാളും കുറച്ചും കൂടി സെൻസിറ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് എടുക്കും നമ്മളുടെ സ്പെഷ്യാലിറ്റി. കാരണം ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിർത്തിവെക്കുക, സമാധാനമായിട്ട് ഒരു ഡൈയിങ് വിത്ത് ഡിഗ്നിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ദുരിതം അനുഭവിക്കാതെ നമ്മളെല്ലാവരും ഈ ഒരു ദിവസം നമ്മളെല്ലാവരും പോകും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഈ റൂമിലിരിക്കുന്ന എല്ലാവരും ഒരു ദിവസം മരിക്കും. നേരത്തെ ചോദിച്ച പോലെ സങ്കടപ്പെട്ട് വളരെ സ്ട്രെസ്ഡായിട്ട് അങ്ങനെ പോകണോ? അതോ സമാധാനമായിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി നമ്മുടെ സമൂഹത്തിന് വന്നിട്ടില്ലേ? നമുക്ക് ഡെത്ത് ആൻഡ് ഡൈയിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലേ? നേരത്തെ തന്നെ നമ്മളുടെ മക്കളോട് പറഞ്ഞു വയ്ക്കുക, എനിക്കൊരു ടെർമിനൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ളതൊന്നും തരരുത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമ്മുടെ സമൂഹത്തിന് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഒരു വാതിൽ തുറന്ന് കിട്ടുക, ഒരു സംസാരിക്കാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പേഷ്യൻസിനും അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്നവർ തന്നെയാണ് അവരെ നോക്കുന്നവരും. ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. കെയർ ഗിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നവർ പലപ്പോഴും ജോലിക്ക് പോയി ആ പൈസ കിട്ടിയിട്ട് വേണം ഇവർക്ക് ഈ പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്ന മാതിരി നമുക്ക് കെയർ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ദുരിതങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് അവർ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട വളരെയധികം ആവശ്യമാണ്. അതൊരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you, Shobha ma'am. Forum is open for discussion. Any questions? ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? Next we have Dr. Avni Pillai, Clinical Addition Professor, Amrita Fertility Center. Avni ma'am, ക്യാൻസർ ചികിത്സ മൂലം സ്ത്രീയിലും പുരുഷനിലും വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? First of all, I thank everybody to invite me here. Esteemed faculty, a very good evening. Yes, definitely. There are a lot of treatments like chemotherapy and radiotherapy in cancer treatments which do affect fertility.
അപ്പം ബേസിക്കലി ഫെർട്ടിലിറ്റി എന്ന് നമ്മൾ പറയുമ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു കൺസീവ് ഇസ് ദ എഗ്. അണ്ടമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എഗ്ഗിൻ്റെ എണ്ണമും ക്വാളിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ക്യാൻസർ ചികിത്സ കഴിഞ്ഞിട്ട് ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും നമ്പർ കുറയും, ഏർലി കുറയും. ആൻഡ് to preserve that, now we have a lot of ways. Fertility protection എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റാണ് which I'm going to talk about. So definitely in males also അതേപോലെ സ്പെർമിൻ്റെ കൗണ്ടും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ആഫ്റ്റർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അത് കുറയും. സംടൈംസ് ദ റീച്ച് എ സ്റ്റേജ് ഓഫ് എസോസ്പെർമിയ, അതായത് സീറോ സ്പെർം കൗണ്ട്. അപ്പം ഇറ്റ് ഡസ് അഫക്റ്റ് ഫെർട്ടിലിറ്റി. ആൻഡ് നൗ ഡേയ്സ് വി സീ എ ലോട്ട് ഓഫ് യങ് പേഷ്യൻസ് ആക്ച്വലി വിത്ത് cancer, and a lot of cancer survivors are also there. So with that, the need of fertility preservation has been increasing. So yes, we have ways to protect also. So ma'am, അങ്ങനെ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുള്ളവരിൽ ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്? അപ്പം to preserve fertility, mainly we do oocyte and sperm cryopreservation. ഫെർട്ടിലിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം ബേസിക്കലി ഈ എഗ്സ് നമ്മൾ ക്രയോ പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ എംബ്രിയോസ് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാനുള്ള വഴിയുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, വെൻ എവർ ദ ക്യാൻസർ ഡോക്ടർ സേസ് ദറ്റ് യു ആർ റെഡി ഫോർ ഫെർട്ടിലിറ്റി ഓർ കൺസീവിങ്, വി ക്യാൻ ടേക്ക് ദിസ് എഗ്സ് ഓർ സ്പെർംസ് ആൻഡ് ദെൻ ഗോ അഹെഡ് വിത്ത് ദ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. അപ്പം വാട്ട് ഡു വി മീൻ ബൈ oocyte ഓർ എഗ് ക്രയോ പ്രിസർവേഷൻ? ഇൻ ദിസ് ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പം a woman who's undergoing or has been detected of cancer and she's planned for either chemotherapy or radiotherapy, before she goes into these treatment which affect her fertility or eggs, the oncologist usually counsels the patient. ഫെർട്ടിലിറ്റി ഡോക്ടറെ അടുത്ത് അവർക്ക് വിടും. എന്നിട്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വി കൗൺസിൽ ദ പേഷ്യൻറ്റ്. അപ്പം എത്രത്തോളം നമ്മൾ ഇത് കഴിഞ്ഞിട്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് ടൈപ്പ് ഓഫ് ക്യാൻസറാണ്, അത് കഴിഞ്ഞിട്ടുള്ള സർവൈവൽ റേറ്റ് എത്രയുണ്ട്, ആൻഡ് വെൻ വി ഡു ദിസ് ട്രീറ്റ്മെൻറ്റ് വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഗുഡ് ക്വാളിറ്റി എഗ്സ്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പേഷ്യൻ്റെ അടുത്ത് വി പ്രൊസീഡ് വിത്ത് oocyte or embryo cryopreservation. In this, the treatment oocyte cryopreservation or embryo cryopreservation, it takes around approximately 2 weeks to finish. It's a clinic-based treatment. You don't have to get admitted to the hospital. Daily injections thanittu, hormone injections thanittu, whatever eggs are there available, nammal adu grow cheyipikkum. Adu follicles grow cheyide kayinittu eggs porthote eduthu nammal adine freeze cheyum. Allengil eggs edutittu, if the woman is married, adinathu sperm kutti vechittu ICSI treatment vadi sperm kutti vechittu embryos ayin shesham adu nammal tanappichu സൂക്ഷിച്ചു വെക്കും. അതാണ് egg or oocyte cryopreservation. Whenever after the treatment, now after the woman finishes her treatment or after a male finishes the cancer related treatment and a fitness is given, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തിരിച്ച് വന്നിട്ട് we can complete the fertility treatment. ആ എംബ്രിയോസ് തിരിച്ച് ഗർഭപാത്രത്തിൽ വെച്ച് നമുക്ക് പ്രഗ്നൻസി പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് നമുക്ക് ഈ ഒരു പ്രാവശ്യം ഈ എഗ്സ്, സ്പെർംസ് ഓർ എംബ്രിയോസ് ക്രയോ പ്രിസർവ് ചെയ്ത ശേഷം, once it is cryo preserved, we can keep it for any duration. The duration doesn't affect the quality. അതായത് നമ്മളിപ്പം 6 മാസത്തേക്ക് സൂക്ഷിച്ച് വെക്കാം, 1 വർഷം, 10 വർഷം വരെ അത് അതേപോലെ ഇരിക്കും in the frozen state. We freeze it in liquid nitrogen at a very low temperature and it remains like that without affecting the quality. Depending, the time duration does not affect the quality. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും we can come back and come for the fertility treatment. In males, it is relatively easier. They have to give the semen sample. Usually 3-4 semen samples നമ്മൾ എടുക്കും within a gap of 2-3 days in between. And അത് നമ്മൾ ഓരോ സാമ്പിൾ we place into different units and around 4-5 samples are preserved. Whenever the treatment is over and the patient comes back for fertility, നമ്മൾ അത് ബീജങ്ങൾ യൂസ് ചെയ്തിട്ട് we can go for fertility treatment like IUI, that is intrauterine insemination. അതായത് ബീജങ്ങൾ എടുത്തിട്ട് വൈഫിൻ്റെ ഗർഭപാത്രത്തിൽ കടത്തി വിടും. അതാണ് IUI ട്രീറ്റ്മെൻറ്റ്. ഓർ ഇഫ് നോട്ട് സക്സസ്ഫുൾ we can go for an IVF treatment, IVF ICSI, in which ഓരോ എഗ്ഗിൽ നമ്മൾ ഈ ബീജങ്ങളെടുത്ത് കുത്തിവെച്ച് ഭ്രൂണമുണ്ടാക്കി അത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെക്കും. അപ്പോൾ IUI IVF ട്രീറ്റ്മെൻറ്റ് ഈ ക്രയോ പ്രിസർവ് സ്പെർംസ് വെച്ചിട്ട് we can do it in future. Even if that point of time the husband has no sperm count, these sperms which are preserved at a good time before the treatment can be used. അതേപോലെ സ്ത്രീകൾക്കും നമുക്ക് അങ്ങനെ സെയിം IVF ICSI വഴി
we can go ahead with fertility treatment. മാം, ഒരു കോമൺലി ആസ്ക് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ വഴി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ജനറ്റിക് തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, നമ്മളിപ്പം ഈ എഗ്സ് ഈ ഹാർമോൺ ഇഞ്ചെക്ഷൻസ് തന്നിട്ട് പുറത്തോട്ട് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുമ്പം നമ്മൾ അതിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ അതിന് യാതൊരു വ്യത്യാസമില്ല. അതേപോലെ ദർ ഇസ് നോ ഇൻക്രീസ് ചാൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഇൻ ദ ബേബി ഡ്യൂ ടു ദിസ് പ്രൊസീജിയർ. അപ്പോൾ ഇത് നമ്മൾ അല്ലാതെയും ഫോർ മെനി വിമൻ ഇപ്പോൾ സോഷ്യൽ ക്രയോ പ്രിസർവേഷൻ ഉണ്ട്. അപ്പം വിമൻ ഹു വാണ്ട് ടു ഡിലേ ദെയർ പ്രഗ്നൻസി അതിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. അതേപോലെ ക്യാൻസർ പേഷ്യൻറ്റ് വളരെ കോമൺ ആയിട്ട് ഇപ്പം ആൾക്കാർ ഒത്തിരി മുന്നോട്ട് വരുന്നുണ്ട് ടു ഡു ദിസ് ക്രയോ പ്രിസർവേഷൻ ടെക്നീക്സ്. Some people, supposing they have a very less gap, so the oncologist is telling that ഇപ്പം നമുക്ക് ആ 2 weeks എഗ് ക്രയോ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ലെങ്കിൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് തന്നിട്ട് വി കെൻ so that the effect of chemotherapy is less. We have injection called GnRH agonist എന്ന് പറഞ്ഞിട്ട് ഹാർമോൺ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കൊടുക്കുമ്പം the ovaries are quiescent and then the chemotherapy affects less. So in certain situation അതുവഴിയും നമുക്ക് fertility preserve ചെയ്യാൻ പറ്റും in women. For men it is more easier. They just have to store the semen before the treatment. Some time duration വലുതായിട്ടില്ല. So before the chemotherapy, in a short gap itself, we can store the sperms. For women, it would take around 2 weeks to finish this egg, to retrieve the eggs and freeze it. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം ഗ്യാപ്പ് ഇല്ലാത്ത നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓൺകോളജിസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു വഴി വെച്ചിട്ട് we can relatively we can preserve the oocytes. Thank you so much, ma'am. Any questions? I just want to know, like, what is the success rate of this procedure? Is it like less compared to the normal population or general population? Like when you, for example, for the normal population, like the success rate will be there. Will it be less compared to the cancer patients? Yeah, this is a very good question actually. So the thing is that it depends, the success rate of this fertility cryopreservation depends on the woman's age and her egg reserve. അപ്പം നമ്മളുടെ അടുത്ത് വരുമ്പം ആ സമയത്ത് ആ സ്ത്രീയുടെ ഏജ് എന്തുവാണ്, എഗ്ഗിൻ്റെ ക്വാളിറ്റിയും നമ്പർ എന്തുവാണെന്ന് അതനുസരിച്ചായിരിക്കും അതിൻ്റെ സക്സസ് റേറ്റ്. അത് നമുക്ക് ഒവേറിയൻ റിസർവ് ടെസ്റ്റുകളുണ്ട്. സ്കാൻ വഴി, ബ്ലഡ് ടെസ്റ്റ് വഴി നമ്മൾ നോക്കാൻ പറ്റും ആ സ്ത്രീയുടെ ആ സമയത്തുള്ള എഗ് റിസർവ് എത്രയാണ്. അതനുസരിച്ച് വെൻ വി സ്റ്റാർട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നമ്പേഴ്സ് ഓഫ് എഗ് കിട്ടും. വെൻ വി ഡു IVF നമ്മളുടെ എയിമാണ് ഒരു 12 to 15 എഗ്സ് കിട്ടണം എന്നുള്ള ഒരു എയിമാണ് ഫോർ എ സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് ഓർ ഒരു ലൈവ് ബർത്ത് അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വി ഷുഡ് ഹാവ് ഇൻ 12 to 15 എഗ്സ് വി ഷുഡ് കളക്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് പ്രൊസീജിയറൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സക്സസ് റേറ്റ് നല്ല ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ഗുഡ് സക്സസ് റേറ്റ്. അപ്പം പക്ഷേ വി മേ നോട്ട് ഗെറ്റ് so many eggs in every woman. So നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മുമ്പേ വരുന്ന ആൾക്കാരുടെ അടുത്ത് if the woman is young, egg reserve is good, she has got good number of eggs, the chance of success is very good. Right? The cryopreservation, all these things is a lifelong preservation, no? Yes, exactly as I mentioned. Once we take out the eggs or freeze the sperms, either ways we can freeze it for as long as you want. So we can keep renewing it and it will be there in the frozen state. The duration doesn't affect the quality. So whenever we are ready, we can come back and take. It can be preserved for as long as possible. Yeah. And ma'am, for a maximum, like how many attempts do you do in a, cancer patient? That depends on how much duration we have. അപ്പം ഒരു പേഷ്യൻ്റ് ഓൾറെഡി ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് വരുമ്പം, as sir was also discussing with me yesterday, that there's too much for them to take. അപ്പം അത്രയും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ അവർ വരുന്നതാണ്. സം പീപ്പിൾ നൗ ഡേയ്സ് ദ അവയർനെസ് ഇസ് ഇൻക്രീസിങ്. അല്ലെങ്കിൽ പണ്ട് അവർ എങ്ങനെയെങ്കിലും ജസ്റ്റ് സേവ് മൈ ലൈഫ്, വി ഡോണ്ട് കെയർ അബൌട്ട് ഫ്യൂച്ചർ, അത് ആലോചിക്കാൻ പോലും ഒരു മെൻറ്റൽ സ്റ്റേറ്റ് ഉണ്ടാവത്തില്ല യൂഷ്വലി. So but now people are coming and as the awareness is increasing, so once they come to us, we can take one attempt depending upon how much time we have. So for oocyte spermന്റെ ഇതിൽ നമുക്ക് ഒരു ഇഷ്യൂ ഇല്ല, because we just take a few samples and it's gone. For oocyte we require at least around 10 to 15 days minimum to take it, retrieve it. So it depends upon how much the oncologist gives us time. Usually one attempt is what
all we have before, because the patient is waiting for a chemotherapy or waiting for a radiation. അപ്പം അത്രയും വെയിറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ലെങ്കിൽ that's only one attempt. Otherwise we can do more attempts. As I said, if we have 12 to 15 eggs, we are very safe, we are good chance of fertility. അതിൻ്റെ കുറവാണെങ്കിൽ we counsel the patient, അതനുസരിച്ച് counsel ചെയ്യും that we have the eggs, depending upon the quality and all in the future, the success rate depends on that. Even the whatever the injections, whatever we are giving for this also doesn't differ from the general population, right? There are certain medicines nowadays which we start, like letrozole, we start along with injections. Upon that helps in certain type of cancers, that helps to, it's a safer, the protocol is safer, but more or less it is very similar. അപ്പം നമ്മൾ ഒരു സാധാരണ ആൾക്ക് IVF ചെയ്യുന്ന പോലെ തന്നെ in generally on the whole it is similar. ചെറിയ differences ഉണ്ട് which we add in cancer patients, പക്ഷേ duration is same, more or less medication same ആണ്. Thank you, ma'am. Thank you so much. ഗുഡ് മോർണിംഗ് ആവണി. ഒരു ചോദ്യം ചോദിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ വി ഹാവ് ബീൻ ഡൂയിങ്, നമ്മൾ കുറച്ച് നാളായിട്ട് ഈ ഓവം പ്രിസർവേഷൻ, ഊസൈഡ് പ്രിസർവേഷൻ, സെമൻ പ്രിസർവേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആവണിയുടെ എക്സ്പീരിയൻസിൽ, ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ ഏകദേശം എത്ര പേര് തിരികെ വരുന്നുണ്ട്, ലൈക്ക് ടു മേക്ക് യൂസ് ഓഫ് ഇത് തിരിച്ച് നമ്മൾ ഫെർട്ടിലിറ്റി ടു ബിക്കം എ പേരൻറ്റ്, കൺസീവ് ചെയ്യാനായിട്ടുള്ള ഒരു റെഡിനെസ്സുമായിട്ട് എത്ര പേര് തിരികെ വരുന്നു? നമ്മൾ ഓൾറെഡി ചെയ്ത കേസസിൽ എത്ര പേര് തിരികെ വരുന്നുണ്ട് ഏകദേശം? That is actually very less, very honestly. കാരണം ആ സമയത്ത് മേ ബി മെനി പീപ്പിൾ കം ഫോർ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ, തിരിച്ചു വരുന്ന ആൾക്കാർ ആക്ച്വലി കുറവാണ്. പ്രോബബ്ലി ബിക്കോസ് we have to have a follow up, like you know, അവരുടെ അത് കഴിഞ്ഞിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പോയി, അല്ലെങ്കിൽ ഹൗ വാസ് ദെയർ പേഴ്സണൽ കണ്ടീഷൻ ടു കം ബാക്ക് ടു ദ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. അപ്പം ശരിക്കും എൻ്റെ എക്സ്പീരിയൻസിൽ തിരിച്ച് വരുന്ന പേഷ്യൻസ് ആർ റിലേറ്റീവ്ലി ലെസർ. പക്ഷേ we can store it as long as possible, so whenever they are ready, they are technically അവർക്ക് വരാൻ പറ്റും. സോ ഐ തിങ്ക് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേയും ഡ്യൂറിങ് ദ ട്രീറ്റ്മെൻറ്റ്, ചികിത്സ കഴിഞ്ഞിട്ടും ഐ തിങ്ക് വി ഷുഡ് ഹാവ് ടു ഹാവ് എ ക്ലോസ് ഫോളോ അപ്പ് വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് ദ ഫാമിലി ആൻഡ് മോട്ടിവേറ്റ് ദം ടു സ്റ്റാർട്ട് ലൈഫ് ഓഫ് ദെയർ ഓൺ. ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി യുനോ വൈ ടു ഗോ ബാക്ക്, വൈ ടു ടേക്ക് ദ ട്രബിൾ അഗെയിൻ, ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. ഐ തിങ്ക് ആസ് ക്ലിനീഷ്യൻസ്, ആസ് ഫിസിഷ്യൻസ്, നമ്മുടെ എല്ലാ പേഷ്യൻസിനെയും നമ്മൾ തിരികെ ജീവിതം തിരികെ പിടിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഐ തിങ്ക് വി ഷുഡ് സ്റ്റാർട്ട് മോട്ടിവേറ്റിംഗ് പീപ്പിൾ മോർ. Yeah, that's a very good point Dr. Misha has raised. Appam that's where we should be in close follow up and motivate the patients to come back. Adana most important. Thank you, ma'am. Thank you, Shobha ma'am. Thank you, Avni ma'am, for the informative session. I would like to invite the next panel. Anju Mohan, Senior Dietitian, Clinical Nutrition Department, and Ms. Fatima PB, Clinical Psychologist, Department of Clinical Psychology. Anju ma'am, ക്യാൻസർ വന്ന ഒരു രോഗി ഭക്ഷണക്രമത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാവർക്കും നമസ്കാരം. ഈ അവസരത്തിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ. ഒരു ബ്രോഡായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാലറി റിച്ച് ആയിട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ട് മൾട്ടി വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ചേർന്നുള്ളൊരു ഭക്ഷണക്രമം ഫോളോ ചെയ്യാനാണ് പറയുക. അതിനായിട്ട് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ധാരാളം പ്രോട്ടീനുള്ള അല്ലെങ്കിൽ കാലറി ഡെൻസ് ആയിട്ടുള്ള മില്ലറ്റ്സ്, റാഗിയൊക്കെ വരുന്ന മില്ലറ്റ്സ്, നട്ട്സ്, സീഡ്സ്, എഗ് വൈറ്റ്സ്, അതുപോലെ തന്നെ പോൾട്രി, ഫിഷ്, വെജിറ്റബിൾസ്, എസ്പെഷ്യലി ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽ റീജനറേഷനൊക്കെ അല്ലെങ്കിൽ സെൽ ടിഷ്യൂ റീജനറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഭക്ഷണക്രമം ഇത്തരത്തിൽ നമുക്ക് പേഷ്യൻസിന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില പേഷ്യൻസിന് നോസിയ,
വൊമിറ്റിങ്, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ കാണാറുണ്ട്. അപ്പം നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ഹെവി ആയിട്ടുള്ള മീൽസ് എടുക്കാതെ ഓരോ സമയത്തും ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റിങ്ങുള്ള ടെൻഡൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ഫോളോ ചെയ്യാനായിട്ടും പേഷ്യൻസിനോട് പറയാറുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ അവരെ നോസിയ അല്ലെങ്കിൽ വൊമിറ്റിങ്ങിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. മാം, ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം ക്യാൻസർ ഉണ്ടാക്കുമോ? ഇപ്പോഴുള്ള ഒരു മാറി വരുന്ന ഒരു ജീവിതശൈലി, അതായത് റെഡ് മീറ്റ് കൂടുതലായി കൺസ്യൂം ചെയ്യുന്നു, അതുപോലെ ജങ്ക് ഫുഡ്, ഇതിലൊക്കെ ധാരാളമായി ചേർന്നിരിക്കുന്ന സോസുകൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻസേഴ്സ് കോസ് ചെയ്യുമെന്ന് ചില സ്റ്റഡികളിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ എക്സസൈസ് ചെയ്യാതിരിക്കുക, അമിതവണ്ണം, അങ്ങനത്തെ ഇഷ്യൂസും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കാരണമാവാറുണ്ട്. ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ നമുക്ക് ക്യാൻസർ ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് കൊണ്ട് ക്യാൻസർ ഫോം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രീ റാഡിക്കൽസ് ഫോമേഷനെ തടയാനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് കളേർഡ് വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനത്തെയൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും അതുവഴി ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു പരിധിവരെ സഹായിക്കും. അതുപോലെ എക്സസൈസ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഒരു പരിധിവരെ തടയാമെന്ന് വിചാരിക്കും. താങ്ക് യു മാം. ക്വസ്റ്റ്യൻസ് ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നവർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. താങ്ക് യു. നെക്സ്റ്റ് വി ഹാവ് ഫാത്തിമ BP ഫ്രം ക്ലിനിക്കൽ സൈക്കോളജി. സോ മരുന്ന് മാത്രമല്ല, കരുതലും പരിചരണവും വേണം ക്യാൻസറിനെ തോൽപ്പിക്കാനായിട്ട്. സോ ക്യാൻസർ എന്ന രോഗത്തിന് ഏറ്റവും ആവശ്യം വൈകാരിക പരിചരണമാണ്. സോ ക്യാൻസർ മൂലമുണ്ടാകുന്ന മാനസിക സംഘർഷം, പിരിമുറുക്കം, ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യാൻ ഒരു പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. യൂഷ്വലി ഒരു പേഷ്യൻറ്റ്, ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആയാലും മോസ്റ്റ്ലി 1 out of 3 പ്രസൻറ്റ് ചെയ്യുന്നത് ഡിപ്രസീവ് സിംറ്റംസ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു മിനിമൽ ലെവൽ ഓഫ് ഡിപ്രഷൻ ഉണ്ടാവും. ദേ ഡു നോട്ട് പ്രസൻറ്റ് ക്ലിനിക്കലി. അത് ക്ലിനിക്കലി പ്രസൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കുന്നില്ല, ഇല്ലെങ്കിൽ ചില ആൾക്കാർ നന്നായി ഭക്ഷണം കഴിക്കുക, ഫുൾ ടൈം ഉറങ്ങിക്കൊണ്ടിരിക്കുക, പിന്നെ അവർ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എഫക്റ്റ് ആവുക, അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആകുമ്പോഴാണ് അതൊരു ക്ലിനിക്കൽ സപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നത്. കുറേ പേഷ്യൻസ് വരാറുള്ളത് ഈ കംപ്ലയിൻസിന് അപ്പാർട്ട് ഫ്രം ദീസ് കംപ്ലയിൻസ് ഫൊഗറ്റ്ഫുൾനെസ് പറഞ്ഞിട്ടാണ് വരാറ്. ഞാൻ ഈ ഇടയായിട്ട് ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നു, എനിക്ക് ഓർമ്മ വയ്ക്കാൻ പറ്റുന്നില്ല, പഴയ കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില പേഷ്യൻസ് വരാറുണ്ട്. അത് മെയിൻലി ഡിപ്രഷൻ, കോഗ്നിറ്റീവ് ഡിപ്രഷൻ വരുമ്പോഴാണ് ഇന്ന കംപ്ലയിൻറ്റ്സ് വരാറ്. അവർ ചോദിക്കുമ്പോൾ പറയുമില്ല, ഐ എം ഓക്കെ, ഐ എം ഫൈൻ, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ അവർക്ക് അധികം ഫൊഗറ്റ്ഫുൾനെസ് ഒക്കെ വരാവുന്ന റീസൺ ബിക്കോസ് ഓഫ് ദെയർ അണ്ടർലൈങ് ഡിപ്രഷൻ. അപ്പോഴാണ് ഒരു പേഷ്യൻ്റ് ക്ലിനിക്കലി വരാറുള്ളത് പൊതുവെ. നേരത്തെ ടിനിറ്റോം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് കെയർ ഗിവേഴ്സാണ്. സോ ഒരു രോഗിയെ പരിപാലിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? യെസ്, ഡെഫിനറ്റ്ലി കെയർ ഗിവേഴ്സിന് ഒരുപാട് റോളുണ്ട്. ബിക്കോസ് അവരുടെ മെൻ്റൽ ഹെൽത്തും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കെയർ ഗിവേഴ്സ് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയും. ഒരു ലോ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് ആണോ ഹൈ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് ആണോ കെയർ ഗിവേഴ്സ് ഫോളോ ചെയ്യുന്നതെന്ന് ആദ്യം ശ്രദ്ധിക്കുക. ലോ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും കുറ്റം പറയുക, അവരെ ദേഷ്യത്തോടെ സംസാരിക്കുക, ഈ ഒരു നെഗറ്റീവിൽ മാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്ന കെയർ ഗിവേഴ്സും ഉണ്ട്. പകരം ഓവർ ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്ന കെയർ ഗിവേഴ്സും ഉണ്ട്. അവരൊന്നിനും സമ്മതിക്കാതെ എല്ലാം അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കെയർ ഗിവേഴ്സും ഉണ്ട്. നമുക്കിത് രണ്ടും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ന്യൂട്രൽ, അവർ ചെയ്യുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് ഹെൽത്തി ക്രിറ്റിസിസംസ് കൊടുക്കാനും ഉള്ള കെയർ ഗിവേഴ്സാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ പേഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കെയർ ഗിവർ കൗൺസിലിംഗ് ഓൾസോ വിൽ ഹെൽപ്പ്. മാം, ഒരു ക്യാൻസർ രോഗി ഒരു ചികിത്സയൊക്കെ കഴിഞ്ഞ് വെൻ ദേ ആർ ബാക്ക് ടു ലൈഫ്, സോ നോർമൽസി ലൈക്ക് സോ ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ അവർക്കൊരു ഡിപ്രഷൻ എന്തെങ്കിലും വന്നാൽ വാട്ട് ആർ ദ സപ്പോർട്ട് സിസ്റ്റംസ് വി ഹാവ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ?
Definitely, we have a clinical psychology department. See, ഒരു പേഷ്യൻ്റ് വരുമ്പം നമ്മൾ വെറുതെ വന്ന് ഇരുന്ന് ഓക്കെ യു ഹാവ് ഡിപ്രഷൻ എന്ന് ഞങ്ങൾ പറയാറില്ല. ഡെഫിനറ്റ്ലി വി ടേക്ക് പ്രീ മോർബിഡ്ലി ഹൗ വാസ് ദ പേഷ്യൻറ്റ്, ഓ കറൻ്റ്ലി ഹി അണ്ടർഗോൺ ഡിപ്രഷൻ ഒക്കെ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. പേഷ്യൻ്റെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള ഓൾ ഹോളിസ്റ്റിക് അപ്രോച്ച് വി പ്രൊവൈഡ് ഇൻ ആർ ഡിപ്പാർട്ട്മെൻറ്റ്. Thank you, ma'am. Any questions? Thank you, Fatima ma'am. Thank you, Anju ma'am. രക്താർബുദത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടി ക്ലിനിക്കൽ ഹെമറ്റോളജി ഹെഡ് ആൻഡ് പ്രൊഫസർ ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു രോഗി എന്തൊക്കെ പരിചരണമാണ് എടുക്കേണ്ടത് എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കവിത സിസ്റ്ററെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. Good afternoon. ക്യാൻസർ ഡേയിൽ എന്നെ ആദ്യം പരിചയപ്പെടുന്നത് ഞാൻ ഡോക്ടർ നീരജ്, ഞാനൊരു ഹെമറ്റോളജിസ്റ്റാണ്. ബ്ലഡ് ക്യാൻസറുകൾ ചികിത്സിക്കുന്നു. അപ്പോൾ രക്താർബുദം പലതരത്തിലുണ്ട്. അപ്പോൾ കുറേ ചോദ്യങ്ങൾ രോഗികളിൽ നിന്നും രോഗിയുടെ കൂടെയുള്ള കൂട്ടിരിപ്പുകാരിൽ നിന്നും ഒക്കെ കേട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കണം. അപ്പോൾ പലപ്പോഴും എല്ലാവരുടെയും ഒരു ധാരണ രക്താർബുദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖമാണ്, ഒറ്റ അസുഖം. അസുഖം വന്നു കഴിഞ്ഞാൽ വേറെ ചികിത്സയൊന്നും ഇല്ല എന്നൊരു ധാരണ പലർക്കുണ്ട്. അപ്പോൾ അത് ശരിയാണോ? അത് ശരിയല്ല. രക്താർബുദം എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, പല പല അസുഖങ്ങളുണ്ട് രക്താർബുദത്തിൽ തന്നെ. വളരെ ചികിത്സയൊന്നും വേണ്ടാത്ത വരെ ഉള്ള രക്താർബുദം വരെ ഉണ്ട്. എന്നാൽ കീമോതെറാപ്പി എടുക്കേണ്ടയും മജ്ജ മാറ്റി വെക്കേണ്ട രീതിയിലുള്ള രക്താർബുദമുണ്ട്. അപ്പോൾ ഒരാൾക്കൊരു രക്താർബുദം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളരെയധികം ചികിത്സിക്കേണ്ടതാണെന്ന് തീർച്ചപ്പെടുത്താൻ വരട്ടെ. ചില തരങ്ങളിലുള്ള രക്താർബുദങ്ങൾ നമ്മൾ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം കണ്ടുപിടിക്കുന്നതാണ്. പല രക്താർബുദങ്ങളും മുതിർന്ന ആൾക്കാരിൽ വരുന്നത് പ്രായം കൂടുമ്പോഴാണ്. ഒരു പ്രായം കൂടുന്നതനുസരിച്ച് വരുന്ന പല അസുഖങ്ങളുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ മുമ്പ് കേട്ട് കാണും പല കാരണങ്ങളുണ്ട് ക്യാൻസർ വരാനായിട്ട്. ജീവിതശൈലി പ്രകാരം വരുന്ന പല ക്യാൻസറുകളുണ്ട്. പുകവലിക്കുന്നത്, മദ്യപാനം, അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം ഇല്ലാത്ത ജീവിക്കുന്ന രീതിയിൽ, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതം നയിക്കുന്ന രീതിയിൽ ഒക്കെ വരുന്ന റിസ്ക് ഫാക്ടേഴ്സായിട്ട് പല വരുന്നുണ്ടെങ്കിലും ഈ രക്താർബുദത്തിൽ മിക്കപ്പോഴുമുള്ള രക്താർബുദങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ, ജീവിതശൈലി റിസ്ക് ഫാക്ടറായിട്ട് പലപ്പോഴും കാണാറില്ല. അപ്പോൾ ജീവിതശൈലി റിസ്ക് ഫാക്ടർ അല്ലാതെ വരുന്ന ക്യാൻസറുകളിലൊന്നാണ് ഈ പലതരത്തിലുള്ള രക്താർബുദങ്ങൾ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ത്രീകളിൽ സ്തനാർബുദത്തിന് വേണ്ടിയിട്ട് മാമോഗ്രാം സ്ക്രീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വൻകുടലിലെ ക്യാൻസറിന് വേണ്ടിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യണം. അങ്ങനെ പല സ്ക്രീനിങ് ടെക്നിക്സ് പല ക്യാൻസറുകൾക്കും ഉണ്ടെങ്കിലും രക്താർബുദത്തിന് സ്ക്രീനിങ് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളായിട്ട് കണക്കാക്കുന്നില്ല. നമ്മൾ ബ്ലഡ് എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് രക്താർബുദം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ പല രക്താർബുദങ്ങളും പെട്ടെന്ന് വരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോർമലായാൽ പോലും പക്ഷേ ഈ ആഴ്ച ടെസ്റ്റ് ചെയ്യുമ്പോൾ അബ്നോർമലായിട്ട് വരാം. പെട്ടെന്ന് വരുന്ന പല അസുഖങ്ങളും അങ്ങനെ ഉണ്ടാവാം. അതുപോലെ ചിലപ്പോൾ നമുക്ക്
സ്ക്രീനിങ്ങിൽ കണ്ടുപിടിക്കാനും പറ്റും. ചിലപ്പം നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പലരും ചെക്കപ്പുകൾ ചെയ്യാറുണ്ട്, എക്സിക്യൂട്ടീവ് ചെക്കപ്പുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പം ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് അതിൽ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അതിൽ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പം ചികിത്സ വേണ്ടാത്ത, ഇപ്പോൾ CLL എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, ക്രോണിക് ലിംഫോസൈറ്റിക്. ചിലപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കൗണ്ട് 20,000, 30,000, 1,00,000 ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പം ചികിത്സ വേണ്ടി വരണമെന്നില്ല. പല രക്താർബുദങ്ങളിലും ചികിത്സയുടെ ആവശ്യം ഒബ്സർവേഷൻ, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, ക്ലോസ് ആയിട്ട് സർവൈലൻസ് ചെയ്യുക, അതാണ് ചികിത്സ. മരുന്ന് തന്നെ വേണമെന്നില്ല ചികിത്സയ്ക്ക്. നമ്മൾ അതും കൂടുന്നുണ്ടെങ്കിൽ മാത്രം മരുന്ന് തുടങ്ങിയാൽ മതിയാവും. ചില രക്താർബുദങ്ങളിൽ തന്നെ ഗുളികകൾ മരുന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കീമോതെറാപ്പിയിൽ നിന്ന് മാറിയിട്ട് വെറുതെ ടാബ്ലറ്റുകൾ മരുന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പ്രഷറിനും ഷുഗറിനും ഒക്കെ നമ്മൾ കഴിക്കുന്ന പോലെ ടാബ്ലറ്റുകൾ മാത്രം കഴിച്ച അസുഖം മാറുന്ന രക്താർബുദങ്ങളുണ്ട്. പിന്നെ പല പ്രായത്തിനും രക്താർബുദം വരാം. ചെറിയ കുട്ടികൾക്ക് മുതൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാർക്ക് വരെ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പല രക്താർബുദങ്ങളും പ്രായത്തിൻ്റെ കാരണം വരുന്നതുണ്ട്. MDS, CLL, അങ്ങനെ പല രക്താർബുദങ്ങളും പ്രായം റിസ്ക് ഫാക്ടറായിട്ട് വരുന്നുണ്ടെങ്കിലും കുട്ടികളിൽ കാണുന്ന രക്താർബുദം ഏറ്റവും കൂടുതൽ കാരണം B-സെൽ ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയുന്ന ഒരു രക്താർബുദമാണ്. അപ്പോൾ കുട്ടികളിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറും അത് തന്നെയാണ്. അപ്പം കുട്ടികളിൽ ക്യാൻസർ രക്താർബുദങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റാനും നമുക്ക് സാധിക്കും. അതിൽ പല മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു രക്താർബുദത്തിൽ കീമോതെറാപ്പി വേണ്ടി വരുമ്പോൾ പലപ്പോഴും കൂടുതൽ നേരം കൂടുതൽ സമയം നമ്മൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൂടുതൽ നാൾ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ചികിത്സേനേക്കാളും ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡിൻ്റെ കൗണ്ടിലെ കുറവുകളും അത് സംബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കാരണം കൂടുതൽ നാൾ നമ്മൾ ആശുപത്രിയുടെ ഉള്ളിലോ ആശുപത്രിയുടെ അടുത്തോ നിൽക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഈ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും ഹീമോഗ്ലോബിൻ കുറയണതിൻ്റെയോ കൂടണതിൻ്റെയോ ലക്ഷണങ്ങളായിരിക്കാം. കുറയണതാണ് കൂടുതൽ കാണുന്നത്. ക്ഷീണം വരുന്നു, ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ക്ഷീണം വരും. ശ്വേത അണുക്കൾ, വൈറ്റ് സെൽസ് കുറയുമ്പോൾ അല്ലെങ്കിൽ കൂടുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയും, നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയും. രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് സാംക്രമികമായ രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ തന്നെ സാംക്രമികം അല്ലാതെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള തന്നെ ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഫംഗസ്, വൈറസ് ഒക്കെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫെക്ഷനായിട്ട് ചിലപ്പോൾ രോഗലക്ഷണം അതാവാം. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് വന്ന എല്ലാ പ്ലേറ്റ്ലെറ്റ് കുറയണതോ പലർക്കും പ്ലേറ്റ്ലെറ്റ് കുറയണ വേറെ പല അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം രക്താർബുദമല്ല. എല്ലാ ഹീമോഗ്ലോബിൻ കുറയുന്ന എല്ലാ അസുഖങ്ങളും രക്താർബുദമല്ല, ഹീമോഗ്ലോബിൻ കൂടുന്ന എല്ലാ അസുഖവും രക്താർബുദമല്ല, WBC കുറയുന്ന എല്ലാ രക്താർബുദമല്ല, പ്ലേറ്റ്ലെറ്റ് കുറയണമെന്നെല്ലാം രക്താർബുദമല്ല. പക്ഷേ ഇത് രക്താർബുദത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു അസുഖം വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ബ്ലഡിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ കാണുവാണെങ്കിൽ അപ്പോൾ നമ്മളത് തുടർന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്, എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ രക്താർബുദത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് കുറച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ക്യാൻസറിൻ്റെ ചികിത്സ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ ക്യാൻസറിൻ്റെ ചികിത്സ ഏറ്റവും ചെറിയ ടൗൺ മുതൽ ഏറ്റവും നമുക്കൊട്ടും ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട്. ക്യാൻസറിൻ്റെ പണ്ട് വിചാരിച്ചതിനേക്കാളൊക്കെ ഏറ്റവും ഉൾഗ്രാമങ്ങളിൽ വരെ ക്യാൻസറിൻ്റെ ചികിത്സ ഇപ്പോൾ ലഭ്യമാണ്. ബ്ലഡ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ നിർഭാഗ്യവശാൽ അത്രയും ഒരു ആക്സസ് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം രക്താർബുദം വന്ന് എറണാകുളം ജില്ലയിൽ ചികിത്സിക്കാൻ പറ്റിയ ഒരു ഗവൺമെൻറ് സെൻറ്റർ നോക്കി നടക്കേണ്ടി വരും. നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അത് ഇൻറ്റൻസീവായിട്ടുള്ളൊരു ചികിത്സ ആയതുകൊണ്ടാവാം, ഒരുപക്ഷെ രോഗിയെ കിടത്തി ചികിത്സിക്കുകയും പരിചരണം കൂടുതൽ വേണ്ടതും ഉള്ളതുകൊണ്ടാവാം. ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇനിയും നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി, എസ്പെഷ്യലി മധ്യ കേരളത്തിൽ അങ്ങനെ ഒരു ചികിത്സാ കേന്ദ്രം ഇപ്പം നമ്മുടെ ആശുപത്രി ഒഴിച്ച് പിന്നെ കുറച്ച് പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ഉണ്ടെങ്കിലും ഒരു പലപ്പോഴും പല ആശുപത്രികളിലും പേയിങ് ഔട്ട് ഓഫ് പോക്കറ്റ്, ഇൻഷുറൻസ് സ്കീമോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒരു രോഗിക്ക്
ദൂരെ യാത്ര ചെയ്ത് തിരുവനന്തപുരം വരെയോ തലശ്ശേരി വരെയോ പോയിട്ട് വേണം രക്താർബുദത്തിൻ്റെ ചികിത്സ പലപ്പോഴും എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മാറാനുണ്ട്. രക്താർബുദത്തിൻ്റെ ചികിത്സ കീമോതെറാപ്പി എടുക്കുന്നതും മജ്ജ മാറ്റി വയ്ക്കുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ചികിത്സയിലേക്കാണ് വരുന്നത്. അപ്പോൾ കീമോതെറാപ്പി എടുക്കുന്ന ആ ഭാഗമെങ്കിലും ആ ഒരു തുടക്കത്തിൽ കൂടുതൽ പേർക്ക് കൂടി ആക്സസ് ഉള്ള രീതിയിലേക്ക് ഇനിയുള്ള കാലത്തിൽ വരാൻ നമുക്ക് ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോൺമാരോ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യത്തിൽ കവിത സിസ്റ്റർ കൂടുതൽ പറയും. അത് മജ്ജ മാറ്റി വയ്ക്കുന്നത് ശസ്ത്രക്രിയയല്ല, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. സങ്കീർണമായൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ മജ്ജയിൽ വരുന്ന ക്യാൻസറുകൾ, ചില രക്താർബുദത്തിലെ ലുക്കീമിയ, ലിംഫോമ, മൈലോമ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാത്തിലും മജ്ജ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ അതിനകത്തുള്ള റിസ്ക് കൂടുതലുള്ള അതിൽ മാത്രമാണ് മജ്ജ മാറ്റി വയ്ക്കേണ്ടത്. മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവുന്ന കുറേ ക്യാൻസറുണ്ട്. മറ്റ് ചികിത്സകളില്ലാത്ത ഇതിലാണ് മജ്ജ മാറ്റി വയ്ക്കുന്ന രീതി വരുന്നത്. അതുപോലെ തന്നെ പുതിയ ചില ചികിത്സാ രീതികളും ഉണ്ട്. പുതിയ ചികിത്സാ രീതികളെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പി പോലെയുള്ള ചികിത്സകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള ജനറ്റിക് തെറാപ്പി കൊടുത്തില്ല, വൈറ്റ് സെൽസിനെ കാർ ടി സെൽസ് എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റാണ്. അതായത് നമ്മൾ ശരീരത്തിലെ ശ്വേതാണുക്കളെ എടുത്ത് അതിന് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പവർ കൊടുത്ത് അതിനെ തിരിച്ച് ശരീരത്തിലേക്ക് കയറ്റുക. മരുന്ന് മാറി ശരീരത്തിലെ കോശങ്ങളെ കൊണ്ട് തന്നെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന രീതിയും രക്താർബുദത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ആമുഖമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയുന്നതായിരിക്കും. കവിത സിസ്റ്ററിനോട്. താങ്ക് യു നീരജ് സർ. കവിത മാം, ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞൊരു പേഷ്യൻ്റ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പം നീരജ് സാറ് പറഞ്ഞു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ ബ്ലഡ് ക്യാൻസർ രോഗങ്ങൾക്ക് ചില രോഗങ്ങൾക്കുള്ള ചികിത്സാ രീതിയാണെന്ന് പറഞ്ഞു. അത് 2 തരത്തിൽ ചെയ്യുന്നുണ്ട്, ഓട്ടോലോഗസ്, അലോജനിക്ക്. അപ്പോൾ ആ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് എപ്പോഴും ട്രാൻസ്പ്ലാന്റിന് വരുന്ന പേഷ്യൻസ് ഒരു ഭീതിയോടെയാണ് വരുന്നത്. കാരണം അവർ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലാണ്. അവിടെ തന്നെ കൂടെ ഒരാളാണ് അവരുടെ കൂടെ ഞങ്ങൾ അനുവദിക്കുന്നത്. അപ്പോൾ ആ ഒരാളുമായിട്ടാണ് ആ റൂമിൽ തന്നെ. അല്ലാണ്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം വാർഡിൽ അഡ്മിറ്റ് ആയാലും റൂമിൽ അഡ്മിറ്റ് ആയാലും അവർക്ക് ബന്ധുക്കൾ വരുന്നു, വിസിറ്റേഴ്സ് വരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേറൊരു ഇതുമില്ലാണ്ട് അവരും നേഴ്സസുമായിട്ടാണ് എപ്പോഴും ആ യൂണിറ്റിൽ നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് യൂണിറ്റിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് നമ്മൾ ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഒത്തിരി കുറവാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ നമ്മൾ നിയോനേറ്റ്സിന് എങ്ങനെയാണോ കെയർ കൊടുക്കുന്നത് ആ രീതിയിൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതായത് അണുബാധ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കൊടുക്കുന്ന മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഉണ്ടാകാൻ സാധ്യതയുള്ള GVHD എന്ന് പറഞ്ഞ അസുഖം, അപ്പോൾ അതിൽ എന്തൊക്കെ സിംറ്റംസാണ് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതുണ്ടായാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ട ആവശ്യകത എന്താണ്, ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ വീട്ടിൽ പോയ ശേഷം അവർ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യകതയോടൊപ്പം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേഴ്സസ് പറഞ്ഞു കൊടുക്കുന്നത് കൂടാതെ തന്നെ നമ്മളുടെ ഡയറ്റീഷ്യനും കൗൺസിലിംഗ് കൊടുത്താണ് വിടുന്നത്. എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ തന്നെ അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം, പിന്നെ ഓരോ ഫോളോ അപ്പിന് വരേണ്ടത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എങ്ങനെയാണ് ഫോളോ അപ്പിന് വരേണ്ടത്. അലോജനിക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ 3 മാസം നമ്മളുടെ ഹോസ്പിറ്റലിനടുത്ത് തന്നെ താമസിക്കേണ്ടതിൻ്റെ ആവശ്യകത. കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനടുത്ത് തന്നെ താമസിക്കണം എന്നുള്ളത് പറഞ്ഞു വിടുന്നത്. Questions? Thank you, Neeraj sir. Thank you, Kavita ma'am. Now, I would like to invite Dr. Guhan V, Assistant Professor, GI Surgery, and Dr. Madhu Srinivas, Assistant Professor, GI Surgery. I would also like to invite a stomach care nurse to accompany them. Sir.
എന്താണ് ഈ കൊളോസ്റ്റമി ബാഗ്, അല്ലെങ്കിൽ ഏത് തരം പേഷ്യൻസിനാണ് നമുക്ക് ഈ കൊളോസ്റ്റമി ബാഗ് ആവശ്യമുള്ളത്? Good afternoon, everyone. Thank you for inviting me to this very informative session. First, what sort of patients we do colostomy? So basically, there is colonic tumor and rectal tumors. Mankodale tumor undenginal usually we don't need a stoma. Usually we join up the bowel ends of those patients. If വളരെ താഴോട്ട് ഇൻ രക്തത്തിലെ ഉള്ള ട്യൂമറിൽ മൺകുടലിൽ താഴോട്ട് ഉള്ള രക്തത്തിലെ ഉള്ള ട്യൂമേഴ്സ് എസ്പെഷ്യലി ആഫ്റ്റർ റേഡിയേഷൻ there is a risk of leak. So to prevent that, we do a stoma proximally so that the lower part heals, and then it's usually a temporary stoma for these kind of patients, and it is there for usually for 6 weeks to 2 months, and after that we can reverse the stoma. So these are the sort of patients where we do a temporary, it's more like a diversion stoma, and we reverse it after 6 weeks to 2 months once the joint is healed, that is in the rectum. Okay. Sir, can you elaborate regarding the stoma care? The main complications that can occur in the stoma is sometimes there occurs some ulceration near the stoma due to high output, and if the output is high, the patient might be having some dehydration, electrolyte abnormalities. So these patients have to be followed up for that. And regarding stoma care, and the sister will be speaking more about it. ഈ സ്റ്റോമ എന്ന് പറയുന്നത് എമർജൻസി ആയിട്ട് ചിലർക്ക് ചെയ്യേണ്ടി വരും, ചിലർക്ക് പെർമനൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നേക്കാം. ഈ എമർജൻസി സ്റ്റോമ എന്ന് പറയുന്നത് വൻകുടലിലെ ബ്ലോക്ക് വരുവാണെങ്കിൽ പേഷ്യൻറ്റിക്ക് ഛർദിലും വേദന വയറ് വീരും അത് വന്നിട്ട് എമർജൻസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പേഷ്യൻസുകൾക്ക് ക്യാൻസർ കൊണ്ട് ബ്ലോക്ക് ആയാൽ അത് ചിലർക്ക് അപ്പോൾ തന്നെ മാറ്റാൻ പറ്റും. അഡ്വാൻസ്ഡ് ക്യാൻസർ ആണെങ്കിൽ ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി മാത്രം എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് ടെമ്പററി ആയിട്ട് ചെയ്യുന്ന സ്റ്റോമ. പിന്നെ നാളെ മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കീമോതെറാപ്പി റേഡിയോതെറാപ്പി കഴിഞ്ഞിട്ട് ആ സ്റ്റോമ മാറ്റി അകത്തേക്ക് ഇടും. ട്യൂമർ റിസെക്ട് ചെയ്തിട്ട് മറ്റു ജോയിൻറ്റ് മേളിൽ നല്ല വൻകുടലും താഴെ വൻകുടലും യോജിപ്പിച്ച് വെച്ചിട്ട് അകത്തേക്ക് ഇട്ടുമ്പോൾ അത് ടെമ്പററി സ്റ്റോമ ആണ്. പെർമനൻറ്റ് സ്റ്റോമ ചെയ്യുന്നത് ഈ റെക്ടൽ ക്യാൻസർ, ഏറ്റവും താഴെ വൻകുടലിൻ്റെ അട്ടത്തിൽ വരുന്ന ക്യാൻസേഴ്സ്, അതും താഴെ ഒരു 5 സെൻറ്റിമീറ്റർ മലദ്വാരത്തിന് മേളിൽ അതിനുള്ളിൽ വരെ ക്യാൻസേഴ്സ് കാണാൻ നമുക്ക് പെർമനൻറ്റ് സ്റ്റോമ ചെയ്യുന്നത്. പെർമനൻറ്റ് സ്റ്റോമ എപ്പോഴും ലെഫ്റ്റ് സൈഡ് താഴെ ഭാഗത്തിലാണ് വെക്കുന്നത്. പെർമനൻറ്റ് സ്റ്റോമ ചെയ്ത ആൾക്കാരുടെ നോർമൽ ജീവിതം ജീവിക്കാൻ പറ്റും. പുറത്ത് ആർക്കും അറിയില്ല. അങ്ങനെ കുറേ പേഷ്യൻസ് ഈ വിഷമിക്കുന്നത് ഈ സ്റ്റോമ ചെയ്തിട്ട് മറ്റവർക്ക് അത് അറിയുന്നത് പോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണുമോ എന്താണ് അവർക്ക് വരുന്ന സംശയവും പേടിയും. അതുകൊണ്ട് അവർ മിക്കവാറും സമ്മതിക്കില്ല പെർമനൻറ്റ് സ്റ്റോമ ചെയ്യാൻ. ബട്ട് അത് ഒരു സ്റ്റോമ കെയർ മറ്റ് പ്രീവിയസ്ലി സ്റ്റോമ ചെയ്ത പേഷ്യൻസിൻ്റെ ഗ്രൂപ്പ്സൊക്കെ ഉണ്ട് നമുക്ക്. അതിൽ അവർ കൂടെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് അവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് സ്റ്റോമ വെച്ചിട്ട് നോർമൽ ചെറിയ ചോദ്യങ്ങൾ. എന്താ വെച്ചാൽ എനിക്ക് പാൻറ്റ് കൊടുത്താൻ പറ്റുമോ ഡോക്ടർ എന്നൊക്കെ ചോദിക്കും. പിന്നെ അത് പുറത്ത് നോർമൽ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഈ ജോലി ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. എല്ലാം നോർമലായി ചെയ്യാം. ഇപ്പം നമുക്ക് നോർമൽ ഡെയിലി മോഷൻ പോകുന്നത് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പോകും. അത് അങ്ങനെയാണ് സ്റ്റോമാലും വരുന്നത്, പർട്ടിക്കുലർലി വൻകുടലിൽ ചെയ്യുന്ന സ്റ്റോമയിൽ. ഡോക്ടർ ഗുവൻ പറഞ്ഞ പോലെ ഈ വൻകുടൽ ഓപ്പറേഷൻ, ക്യാൻസർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് യോജിപ്പിച്ചിട്ട് ആ ജോയിൻറ്റ് ഉണങ്ങാൻ വേണ്ടി സമയം കൊടുക്കാൻ ചെയ്യുന്ന ടെമ്പററി സ്റ്റോമ ഉണ്ട്. അതാണ് ഐലിയോസ്റ്റമി എന്ന് പറയുന്നത്. അത് ചെറുകുടൽ ഏറ്റവും താഴെ ചെറുകുടൽ ഭാഗത്തിലാണ് ചെയ്യുന്നത്. അതിലെ സ്റ്റോമ ഔട്ട്പുട്ടൊക്കെ ചിലപ്പം കൂടുതലായി വരും. പക്ഷെ അത് ടെമ്പററി ആണ്, അത് മാനേജ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് ശ്രീരേഖ സിസ്റ്റർ, സ്റ്റോമ കെയർ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റേ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? Good afternoon.
നമ്മളിവിടുന്ന് ഒരു സർജറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സർജറി പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ പേഷ്യൻറ്റിന് ഭയങ്കര ടെൻഷനായിരിക്കും. നമ്മളിതെങ്ങനെ മാനേജ് ചെയ്യും. നമ്മൾ ആകെ ഒരു 7 ദിവസമായിരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. പേഷ്യൻറ്റിനും കൂടെയുള്ള ആൾക്കാർക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കും. പിന്നെ ചില പേഷ്യൻസ് ഉണ്ടാവും പെട്ടെന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് എന്താ പറയുക മാനസികമായിട്ട് കുറച്ച് ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും പേടിയായിരിക്കും നമ്മളിതെങ്ങനെ മാനേജ് ചെയ്യും. പെട്ടെന്നൊരു ലീക്കിങ്, നമുക്കിതിലുണ്ടാകുന്ന ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഇല്ലിയോസ്റ്റമി പേഷ്യൻസ് ആയിരിക്കും. അതായത് ടെമ്പററി ആയിട്ട് സ്റ്റോമ വെക്കുന്ന പേഷ്യൻസിനാണ് നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളത്. അപ്പം ആ പേഷ്യൻസിന് ഇല്ലിയോസ്റ്റമി പേഷ്യൻസിനാകുമ്പോൾ കുറച്ച് ഫ്ലൂയിഡായിട്ടായിരിക്കും മോഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഈ ബാഗൊക്കെ സെറ്റ് ചെയ്തില്ല, ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലീക്കിംഗ് ഒക്കെ വരും. ആ സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ചെയ്യും, നമ്മൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. നമ്മൾ വീഡിയോ അടക്കം പേഷ്യൻസിന് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ നമ്പർ കൊടുക്കും. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ അവർക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ രീതികൾ, കുറച്ച് എരിവ്, പുളി അങ്ങനെയൊക്കെയുള്ള ഗ്യാസ്ട്രിക് ഇതായിട്ടുള്ള പിന്നെ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ സാധാരണ രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറയും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തത്തിൻ്റെ സൈഡിൽ നമുക്ക് മസിൽസ് ഉണ്ടാവും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇലിയോസ്റ്റമി ഇങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ആകുമ്പോൾ നമുക്ക് മസിൽസ് ഉണ്ടാവില്ല. അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് മോഷൻ ഔട്ട്പുട്ട് വരും. അപ്പോൾ ആ സമയം അതിനൊരു സമയം, അതായത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ മോഷൻ നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് കിടക്കാം എന്നുള്ള രീതിയിൽ നമുക്കൊരു 7 മണി 8 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിന് ശേഷം ഒരു 2 മണിക്കൂറിനുള്ളിൽ പിന്നെ മോഷൻ വന്നു നമ്മൾ ഡ്രെയിൻ ചെയ്ത് അതിന് ശേഷം കിടക്കുക. അതേപോലെ തന്നെ രാത്രി 1 മണി 2 മണി സമയത്തൊക്കെ നമ്മൾ അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ എപ്പോഴും ഒരു ടെൻഷനായിരിക്കും പേഷ്യൻസിന്. ഇത് ബാഗ് ലീക്ക് ചെയ്യുമോ, ബാഗ് പൊട്ടിപ്പോവോ, അങ്ങനത്തെയൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. അപ്പം ചില നമ്മൾ രാത്രി 1 മണി 2 മണി സമയത്തിനുള്ളിലൊക്കെ നമ്മളൊരു അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് കിടക്കാൻ പറ്റും. ആ അലാം അടിക്കുന്ന സമയത്ത് പോയി ഒന്നും കൂടെ ഡ്രെയിൻ ചെയ്യുക. പിന്നെ നമുക്ക് മോർണിംഗിലെ അങ്ങനത്തെ ഒരു ഇത് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ നമുക്ക് പേഷ്യൻസിന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാഗ് സെറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കത് ബാഗ് കട്ട് ചെയ്യുന്നതുണ്ട് സ്റ്റോമയുടെ വലുപ്പത്തിനനുസരിച്ച്. ചില പേഷ്യൻസ് ഒരുപാട് വലുപ്പത്തിൽ സ്റ്റോമയേക്കാൾ ഒരുപാട് ഗ്യാപ്പിൽ കട്ട് ചെയ്യും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ മോഷൻ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങി അവിടെ കളക്ട് ചെയ്ത് കിടക്കും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ സ്കിന്നിൽ ചെറിയൊരു റെഡ്നെസ് വരും, പിന്നെ സ്കിൻ പീലിംഗ് വരും. ആ സമയങ്ങളിൽ ഭയങ്കര പെയിൻ വരും, പുകച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളെ വിളിച്ചിട്ട് ഇവർ പറയുക നമുക്ക് സ്റ്റോമയുടെ അടുത്ത് പെയിൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്റ്റോമയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ സമയങ്ങളിൽ ബാഗ് കഴിച്ച് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിന് സ്കിൻ കണ്ടീഷനിങ് ക്രീമുണ്ട്, പൗഡറുണ്ട്. അങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റിന് വേണമെങ്കിൽ മാത്രം നമ്മൾ അവരെ കൊണ്ട് മേടിപ്പിക്കുകയും ചെയ്യും. നമ്മൾ പേഴ്സണൽ നമ്പറാണ് അവർക്ക് കൊടുക്കാറ്. ഏത് സമയത്തും അവർക്ക് നമ്മളെ വിളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. Thank you, sister. Any questions? Sister. നമുക്ക് നോർമലായിട്ട് നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് പറയുന്നത് 7 ദിവസം 8 ദിവസമാണ് നമ്മളൊരു ബാഗ് യൂസ് ചെയ്യാൻ പറയുന്നത്. ബാഗ് യൂസ് ചെയ്യാൻ നമുക്ക് അതിനിടയിൽ എപ്പോഴെങ്കിലും ലീക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറയാറുള്ളൂ. 7 ദിവസം 8 ദിവസം നമുക്കൊരു ബാഗ് യൂസ് ചെയ്യാം. യൂഷ്വലി അവരുടെ ഒരു പബ്ലിക് അപ്പിയറൻസിനും അതിലൊക്കെ ഒരു പബ്ലിക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ടല്ലോ. ഇങ്ങനെ ബാഗുണ്ട്, അപ്പം അവർക്ക് പൊതുവേ അത് വറീഡ് ആവുമല്ലോ. അപ്പം അതിനൊക്കെ ആക്ച്വലി എന്താ നമ്മൾ കൗൺസിലിംഗ് വെച്ച് മാത്രമാണോ, എങ്ങനെയാണ്? അതെ, നമ്മൾ കൂടുതലും പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട്. പേഷ്യൻറ്റ് പറയാറുണ്ട്, ചില പേഷ്യൻറ്റ് പറയും ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, ഏതെങ്കിലും ഫംഗ്ഷന് പോകാൻ പറ്റില്ല, മറ്റുള്ളവരറിയുമോ, നമുക്കിത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബാഗ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഡൗട്ട്. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ഏത് ഫംഗ്ഷന് പോകാം, പള്ളിയിൽ പോകാം, അമ്പലത്തിൽ പോകാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മുടെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളാണ്. നമുക്ക്
എല്ലാവർക്കും നോർമലായിട്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിൽ പോകാറ്. ഇത് കുറച്ച് ബാഗിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെയുള്ള മറ്റ് പൊതുപരിപാടികൾക്കോ ഫംഗ്ഷനോ ഒന്നും പോകുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അതേപോലെ നമ്മളെപ്പോഴും പറയുന്ന പേഷ്യൻ്റ് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ എക്സ്ട്രാ ഒരു ബാഗ് കയ്യിൽ കരുതണം എന്ന് മാത്രമേ പറയുള്ളൂ. വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് വേർക്കുന്ന, അതായത് നന്നായിട്ട് വെയിലൊക്കെയുള്ള സമയമാണ്, നന്നായിട്ട് വേർക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു ഇതുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബാഗ് ഇളകി പോകാനോ ലീക്കിങ്ങിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം പുതുതായിട്ട് നമുക്ക് ആ സമയത്ത് സെറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ബാഗ് കൊണ്ട് നടക്കാൻ പറയാറുണ്ട്. Thank you. Thank you, Dr. Guhan, Dr. Madhu and Sri Rega sister. That was an informative session. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടേംസും എല്ലാം കേട്ട് നമ്മൾ കുറച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. സോ നൗ വി ഹാവ് വാണി ടു എൻ്റർടൈൻ us with a song. അമ്പലപ്പുഴേ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ. അഗ്നിസാക്ഷിയായി നിലത്താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും. മന്ത്രകോടിയിൽ ഞാൻ മുങ്ങി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിടകും നിലവിൽ അമ്പലപ്പുഴേ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ ഓടി വന്നുവോ.
വേളയിൽ ഞാൻ കൂട്ടുനിൽക്കാം. വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. തുളസീദളമായി തിരുമലരടികൾ വീണമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. കൺവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ത്രിപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. Thank you. Vani, can you just stay back? I request Dr. Haridas sir to present a token of love. Here to you, sir. Thank you, sir. Next, I would like to invite Mr. Anthony PJ, Assistant Director, Jeevan TV, to talk about the role of media in cancer. And I would also like to invite Dr. Ram Manohar sir, who is a Research Director of Advanced Research in Ayurveda, Amrita School of Ayurveda, Amritapuri, to talk about integrative medicine, the role of integrative medicine in treatment of cancer. Anthony PJ, sir. നമസ്കാരം. ആദ്യമായി എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ക്യാൻസർ ചികിത്സയിൽ രോഗികൾക്ക് ലോകമെമ്പാടും എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് അൺമെറ്റ് നീഡ്സും ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്സും ഉണ്ട്. ആധുനിക ചികിത്സാ രീതികൾ വളരെയധികം പുരോഗമനം വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാ രോഗികളിലേക്കും അവർക്ക് ആക്സസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ചികിത്സാ രീതികൾ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ലോ ഇൻകം മിഡിൽ ഇൻകം കൺട്രീസിൽ ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ സിസ്റ്റംസ് കൂടുതലായിട്ട് ക്യാൻസർ രോഗികളെ ആശ്രയിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ആയുഷ് മെഡിക്കൽ സിസ്റ്റംസിന് പ്രത്യേക ഒരു അസ്തിത്വമുണ്ട്, ലീഗൽ റെക്കഗ്നിഷനുണ്ട്. പക്ഷെ മറ്റ് രാജ്യങ്ങളിൽ വേറെ അലോപ്പതി ഈസ് ദ ഡോമിനൻറ്റ് സിസ്റ്റം. ദർ ഇസ് ദിസ് ന്യൂ കോൺസെപ്റ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റീവ് ഓങ്കോളജി. In India, patients approach alternative medicinal practitioners independently, whereas globally there is a movement of what is called integrative oncology. So I'd like to share a few thoughts on what are the developments and how we can learn from this new development and try to implement it in India. So integrative oncology is based on the idea of incorporating the practices that are supported by best evidence from other systems into cancer care. So the key point here is evidence-based integration. Whereas in India, what is happening is that patients the integration in India is actually patient-driven. Every patient will decide what practitioner they should go to. And this is creating a lot of challenges
One major issue is that when modern medical treatment and traditional treatments are done together, especially if herbal medicines are used, there is a lot of concern about herb-drug interactions. Many challenges are there in this area which we need to address. And for that, it is very essential that modern oncologists and traditional practitioners come together within a framework of integration. Because what is happening to the patient with respect to different medical systems should be well known to all the practitioners, which is not the situation here. So globally there are new initiatives at Amrita School of Ayurveda. We are involved with the National Cancer Institute in the US, the Society of Integrative Oncology, and a few institutes like the MD Anderson Cancer Research Center, where they are developing approaches to see what are the practices in traditional system that can be safely and effectively integrated. So many of the concerns that is being addressed by integrative oncology are centered around, supportive care, palliative care, especially care during and after chemotherapy, addressing a whole range of symptoms like, cancer pain, fatigue, anxiety, sleep deprivation, constipation, mucositis after, chemotherapy. And many preliminary studies have indicated that traditional and alternative practices can be helpful, in mitigating these side effects and improving the quality of life. So bodies like ASCO have come up with clear guidelines on where traditional medicine can be used and how it can be integrated. So I think when we look at India, integrative oncology is still, in its nascent stage. And I think this global experience will be very useful, because India has many traditional medical systems which are legally sanctioned. There is always the concern. Some studies, even here under Dr. Pavitran sir, a PhD student, tried to see what is the prevalence of the use of complementary and alternative medicine along with cancer care. Without the knowledge of modern medical practitioners, it is 30-40% of patients are also accessing traditional medical practitioners. So this is a matter of concern. There are two issues here. One is what are the benefits of traditional, adding traditional medicine, but we should also be concerned about what could be the potential harms. If there is no clear understanding and if there are no drug-herb interaction studies, then some of these practices could actually be harmful for the patient. So to put it in a nutshell, I think cancer with cancer incidence rising, and cancer care costs increasing, and with still majority of the population, 80% of the cancer burden is in low income, middle income countries, and these people do not have access to modern cancer care. So it is very likely that the use of alternative therapies will be also increasing, and that brings with a lot of concerns about side effects and other problems. So it is very essential that we bring this concept of integrative oncology also into India. And I believe that a cancer patient should not be treated independently by practitioners of different systems. We should create a framework where they are all working together and there is proper communication and understanding of what works and what works not, what is safe and what is not safe. And then definitely I think adding traditional complementary medicine can be a big value addition in cancer care. It can address many unmet needs of cancer patients and generally help in improving quality of life. Thank you. മീഡിയ എങ്ങനെ ക്യാൻസർ പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ അതിലൊക്കെ സഹായിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് ഞങ്ങൾ വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ ക്യാൻസർ രജിസ്റ്ററി ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം പത്രങ്ങൾക്കാണ്. ഇപ്പം ഞാൻ മനോരമ വായിക്കുന്ന ഒരാളാണെങ്കിൽ അതിലൊരു കോഡ് സ്കാൻ ചെയ്താൽ ഞാൻ രോഗിയാണോ അല്ലേന്ന് മനോരമയുടെ ഹെഡ് ഓഫീസിലാണ്. അങ്ങനെ കേരളത്തിലെ 75 ലക്ഷം കുടുംബങ്ങളിലും പത്രം വരുന്നുണ്ട്. ഈ പത്രത്തിലെ സ്കാൻ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ക്യാൻസർ രജിസ്റ്ററി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 55 ലക്ഷം പേരുടെ ക്യാൻസർ രജിസ്റ്ററി നമുക്കുള്ളൂ. അത് പെരുപ്പിക്കുകയാണ്.
അതിൽ പെണ്ണിന് ക്യാൻസർ വരാൻ പാടില്ലാത്തതാണ് സ്ത്രീക്ക്, കാരണം അവൾ അമ്മ കൂടിയാണ്. അപ്പോൾ പിന്നെ ബ്രസ്റ്റിൽ ക്യാൻസർ വരാൻ പാടില്ല. അതിൽ ദൈവമായിട്ടൊരു ചാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അതിനൊരു പരിഹാരം കാണും. ഷീസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഷീസ് റിപ്രൊഡക്റ്റീവ്. എന്നിട്ട് പിന്നെ അവൾക്ക് ക്യാൻസറും കൂടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു അനീതി, ഇൻഇക്വാലിറ്റി അതിലുണ്ട്. അത് ദൈവം തീർക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇതിനെ നമുക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പം ഞങ്ങളുടെയൊക്കെ സ്ക്രീനിൽ വരുന്ന സ്ക്രീനിൽ കോഡ് ചെയ്താൽ പി ജാനണി ക്യാൻസർ രജിസ്ട്രിയിൽ എൻ്റർ ആവും. അപ്പോൾ വ്യാപകമായ റീച്ച് ഔട്ടുള്ളതാണ് മീഡിയ. അതിനെ ക്യാൻസർ കെയർ സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊരു സങ്കടവും പരാതിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒറ്റ ക്ലിക്ക് കൊണ്ട് ഒരു രജിസ്ട്രി ഉണ്ടാക്കിയെടുക്കാം. വി നീഡ് ഓൺലി 1 month. അതെല്ലാവരും കൂടി ഒന്ന് മൂവ് ചെയ്താൽ. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ട് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്യാൻസർ കെയർ ഹോസ്പിറ്റൽസ് ആൻഡ് മിനിസ്ട്രി ഈസ് വെരി മച്ച് പോസിബിൾ നൗ. ഷീ അണ്ടർസ്റ്റാൻഡ് വെൽ. അങ്ങനൊരു അറ്റംപ്റ്റ് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, മെഡിക്കൽ സിലബസിൽ ഈ കാർസോജനിക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. നമ്മളൊക്കെ മലയാളം 2ാം പേപ്പർ പഠിക്കണ പോലെയാണ്. ഞങ്ങളുടെ ഒരു വേദന പറയാണ്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ കണ്ടുപിടിക്കൽ നടക്കണമെങ്കിൽ ഇൻറ്റേൺസിനെങ്കിലും ഈ ക്യാൻസറിൻ്റെ ഫിസിക്കൽ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്കറിയില്ല. എൻ്റെ വൈഫിന് ക്യാൻസർ വന്നപ്പോൾ അവളുടെ പ്രാർത്ഥന 5 കൊല്ലം കൂടി എനിക്ക് ലൈഫ് വേണമെന്നാണ്. ബ്രസ്റ്റ് ക്യാൻസർ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, കൊല്ലത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കൊച്ചുമോൻ MBBS ചേർന്നിട്ടും വേണം അവൾക്ക് മരിക്കാമെന്നാണ്. ഇപ്പോൾ അവൻ MBBS 4ാം കൊല്ലമായി. പക്ഷേ എൻ്റെ ഭാര്യ പൂർണ്ണ ആരോഗ്യവതിയായി. പണ്ടത്തേക്കാൾ ആരോഗ്യമുണ്ട്. വഴക്ക് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ആരോഗ്യം കൂടുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ആരോഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, ലിവിങ് വിത്ത് ക്യാൻസർ. അപ്പോൾ ഈ ഇൻറ്റേൺസിനും ഈ MBBS സിലബസിലും ഒരു ചെറിയ മാറ്റം. കാരണം നമ്മൾ അതൊരു റിയാലിറ്റി ആയിട്ട് അംഗീകരിക്കണം ക്യാൻസറിന്. 2, ഇൻറ്റേൺസിന് ഒരു ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ വെച്ച് തന്നെ ഈ രോഗിയുടെ ചില പ്രകടന പത്രിക, ക്യാൻസറിൻ്റെ പ്രകടന പത്രിക വായിക്കാൻ പറ്റും. സോ ദേ ക്യാൻ റെഫർ. അതാണ് അങ്ങനെ തോന്നി വരും. 3ാമത്, ആശ എന്നുള്ളതിനേക്കാൾ നല്ല വാക്ക് പ്രത്യാശ എന്നാണ്. ദൈവത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല ട്രീറ്റ്മെൻറ്റിൽ. ഡോക്ടറുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പക്ഷേ ദൈവത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാം. ദൈവത്തെ, നോട്ട് റിലീജിയൻ, ബട്ട് ദർ ഇസ് എൻ ഇന്നർ മാൻ giving the deep bravery to face the life with a challenge. 2 കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എല്ലാവരും മരിക്കും എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ എൻ്റെ മരണം ഒരു വലിയൊരു എക്സെപ്ഷനല്ല, ഞാനും മരിക്കും. അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്ന് എഴുതണം. എനിക്ക് തോന്നുന്നത് സ്നേഹിക്കും കൂടുതൽ നമ്മുടെ ഈ ബ്രെയിൻ ഒരു വലിയ മെഡിക്കൽ ഷോപ്പാണ്. ഈ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ, നോട്ട് സോ കോൾഡ് ഗോഡ് ബട്ട് ഗോഡ്, അമൃതംഗമയ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ദൈവത്തിൻ്റെ ചിന്തയുണ്ടെങ്കിൽ അതായിരിക്കും ഭയങ്കര പമ്പിങ്. നമ്മുടെ ഈ ഹോർമോൺസിൻ്റെയൊക്കെ ചെപ്പ് തുറക്കും ഫെയ്ത്ത് ഉണ്ടെങ്കിൽ. ഹീലിംഗ് ഹോർമോൺസ് ഇങ്ങനെ ഒഴുകി വരും, നമ്മുടെ ആത്മവിശ്വാസം കൂടും. പക്ഷെ അതിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല നമ്മുടെ മെഡിക്കൽ സയൻസ്. എനിക്കൊരു ഓർമ്മയുണ്ട്, എൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കഞ്ഞിവെള്ളം കൊടുക്കുന്ന 3-4 സഹോദരിമാർ, കീമോ കഴിഞ്ഞ് കിടക്കുന്നവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കും. അവർക്ക് റിലീജിയസ് എംബ്ലംസ് ഒന്നുമില്ല, പക്ഷെ അവർ നെറ്റിയിൽ ഇങ്ങനെ വെറുതെ തൊടും. ജസ്റ്റ് എ ടച്ച്, ദാറ്റ് ഈസ് എ ഹീലിംഗ് ടച്ച്. ടച്ച് എന്ന് പറയുന്ന, ഇപ്പം ഞാൻ പവിത്രൻ ഡോക്ടറെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഡോക്ടർ എന്നെ ഇങ്ങനെ തൊട്ടാൽ
ഇറ്റ്സ് എ ടച്ച്. ഇപ്പോഴത്തെ ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രോബ്ലം, can I tell it? They are not touching. They are fully depending upon the machines. നീ അതെടുത്തു കൊണ്ടുവാ, നീ ഇതെടുത്തു കൊണ്ടുവാ. അപ്പം നമ്മൾ ഈ റിപ്പോർട്ട് ഇങ്ങനെ വായിച്ചിട്ട് 9ാം ക്ലാസ്സിൽ ഞാൻ കണക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. RBC, WBC, RCC എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു മെൻറ്റർ ഡോക്ടറെ വേണം. മേ ബി ദ സീനിയേഴ്സ് വെരി ബിസി, ദേ ആർ എൻഗേജ്. പ്രൊഫസർമാർക്ക് ക്ലാസ് എടുക്കണം, HOD പണിയും ചെയ്യണം, പേഷ്യൻസിനെ നോക്കണം. പക്ഷെ ഒരു മെൻറ്റർ ഡോക്ടർ, പാലിയേറ്റീവ് എന്നുള്ള വാക്കൊരു സിസ്റ്ററോട് പറഞ്ഞപ്പോൾ ഞാനൊക്കെ പാലിയേറ്റീവ് കെയർ ചെയ്തിട്ടുള്ള തണുപ്പുള്ള സമയത്ത് വഴിയിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് പുതപ്പ് കൊടുക്കും. അത് വെറുതെ അവരുടെ കാലിൻ്റെ അടി പുതപ്പ്, സൈക്കിളമ്മ പോയിട്ട് പുതപ്പ് ഇട്ട് കൊടുക്കും. അതൊരു ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റാണ്. പാലിയേറ്റീവ് തുടങ്ങുന്നത് തന്നെ പുതപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനൊരു അപ്രോച്ച് നമ്മുടെ ഈ ക്യാൻസർ. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഒരു കോംപ്രഹെൻസീവ് ക്യാൻസർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ക്യാൻസർ ഉണ്ടോ? അയ്യോ നിന്നെയൊക്കെ ഇതിൽ ചേർക്കാൻ പറ്റില്ല. നിനക്ക് എത്ര വയസ്സായി? 69. അയ്യോ നിന്നെ ഒക്കെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഏത് ക്യാൻസർ രോഗിക്കും ചേരാവുന്നതും മരണം വരെ അവർ എല്ലാവിധ ചികിത്സ കിട്ടാവുന്നതുമായ പ്രീമിയം, ആ പ്രീമിയം സ്പോൺസർ ചെയ്യാൻ ആളുകളുണ്ട്. അത് ഞങ്ങൾ സ്പോൺസർ ചെയ്യിപ്പിച്ചോളാം. പക്ഷെ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കണം. ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ പ്രീമിയം സ്പോൺസർ ഉണ്ട്, പക്ഷേ സ്കീമില്ല. അതിനാരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ ഈ ഹെൽത്ത് കെയറിലെ പ്രത്യേകിച്ച് കാർസോജനിക് കമ്മ്യൂണിറ്റി, ഞങ്ങളതിനെ കാർസോജനിക് കമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുന്നത്. ഒരു സത്യം കൂടി പറയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ചില ആളുകൾ മീഡിയാസ് പ്രചരിപ്പിക്കുന്നത് ക്യാൻസർ 4th സ്റ്റേജിലാണെങ്കിൽ, അത് ഡോക്ടർമാരാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം, 4th സ്റ്റേജിലാണെങ്കിൽ പിന്നെ മഞ്ച ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. RIP, റിട്ടേൺ ഇഫ് പോസിബിൾ എന്ന് പറയുന്നൊരു പ്രൊവിഷനാണ് ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും പേടിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, പ്രത്യാശ ഉണ്ടാക്കാം, ആശ ഉണ്ടാക്കാം, ഭയം ഉണ്ടാക്കാം. ഒരു ഭയവും വേണ്ട. ഞാൻ ക്യാൻസർ 4A 2.5 വർഷമായി. ഞാൻ 11 ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞാൻ സാധാരണ 2 മണിക്കൂറൊക്കെയാണ് പ്രസംഗിക്കാറ്, പ്രസംഗം ചുരുക്കണോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു 3 മണിക്കൂറാക്കാൻ പറ്റുമെങ്കിൽ ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ തോമസ് പിക്കറ്റിയുടെ ഇനീക്വാലിറ്റിയെക്കുറിച്ചുള്ള ഒരു സെമിനാറിൽ പ്രസംഗിച്ചിട്ടാണ് ഇപ്പോൾ നിന്നോട് വരുന്നത്. അപ്പോൾ 4A ജീവിക്കാം. ഞാനൊരു കീമോ എടുത്തില്ല, എനിക്കൊരു റേഡിയോ തെറാപ്പിയും വേണ്ടി വന്നില്ല. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു തുണ്ടുണ്ട്. ഇത് ഞാൻ കഴിക്കുന്ന ഒരു മരുന്നാണ്, 11 ഡോക്ടർ എഴുതി തന്നാണ്. ഞാൻ 2020 ഡിസംബറിൽ ഞാൻ ഈ കാർസോജനിക്കാണെന്ന് എന്നോട് ടിങ്കു ജോസഫ് സാറ് പറയുമ്പോഴാണ്, ദാറ്റ് വാസ് മൈ ഒരു പുതിയ ക്രിസ്മസ് ആയിരുന്നു എനിക്ക്. അത് പരിശോധന കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹം നിൽക്കും. കാരണം എന്താ അറിയൂ, ഈ മയക്ക് കിടത്തിയിട്ട് എന്തോ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് അവർ പരിശോധിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ എൻ്റെ മോളിൽ നിന്ന് ഉറക്കം വിളിച്ചു. അപ്പോൾ അവൾക്ക് ബോധ്യമായി ഞാൻ അവളെ പൂർണ്ണമായും അഗാധമായും സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് പിന്നെ വലിയ പ്രോബ്ലംസ് ഇല്ല. അല്ല, അങ്ങനെ ഭയങ്കര സൊല്യൂഷൻസാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഞാൻ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് ഐ ഷുഡ് ഗെറ്റ് എ സപ്പോർട്ട് ഓഫ് ലവ്. എനിക്കൊരു പുതപ്പ് വേണം, ഒരു പാലിയേറ്റീവ് വേണം. ദ നിയറസ്റ്റ് പാലിയേറ്റീവ് യൂണിറ്റ് ഓഫ് മൈ ലൈഫ് ഈസ് മൈ വൈഫ്. സോ ഐ നീഡ് ഹെർ മോർ. അപ്പോൾ ഞാൻ അവളെ ഞാൻ ഒന്നുകൂടി ഉറക്കുക അവളുടെ. എനിക്ക് വേറെ ആളുടെ പേര് വിളിക്കുക. എൻ്റെ മൂത്ത മോളുണ്ട്, എൻ്റെ 2ാമത്തെ മോളുണ്ട്, അവരുടെ പേരൊന്നും വിളിച്ചില്ല. I am a journalist and I am a politician, so I know how to tackle a situation. So I loudly call her name. And the eros, the hormones of my wife's brain, it's just മുല്ലപ്പെരിയാർ പൊട്ടണ പോലെ സ്നേഹമാണ് പിന്നെ. So അത് തന്നെ it became a medicine for me. So I am comfort with 4A. So I know how to live with cancer. Without chemo, without radiotherapy,
ഐ ക്യാൻ. അതിന് എന്നെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ദൈവം. ദൈവം മീൻസ് നോട്ട് ഇൻ ബ്രാക്കറ്റ് but a spirituality. An inner man is telling me inside. You can call it Jivatma. And Paramatma is appearing inside me as Jivatma, and that Jivatma, that inner man is telling me, Anthony, go on. March forward. Go and spell. നീ ലോകത്തോട് പോയി എല്ലാ കാര്യങ്ങളും പറ. ഡീസലിന് നമുക്ക് 2 രൂപ കൂട്ടിയിട്ട് 1 രൂപ കുറയ്ക്കാമെന്ന് പറ. കുറയ്ക്കാം. So it's a kind of negotiation. Politics has become a kind of negotiation. അപ്പം അതുകൊണ്ട് ചികിത്സയിൽ ദൈവത്തെ ഉപയോഗപ്പെടുത്തണം. എൻ്റെ ഒരു കൊതി ഞാൻ പറയാം. ചികിത്സയിൽ ഇൻഷുറൻസിന് ഉപയോഗപ്പെടുത്തണം. എൻ്റെ ഒരു കൊതി പറയാം. ചികിത്സയിൽ രജിസ്റ്ററി ഉണ്ടാക്കണം നമുക്ക്. അത് പത്രങ്ങളുടെയും ടെലിവിഷൻ്റെയും സഹായം ഉണ്ടെങ്കിൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ക്യാൻസർ രജിസ്ട്രി ഉണ്ടാക്കാം. 4 ഇൻറ്റേൺസിനെ നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പഠിപ്പിക്കണം. അങ്ങനത്തെ മൂവ്മെൻറ്റിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. മീഡിയ വേൾഡ് ഞങ്ങൾക്കൊക്കെ സംഘടനയുണ്ട്. കേരള ടെലിവിഷൻ ഫെഡറേഷൻ എന്ന് പറയുന്നൊരു സംഘടന വളരെ സ്ട്രോങ് ആണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റൊക്കെ ടേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആരും ഞങ്ങളോട് പറയുന്നില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്നവരൊക്കെ ഇതിനെ ഫെസ്റ്റിവലാക്കണമെന്ന് പറയാം. രോഗം മാറിയ സിനിമാ താരങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുക. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതങ്ങനെ ആഗ്രഹമില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ മീനിങ് ഫുള്ളായിട്ട് സഹായിക്കാൻ പറ്റും. രജിസ്റ്ററി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാരുമായിട്ടുള്ള അഭിമുഖങ്ങൾ, സാധാരണക്കാരൻ്റെ സംശയങ്ങൾ ഞങ്ങൾക്ക് അരമണിക്കൂർ ഞങ്ങളുടെ ടെലിവിഷനിൽ, ഞങ്ങളുടെ ഫെഡറേഷൻ തീരുമാനിച്ച എല്ലാ ടെലിവിഷനിലും ഒരേ മാറ്റർ മാറി മാറി വരാൻ പറ്റും. അപ്പോൾ ആളുകൾക്ക് ഒന്നുകൂടി അവയർനെസ് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു കാർസോജനിക് കമ്മ്യൂണിറ്റി, അത് മരുന്ന് കമ്പനിക്കാർ സഹായിക്കാം. ഒരുപക്ഷെ ഒരു അരമണിക്കൂർ ഒന്ന് ചെയ്യാനായിട്ട് അതൊരു കളക്റ്റീവ് ബാർഗെയിനിങ് ആണെങ്കിൽ ഞങ്ങൾക്ക് ധാരാളം പൈസ ടെലികാസ്റ്റിംഗ് കോസ്റ്റ് മാത്രം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അമൃത മുന്നോട്ട് വരണം. അപ്പോൾ അമൃത എന്ന് പറയുന്നത് എനിക്കൊക്കെ ഒരു പാലിയേറ്റീവ് പോലെ, ഒരു പുതപ്പിക്കുന്നത് പോലെയാണ്. കാരണം കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ ലോലമായ ഹൃദയമുള്ളത് കൊണ്ടോ ഒരു 15 വർഷം മുമ്പ് എനിക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ ചുമരിടിഞ്ഞു. അപ്പോൾ അതിന് റിങ് കെട്ടി തന്നത് ഈ ആശുപത്രിയാണ്. ഹാർട്ടിൻ്റെ ചുമരിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ഒരു റിങ് ഉണ്ടാക്കുക. അപ്പോൾ എത്ര റിങ് ഇടണം എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ആവശ്യമായിട്ടുള്ള റിങ്ങൊക്കെ ഇട്ടോ. അപ്പോൾ അവർ 3 റിങ് ഇട്ടു. അന്ന് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നത്. അപ്പോൾ ഒരു ഗുളിക എഴുതി തന്നു ഭാഗത്തിൻ്റെ ഡോക്ടർ. ആ ഒരു ഗുളിയും കഴിച്ച് നമ്മൾ 2.5 വർഷമായിട്ട് സുഖമായി ഇങ്ങനെ സംസാരിക്കുക. ഐ എം സോ ഹാപ്പി. ഞാൻ ദൈവത്തെ ഉപയോഗപ്പെടുത്തി, വായനയെ ഉപയോഗപ്പെടുത്തി, പ്രസംഗത്തെ ഉപയോഗപ്പെടുത്തി, കമ്മ്യൂണിറ്റി ലൈഫ് ഒന്നുകൂടി കൂട്ടി. ഞാനൊന്നുകൂടി എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കാൻ ആരംഭിച്ചു. വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഇൻക്രീസ്ഡ് ലവ് ഇൻസൈഡ് മൈ ഫാമിലി, മൈ ഹീലിംഗ് റേറ്റ് വാസ് മച്ച് അബണ്ടൻ്റ് ആൻഡ് വണ്ടർഫുൾ. അങ്ങനെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ഇൻ്റഗ്രേറ്റീവ് മെഡിസിനിൽ ഫാമിലി എന്ന് പറയുന്നൊരു തെറാപ്പി കൂടിയുണ്ട് എന്ന്, വസുദൈവ കുടുംബകം എന്നുള്ളൊരു വാക്കുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആയുർവേദം ഇങ്ങനെ ദൈവവിചാരത്തിലോ ആത്മവിചാരത്തിൽ, അലോപ്പതി വെസ്റ്റേൺ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു എത്തീസ്റ്റിക്കായിട്ട് അവർ പോണത്. അവർക്ക് സംഗതി ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ദൈവം നിങ്ങളെ ചികിത്സിക്കും എന്ന് നമ്മുടെ അലോപ്പതി ഡോക്ടർമാർ, പൗത്രൻ ഡോക്ടറിനോട് ചോദിക്കാറുണ്ട്, നന്നായി പ്രാർത്ഥിക്കാറൊക്കെ ഇല്ലേ? ഞാൻ പറഞ്ഞു ഉണ്ട്. പക്ഷേ അത് സിലബസിലില്ലാത്തതുകൊണ്ട് ഡോക്ടർമാർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് പ്രോബ്ലം. MBBSൻ്റെ സിലബസിൽ ഞാൻ എൻ്റെ കൊച്ചുവിനോട് ചോദിച്ചു, മോനേടാ ഇതിൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഇന്നർ മാൻ, അയ്യോ ചാച്ചൊന്നും മിണ്ടാതിരിക്കും, അതൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ പ്രൊഫസറുടെ കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഞാൻ പറയണേ. അതൊക്കെ വേറെ കാര്യം. പക്ഷേ അവർ ക്ലാസ്സിലൊന്നും പറയില്ല. ചാച്ചൻ്റെ പോയിട്ടൊന്നും പുറത്തു പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തു പറയില്ല, പക്ഷേ ഇന്ന് ഞാൻ പറയും, അതിൻ്റെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു സയൻസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു ബാഡ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈ ടൈം ടു തിങ്ക് ഇറ്റ് എഗൈൻ ആൻഡ് എഗെയിൻ. അത് അമൃതയെപ്പോലുള്ളൊരു സ്ഥലത്തെങ്കിലും അതുണ്ടാവണം. അല്ലെങ്കിൽ കുരിശ് വെച്ച സ്ഥലങ്ങളിലൊക്കെ അതുണ്ടാവണം. അല്ലെങ്കിൽ ചന്ദ്രക്കല വെച്ച് ആശുപത്രി തുടങ്ങി അവിടെയൊക്കെ
ദൈവത്തിന് നിൻ്റെ അസുഖത്തിലൊരു റോളുണ്ട്, ഹീലിംഗ് റോളുണ്ട് എന്ന് പഠിപ്പിക്കണം. അപ്പം ഞാനങ്ങനെയാണ്. ഈ ട്രാൻസ്പോർട്ട് ബസ് പോലെയാണ്. നമുക്ക് മൈക്ക് കിട്ടിയ പിന്നെ നിർത്താൻ അറിയൂല, നിർത്തിയാൽ നിൽക്കൂല. അങ്ങനെ ചിലൊരു പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാൻ നിർത്തുകയാണ്. we can make a registry first. We can make a breakthrough. Living with cancer is possible. അത് നമുക്ക് ടി വി കാണിക്കാം, പത്രത്തിൽ കാണിക്കാം. വലിയ ഡോക്ടർമാരുടെ സേവനം നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും, വലിയ സ്ഥാപനങ്ങളുടെ. അങ്ങനെ നമ്മളൊരു കാർസോജനിക് കമ്മ്യൂണിറ്റിയുടെ കൂടെ നടക്കുന്നൊരു നല്ല സമരീയക്കാരനായിട്ട് നമ്മൾ മാറും. അപ്പോഴാണ് നമ്മളെക്കുറിച്ച് ആളുകൾക്ക് തോന്നുക, അമൃതം ഗമയ, അമൃതം നടക്കുന്നു. താങ്ക് യു. Thank you, Ram sir. Thank you, Anthony sir. ക്യാൻസറിനെ പറ്റിയോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. Now we have Mridula Ji Kamath to share her experience as a cancer survivor. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ച് പവിത്രൻ ഡോക്ടർക്ക്. എനിക്ക് ക്യാൻസറിനെ കുറിച്ചൊന്നും പറയാനറിയില്ല. പിന്നെ എനിക്ക് ശരിക്കും ഗാൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഒരു 20 കൊല്ലം മുമ്പ് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, പിന്നെ ജോണ്ടിസ് വരികയാണെങ്കിൽ ഇതെടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ജോണ്ടിസ് വരുമ്പോഴല്ലേ അപ്പോഴെടുത്ത് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് 20 കൊല്ലം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 കൊല്ലമായി ഒരു സാഹചര്യത്തിൽ എൻ്റെ യൂറിന് കളർ ചേഞ്ച് വന്നു, സോഡിയം കുറഞ്ഞു, അങ്ങനെയൊക്കെ ആയിട്ട് ആകെ പ്രോബ്ലമായി. അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് പോയി. സോഡിയം കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഏതാണ്ട് പോലെയൊക്കെ ആയിരുന്നു വർത്തമാനം. അപ്പം തന്നെ മനസ്സിലായി എന്തോ പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു, എന്തോ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി ഗാൾ ബ്ലാഡർ. അപ്പോഴൊക്കെ ഞാൻ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോവുകയോ ഒരു ടാബ്ലറ്റ് പോലും അങ്ങനെ കഴിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഫുള്ളി വെജാണ്. ഒരു മുട്ടയോ മീനോ ഇറച്ചിയോ അങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാറുമില്ല, ഞാൻ ചെയ്യാറുമില്ല, കഴിക്കാറുമില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പിന്നെ ഇതൊക്കെ എന്തോ വരാനുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ബയോപ്സിക്ക് അയക്കണമെന്ന് സാറ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ പറയണേ, ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രശ്നം കാണുന്നുണ്ട്, ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഡെസ്പായി. മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ചെറുതായിട്ടൊരു പ്രോബ്ലം കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ വിഷമത്തിലായി. അത് കഴിഞ്ഞ് ഞാനിവിടെ പവിത്രൻ ഡോക്ടറെ കാണാൻ വന്നു. പവിത്രൻ ഡോക്ടർ നിർദ്ദേശപ്രകാരം കീമോതെറാപ്പി ചെയ്തു. അതിനുശേഷം ടെസ്റ്റുകളൊക്കെ നടത്തി. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഇപ്പോൾ 2 കൊല്ലമായി എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല.
പിന്നെ എനിക്ക് എല്ലാ തരത്തിലും എൻ്റെ മക്കളെ, എനിക്ക് 2 ആമക്കളാണ്, ആമക്കളാണ് എൻ്റെ എല്ലാം. പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ കൂട്ടത്തിലുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്, ഇവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരനാണ് എനിക്ക് എല്ലാ സപ്പോർട്ട്. പിന്നെ നമുക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു കാര്യമല്ലേ. പക്ഷേ എനിക്കിങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ പിള്ളേർ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അമ്മ, ഇതൊക്കെ ശരിയാവും, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇതൊക്കെ ശരിക്കും ആർക്കും വരാതിരിക്കട്ടെ, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പൗത്രൻ ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു സമാധാനം പോലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല, എനിക്കിപ്പോൾ ഇനി ഒന്നുമില്ല, ഞാൻ ഓക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ആ സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ തന്നെ കണ്ടോളൂ, എനിക്ക് എന്നെ കണ്ടാൽ, ഞാനും ചേട്ടനും കൂടി ഹോസ്പിറ്റലിൽ പോയി കീമോ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചതാണ് ആർക്കാ പ്രശ്നമെന്ന്. അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സ്. കാരണം നമ്മുടെ മനസ്സാണ് ഇതിനൊക്കെ ഓരോ വരുത്തി വയ്ക്കണത്. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു പേടി സ്വപ്നമാണ് നമുക്ക്. അതൊന്നും ഒരിക്കലും വരാൻ പാടില്ല, വരാതിരിക്കട്ടെ, അത് വേറെ പ്രശ്നം. പക്ഷെ വന്നു കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സ് നമ്മൾ ദൃഢമായി വയ്ക്കുക. പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ടൂറിന് പോവാറുണ്ട്. പിന്നെ എൻ്റെ മക്കൾ, ഞാനിങ്ങനെ ഈ കീമോ ചെയ്യുന്നതും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്, അമ്മ ഞാൻ പണ്ട് സ്കൂൾ കോളേജുകളിലൊക്കെ പാട്ട് പാടുന്ന ആളായിരുന്നു, അപ്പോൾ കുക്കിംഗ് ഇഷ്ടമാണ്, അപ്പോൾ അമ്മ ഒരു യൂട്യൂബ് തുടങ്ങുക എന്ന് പറഞ്ഞ് എൻ്റെ മക്കളൊക്കെ എന്നെ യൂട്യൂബ് തുടങ്ങി. എനിക്കൊരു യൂട്യൂബുണ്ട്, മൃദുല എൻ കമ്മത്ത് എന്നാണ്, മൃദുല കമ്മത്ത് എന്നാണ്, MRIDULA KAMATH. നോക്കിക്കോളൂ, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങി. യൂട്യൂബ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത് തന്നെ മാറി കേട്ടോ. കാരണം ഞാൻ അതിൽ നന്നായി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സൊന്ന് ശാന്തമായി. ഇപ്പം ഞാൻ വെരി ഹാപ്പിയാണ്. എന്തോ ഇനി എനിക്കൊന്നും പറയാനില്ല. ആർക്കും ഈ അസുഖം വരാതിരിക്കട്ടെ. താങ്ക് യു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം കേട്ടോ. പാടിക്കോട്ടെ, ഞാനൊരു പാട്ട് പാടാം കേട്ടോ. എൻ്റെ യൂട്യൂബിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് കേട്ടോ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല, പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടേ മാറിലെറിഞ്ഞു ജീവിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല, പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടേ മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ. ഈ മയിലാടുങ്ങുന്നു മറന്നേ പോയോ, അന്ന് കിള്ളിയും കാട്ടിൽ ഒളിച്ചു കളിച്ചതും കളിവീടു വെച്ചതും കറി വെച്ചുണ്ടതും മറന്നു പോയോ. ഈ മയിലാടുങ്ങുന്നു മറന്നേ പോയോ, അന്ന് കിള്ളിയും കാട്ടിൽ ഒളിച്ചു കളിച്ചതും കളിവീടു വെച്ചതും കറി വെച്ചുണ്ടതും മറന്നു പോയോ. വന്നെങ്കിൽ ഒന്ന് വന്നെങ്കിൽ ഈ വളയിട്ട കൈകളിൽ വാരിയെടുത്തു കൊണ്ടു ഊഞ്ഞാലാട്ടും ഞാൻ, ഊഞ്ഞാലാട്ടും ഞാൻ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല, പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടേ മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ.
കൈകളിൽ വാരിയെടുത്തു വച്ചു ഊഞ്ഞാലാട്ടും ഞാൻ, ഊഞ്ഞാലാട്ടും ഞാൻ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല, പൊന്നുല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടേ മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. Thank you, Mridula ma'am. Now I call upon Sudha ma'am to share her experience. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് 2015 ഡിസംബറിലായിരുന്നു എൻ്റെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. പ്രത്യേകിച്ച് യാതൊരു സിംറ്റം ഉണ്ടായിരുന്നില്ല. അതിന് എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഒരു 78 ഇയേഴ്സ് ആയപ്പോഴാണ്, ഇത് പറഞ്ഞ പോലെ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കാത്ത ഒരു അമ്മയായിരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് വന്നപ്പോൾ കാണിച്ചപ്പോഴാണ് ഓവേറിയൻ ക്യാൻസർ. അപ്പോൾ അത് പക്ഷേ 4th സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ബൈസ്റ്റാൻഡറിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ KSF-ൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് റീജിയണൽ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അന്ന് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം മകനായിട്ട് ഒരാളേ ഉള്ളൂ. പിന്നെ ഗേൾസ് ഉണ്ട്, അവർ ദൂരെ മാരേജ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് പോയി രാവിലെ പോയി രാത്രി വരെ ഇരുന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അവരുടെ ബുദ്ധിമുട്ടുകളും. ഇപ്പോൾ അവരാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന കാരണം വളരെ സിമ്പത്തിക്കായിട്ട് വിഷമമൊന്നും പറയുമൊന്നുമില്ല. വളരെ നല്ലൊരു അമ്മയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ആ മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു ഡെങ്കി ഫീവർ വന്നു. അതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബാക്ക് പെയിന് വേണ്ടി സൺറൈസ് ഹോസ്പിറ്റലിൽ ഒന്ന് വെറുതെ പോയതായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു സിംറ്റവും ഇല്ല. അപ്പം മാമ ഒരു 50 ഇയേഴ്സ് ആകുമ്പോൾ മാമോഗ്രാഫിയൊക്കെ സ്ക്രീൻ ചെയ്യണം നല്ലതാണെന്ന് പറഞ്ഞിട്ട് വെറുതെ പോയിരുന്ന് ചെയ്തപ്പോഴാണ് അവർ പെട്ടെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ മക്കൾക്ക് എത്ര വയസ്സായി എന്നാണ് ചോദിച്ചത്. അപ്പോഴുണ്ടായിരുന്നു പറയാം പേടിയെന്ന് പറഞ്ഞൊരു എന്താ പറയുക, എനിക്ക് ഓർക്കണ ഒരു സർപ്പം ഇങ്ങനെ തലപൊക്കി നിൽക്കണ പോലെയാണ്. അപ്പം മനസ്സിലായി സംതിങ് റോങ് എന്ന്. അപ്പോൾ ഒരു 3 ഡേയ്സിനുള്ളിൽ ആണ് പിന്നെ അതിൻ്റെ ഈ FNAC ചെയ്തപ്പോൾ റിസൾട്ട് വന്നത്. അപ്പോൾ ഞാനവിടെ വർക്ക് ചെയ്തിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് റിസൾട്ട് വന്നപ്പോൾ പോയിട്ട് ഞാൻ ക്യാഷിൻ്റെ ഇതൊക്കെ കയ്യിൽ തന്നെ ഇരിക്കണത് അത്രയ്ക്കൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അതവിടെ കണ്ടത് അവർ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ സർജറി കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഡോക്ടർ പൗത്രൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ February 4th തോന്നുന്നു ഫസ്റ്റ് കീമോ വേൾഡ് ക്യാൻസർ ഡേയുടെ അന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, 2016. സോ ഇപ്പോൾ 2015 7 വർഷം കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ അമ്മ അങ്ങനെ പെട്ടെന്നുള്ള മരണം കണ്ട വയറൊക്കെ വീർത്ത് ലിവറിൻ്റെ കൂടി അത് കണ്ടിട്ട് എനിക്ക് വന്നപ്പോൾ ഇറ്റ് വാസ് എന്താ പറയുക ഭയങ്കര ഷോക്കായിരുന്നു. കുട്ടികൾ പഠിക്കുകയാണ്, ഒരാൾ IIT PhD എന്നും മറ്റേ LLB-ക്ക്. അപ്പോൾ അവർ ചെറിയ കുട്ടികളാണ്. ഇപ്പോൾ ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന് ചെയ്തപ്പോൾ ഈ കുട്ടികളുടെ കല്യാണം വരുമ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു അസുഖം, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ കുറവല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ അങ്ങ് ചിന്തിക്കണവരാണ് കല്യാണം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത്രത്തോളം നമുക്ക് സപ്പോർട്ടീവായിരുന്നു അവർ. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇത് ഓർമ്മയുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്നേഹം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടേണ്ടത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവർ ഇങ്ങനെ തലമുടിയൊക്കെ ഹെയറൊക്കെ പോയ സമയത്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ തുടക്കത്തിൽ ഭയങ്കര ഡോക്ടറോട് ചോദിച്ചിട്ടായിരുന്നു ഞാൻ ആ തലമുടി പോകുമെന്നൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇപ്പോൾ അമ്മ പണ്ടത്തെക്കാളും ഭംഗിയാണ്. വെറുതെ അവരങ്ങനെ നമ്മളെ ഒറ്റും ഒരു അയ്യോ അത് പോയല്ലോ ആരെങ്കിലും നോക്കുമല്ലോ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സേ ഇല്ലായിരുന്നു. പിന്നെ ഏറ്റവും വെച്ചാൽ ഡോക്ടർ വെച്ചാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ അതിനൊരു ആൻസർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു, ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാമോ. അപ്പോൾ നമ്മളെപ്പോഴും പുതിയ രീതിയിൽ എങ്ങനെ നമ്മുടെ ഹെൽത്ത് നമ്മുടേതായ രീതിയിൽ ഇതുപോലെ പറഞ്ഞ പോലെ ഞാനൊരു വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ഭയമുണ്ടായിരുന്നു. കാരണം അത് മരണം കണ്ടിട്ട് അതിൻ്റെ ചടങ്ങുകൾ ആ കിടക്കണമൊക്കെ കണ്ട് ലാസ്റ്റ് സ്റ്റേജൊക്കെ കണ്ടു വന്ന് നമുക്ക് വരുമ്പോൾ അപ്പോൾ ഡോക്ടർക്ക് പറഞ്ഞത് അങ്ങനത്തെ അല്ല വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എനിക്ക് തോന്നുന്നു 1 വർഷം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറന്നു. പിന്നെ തിരക്കായല്ലോ. പിന്നെ നമ്മൾ ഇതുപോലെ പുതിയ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ന്യൂ ഇയർ ആകുമ്പോൾ ഇങ്ങനെ ഈ ഫാസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ മറക്കാതിരിക്കുക, ഇത് ഓർമ്മിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജി വരും. അപ്പോൾ ഒരു ചേഞ്ച്, ഒരു 3 മാസത്തേക്ക് പുതിയ ടാർഗറ്റ്. ഓഫീസിൽ നമ്മൾ തിരക്കാണല്ലോ. അപ്പോൾ ഞാൻ ഈ 2023 മാർച്ചിൽ റിട്ടയർ ആവുകയാണ്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള പലരും ഇങ്ങനെ ചോദിക്കുമ്പോൾ വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ ഞാനത്
കൺസിസ്റ്റൻ്റ് അല്ല, അങ്ങനെ ഇടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. പുതിയ ടാർഗറ്റ്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രതീക്ഷ വേണം. പിന്നെ എല്ലാത്തിലും അവരായി നമുക്ക് സപ്പോർട്ട് വേണം. ഇപ്പോൾ നമ്മൾ പറയും ഭയങ്കര ബോൾഡാണ്, അങ്ങനെ അവരുടെ ഫാമിലി സ്വന്തമായിട്ടുള്ള ധൈര്യം ഒരു എല്ലാവർക്കും കിട്ടണതല്ലല്ലോ. അതിനൊരു താങ്ങായിട്ട് നമുക്ക് കുറച്ചൊരു സ്നേഹത്തോടെ അങ്ങനെ ഒരു നമുക്ക് സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ, ഡോക്ടേഴ്സ് ആണെങ്കിലും കൂടെ ഇരിക്കുന്നവരാണെങ്കിലും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് മാത്രം നമുക്ക് ഉയർന്നു വരിക, ലോ ലെവലിൽ ഹൈ ലെവൽ വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ നമുക്കത് ഇതൊരു വലിയ പ്രശ്നമല്ല എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ മരുന്ന് കഴിക്കേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം വിചാരിച്ചു ഇനി മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്താവും. പിന്നെ അത് നിർത്തിയിട്ട് അങ്ങനെ പുതിയതായ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, നമ്മുടെ കുറേ ടാർഗറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ എപ്പോൾ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാനാണ് നമ്മളെപ്പോഴും നോക്കണത്. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നോക്കണത്. ഇനി അതുകൊണ്ട് ഇതൊരു അസുഖം വന്നു എന്നിട്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ്, അത് സ്വന്തം അനുഭവത്തിലാണ് വരുന്നത്. അതിന് മുമ്പ് ഞാൻ പണ്ട് ചോദിക്കും ഇയാൾക്ക് ക്യാൻസർ വന്നു, എനിക്കൊക്കെ വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റില്ലല്ലോ, അതെന്തൊരു വലിയ അസുഖമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് താനും. പിന്നെ അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് കൂടുന്ന ഇത് വന്നവരെ നമ്മളതുപോലെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് കൂടെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഇതൊന്നും അല്ല എന്ന് നമുക്ക് പറഞ്ഞ് കൺവിൻസ് നമ്മൾ തന്നെ ഒരു എക്സാമ്പിളാണല്ലോ, അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് പറഞ്ഞ പോലെ എന്ത് വന്നാലും അവസാനം മരണമാണ്, അത് വേദനയില്ലാത്തൊരു മരണം വേണമെന്ന് ഒരു വലിയ ആഗ്രഹമുണ്ട്. പെയിൻലെസ് ഡെത്ത് അത് ബുദ്ധിമുട്ടാണല്ലോ. ഇതൊക്കെ സെക്കൻഡറി വരുമ്പോൾ അവസാനം ആകുമ്പോഴുള്ള വേദന കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡെത്ത്, നല്ലൊരു ഡെത്ത് എന്നുള്ളതാണല്ലോ ഏറ്റവും. നമുക്ക് ആകെ അറിയാവുന്നത് മരിക്കുന്നു മാത്രമല്ലേ ഉള്ളൂ. ബാക്കി ഇന്നത്തെ കാര്യം നമുക്ക് ഇത് പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് സന്തോഷമായിട്ട് എങ്ങനെ ഇരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ സിനിമയാണ് ഇഷ്ടമെങ്കിൽ ആ ടീനട്ടവും പറഞ്ഞ പോലെ ശരിക്കും കോമഡി ആ പരിപാടികളൊക്കെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമുക്ക് സന്തോഷം കൂടുതൽ വരണത്. പിന്നെ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ കണ്ട് സന്തോഷിച്ച് നമ്മുടെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ ഡള്ളായിട്ട് വീട്ടിലാണെങ്കിലും അത് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നല്ല നമ്മുടെ കൂടെയുള്ളവർക്കും അതൊരു സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. വിഷമമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവരെയും ബാധിക്കും. അപ്പം അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഇരുന്നാൽ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതുപോലെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൂടെ വേണം. അവസാനമായിട്ട് ഞാനൊരു പോസിറ്റീവ് എനർജിയുള്ള ഒരു പാട്ട്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നില്ലെങ്കിലും എൻ്റെ എല്ലാത്തിനും കൂടെ ഇതുപോലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ പാട്ട് പാടി അവിടെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പാട്ടാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ടാണ് പാടുന്നത്. കാരൊക്കെ വേണ്ട കേട്ടോ, ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നീരദശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി. നീരദശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ജീവൻ്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ചീമൂത നിർച്ഛരി പോലെ. ജീവൻ്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ചീമൂത നിർച്ഛരി പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര
സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. താങ്ക് യു. ഇങ്ങനെ സംസാരിക്കാനും പാടാനും ഒരു അവസരം തന്നതിന് ഡോക്ടർ ഭവത്തിനോട് എൻ്റെ സ്നേഹം പറയും. Now I would like to invite our most beloved faculty, Dr. Haridas sir, to sing a song for us. Check, check, check. ഞാനത് മുമ്പൊരു വേദിയിലൊക്കെ പാടിയിട്ടുള്ള പാട്ടാണ്, അതുകൊണ്ട് റെപ്പറ്റീഷനാണ്, എന്നാലും ആസ്വദിക്കുമെന്ന് വിചാരിക്കുന്നു. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ ആ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. നീരവരാവിൽ ശ്രുതി ചേർന്നുവെങ്കിൽ മൃദുരവമായി നിൻ ലയമഞ്ജരി ആ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ
ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ. ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ. അനഘനിലാവിൽ മുടികോമി നിൽക്കേ വാർമതിയായി നിൻ എന്നോമനേ. ആ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളി ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമാ മുരളികയൂതി ദൂരെ. Thank you, Hari sir. Now I call upon on stage Kala ma'am from Cancer Society. Can she'll be distributing the poster winners, prizes for poster competition winners. നമസ്കാരം. ഞാനിവിടെ ക്യാൻസർ എന്ന ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് നിൽക്കുന്നത്. സോ ഐ എം ഹിയർ ടു സേ വേർഡ് ഓഫ് താങ്ക്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ തിങ്ക് ഐ ഷുഡ് താങ്ക് ഗോഡ് ഓൾമൈറ്റി ഫോർ ഗിവിങ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് ഒരു ഫിസിക്കലായിട്ടൊരു ക്യാൻസർ ഡേ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സോ ലെറ്റ് മീ താങ്ക് ഗോഡ് ഫോർ ഗിവിങ് ദിസ് ആസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇന്നിവിടെ വന്ന് സംസാരിച്ച സിനി ആർട്ടിസ്റ്റ് ടിനി ടോം, ശ്രീ ടിനി ടോം, ദെൻ സ്ക്രിപ്റ്റ് റൈറ്റർ സേതു. Unfortunately, I couldn't hear that, but I think I heard that it was a very informative and encouraging talk. So let me extend my gratitude on behalf of Amrita and as well as Cancer Society. Let me extend my gratitude to them. പിന്നെ ഇവിടെ ഒരു പാനൽ ഡിസ്കഷന് വന്ന എല്ലാ ഡോക്ടേഴ്സിനും എൻ്റെയും ക്യാൻസർ സൊസൈറ്റിയുടെയും പേരിൽ I express my gratitude, and also I extend my gratitude to the cancer survivors who shared their experiences here. Thank you so much. I call upon stage Kala ma'am for distributing the winner prize
for the winners of the poster competition. So the winners of the poster competition are, the first prize goes to Team 4 by Malavika and team. So second prize goes to Feba, Susan and team. Team 1, Feba, Susan and team. Third prize goes to Krishnanjali and team, Team 9. Thank you, ma'am. Thank you all. Now we can disperse for lunch.